സി എൻ്റെ ബോർഡ് കണ്ടപ്പം എന്നോട് നിങ്ങൾ സി എക്കാരനാണല്ലേ? അപ്പം ആണ്. ശരിക്കും സി എ ഫൈനൽ പാസ്സായിക്കണ്. പിന്നെ ഞാൻ പാസ്സാവാതെ ബോർഡ് വെക്കുമോ? മീൻസ് അവർക്ക് ഭയങ്കര ഒരു അത്ഭുതമാണ് ആക്ച്വലി. ഇപ്പം എൻ്റെ നാട്ടിൽ തന്നെ ആകെ 3 സി എക്കാരുള്ളൂ. നിങ്ങൾ പാസ്സാവാതെ പിന്നെ ആര് പാസ്സാവാൻ? നിങ്ങൾ അത്രയും കുട്ടികളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഞങ്ങളൊക്കെ ദുആ നിങ്ങൾക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അന്നാ പറഞ്ഞ സാധനം എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. ഞാൻ പാസ്സായ ഉടനെ തന്നെ ഈ കുട്ടീനെ വിളിച്ച്. അതിനപ്പോൾ സി എ മുമ്പും സി എ കഴിഞ്ഞതിൻ്റെ ശേഷം എനിക്ക് കിട്ടുന്ന തന്നെ ഞാൻ മനസ്സിലാവും. പിരിവാരുടെ എണ്ണമൊക്കെ കൂടി വീട്ടിൽ. പിരിവാർ അങ്ങനെ വരാറില്ലായിരുന്നു. ഇപ്പോൾ സി എക്കാരനുണ്ടെന്ന് പറഞ്ഞിട്ട് പിരിവാർ വരും. നമുക്ക് പഠിക്കേണ്ട ഒരു സമയം ഉണ്ടാവും. അതായത് മറ്റുള്ളവരെ കോപ്പി അടിക്കരുത് പഠിക്കുന്നത്. രാവിലെ പഠിക്കുന്നത്, നമ്മൾ രാത്രി പഠിക്കുന്നത്, അങ്ങനെ കോപ്പി അടിക്കരുത്. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സമയത്ത് പഠിച്ചു കഴിഞ്ഞാൽ സംഭവം വർക്കൗട്ടും. MCQ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് പഠിക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗം MCQ കുറേ ചെയ്യുക എന്നുള്ളതാണ്. പിറ്റേ ദിവസം രാവിലെ ഞാൻ ICI ഡൽഹിക്ക് വിളിച്ചിട്ട് ചോദിച്ച് ഞാൻ പാസ്സായിക്കണോ? അവർ പറഞ്ഞ് പാസ്സായിട്ടുണ്ട്, പുതിയ മാർക്ക് ഷീറ്റ് തന്നെ അയച്ചു തരും. അപ്പോൾ എൻ്റെ മാർക്ക് ഷീറ്റ് 2 എണ്ണം ഉണ്ട് ഗ്രൂപ്പ് 1. അതായത് 1 നോർമലും തോറ്റതും, 2 റിവൈസ്ഡ് എന്ന് മേലെ എഴുതിയിട്ടുണ്ട് മാർക്ക് ഷീറ്റ്. പഠിക്കും വീഡിയോ ചെയ്യും. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 10 ദിവസം ആ ഒരു മാസം ഗ്യാപ്പിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് ഏകദേശം 15K ഫോളോവേഴ്സായി ടിക്ടോക്കിൽ. കോമാളി വീഡിയോസാണ്, വലിയ രസമൊന്നുമില്ല. ഇപ്പോൾ CA ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് അതായത് നിങ്ങൾ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്ന ഇടയിൽ തന്നെ ഫൈനലിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങണം. ആർട്ടിക്കിൾഷിപ്പ് കഴിഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ 2 കൊല്ലം പോകും. 2 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെയും പഠിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര ഈസി അല്ല. ഇപ്പോൾ ചില പെൺകുട്ടികളൊക്കെ പറയാറുണ്ട്, അതായത് എൻ്റെ പാരൻസ് ഇങ്ങനെ പറഞ്ഞു ഞാൻ ഈ പ്രാവശ്യം തോറ്റ് എന്നെ കെട്ടിച്ചുവിടുന്ന പറയുന്നതെന്ന്. സോ അങ്ങനെയൊക്കെ സ്ട്രിക്ട്ലി പറയുന്ന ആൾക്കാരുണ്ട്. ഒരിക്കലും അങ്ങനെ പറയരുത്. അപ്പോൾ അത് പ്രഷറൈസ് ചെയ്യുക. മൂത്ത പയ്യനാണ് CA CMA പഠിക്കുന്നത്. ഭയങ്കര ഡേഞ്ചർ ആക്ച്വലി. അത് എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു ഫ്രണ്ടിന് കുട്ടി വരെ ആയി, കൊച്ചു വരെ ആയി. ആ കൊച്ചിന് ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു, ഒരു ഗിഫ്റ്റ് വരെ കൊണ്ടേ കൊടുത്തു. ഹായ് എവരിവൺ. ലാസ്റ്റ് 2 years ആയിട്ട് നമ്മൾ ഒരുപാട് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്സ്, കമ്പനി സെക്രട്ടറീസ്, CMAs ഇവരൊക്കെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നു. ഓരോ വർഷവും കൂടുതൽ ഹാപ്പി ആവുന്നുണ്ട്, കൂടുതൽ പ്രൗഡ് ആവുന്നുണ്ട്. കാരണം IIIയുടെ ഫാക്കൽറ്റി പൂളിലേക്ക് ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, എക്സ്പെർട്ടീസ് ഉള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് അധ്യാപകർ വീണ്ടും ആഡ് ചെയ്യപ്പെടുന്നുള്ളതുകൊണ്ട് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ ടീമിലേക്ക് പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടില്ല, എന്നാൽ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ആസ് എ ഫാക്കൽറ്റി, ആസ് എ പ്രാക്ടീസിങ് CA ആയിട്ടുള്ള CA ഷഹദ് അലി സാറാണ്. സാറിനോട് നമുക്ക് അദ്ദേഹത്തിൻ്റെ CA ജേണിയെക്കുറിച്ചും പിന്നെ മറ്റു കാര്യങ്ങളെക്കുറിച്ചും വിശദമായി ചോദിക്കാം. വെൽക്കം സർ. അപ്പോൾ CAയിലേക്ക് എങ്ങനെയാണ് സാർ എത്തിപ്പെട്ടതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ആ ഒരു സ്റ്റാർട്ടിങ്, ആദ്യമായിട്ട് CA എടുക്കാം എന്ന് തീരുമാനിച്ചൊരു മൊമെൻറ്റ് എങ്ങനെയായിരുന്നു? മൊമെൻ്റ് എന്ന് പറയുമ്പം ആക്ച്വലി 10ാം ക്ലാസ് കഴിഞ്ഞ പാടന്നെ ഞാൻ തീരെ പഠിക്കൂലായിരുന്നു. അതാണ് ഏറ്റവും വലിയ, എല്ലാവരും പറയുന്ന പോലെ എന്താ പറയുക, ഇയാൾ പഠിക്കാത്ത ഒരാൾ, അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി പറയുമല്ലോ എല്ലാവരും, ഒരു ചെറിയ സ്റ്റോറി. അതേപോലെ തന്നെ ചെറിയ സ്റ്റോറി തന്നെയാണ്. അങ്ങനെ വീട്ടിൽ എല്ലാവരും നല്ലോണം പഠിക്കും, ഞാൻ തീരെ പഠിക്കുന്നില്ല. വീട്ടിൽ ബ്രദറുണ്ട്, സിസ്റ്ററുണ്ട്, പല പഠിപ്പിച്ചാണ്. അപ്പം ഏറ്റവും യങ്ങർ വണ്ണാണ് ഞാൻ. അപ്പം എല്ലാവർക്കും ഉള്ളൊരു ഇതെന്താ വെച്ചാൽ എൻ്റെ ഫാദറിന് ഓൾറെഡി ഒരു ഷോപ്പുണ്ട്, ഒരു ബിസിനസ് നടത്തുന്ന ആളാണ്. അപ്പോൾ എല്ലാവരും വിചാരിച്ച് ഞാൻ ആ ഷോപ്പൊക്കെ നടത്തി അങ്ങനെ പോകും എന്നാണ് എല്ലാവരും വിചാരിച്ചത്. എല്ലാവരും അങ്ങനെ ഡിറ്റർമൈൻ ചെയ്തു ഞാൻ അങ്ങനെ ആയിരിക്കുന്നു. അങ്ങനെ നല്ല പെർഫോമൻസ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല എക്സാംസിൽ, അക്കാഡമിക്സിലൊന്നും അങ്ങനെ പോരാ. അങ്ങനെ 10ാം ക്ലാസ് പാസ്സായി. ആഫ്റ്റർ ദാറ്റ് എല്ലാവരും പറഞ്ഞ് അന്ന് ഈ ഒരു പ്രശ്നമുണ്ട്. ഈ അന്നത്തെ കുറച്ച് മുമ്പ് കാലഘട്ടത്തിൽ ഈ കൊമേഴ്സ് എടുക്കുക, സയൻസ് എടുക്കുക, ഹ്യൂമാനിറ്റീസ് എടുക്കുക എന്നുള്ളത് ഭയങ്കര ഒരു പ്രശ്നമാണ്. അതായത് സയൻസ് എടുത്താലാണ് പഠിപ്പിച്ചാവുന്നത്, കൊമേഴ്സ് എടുത്താൽ കച്ചറയാണ്, ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ കഞ്ചാവാന്ന് പറയാം. ഓക്കെ, പണ്ട് അങ്ങനെയാണ് ആ ഒരു ഇത്. അപ്പം ഐ ചൂസ് കൊമേഴ്സ്. കാരണം എനിക്ക് സയൻസ് ഇഷ്ടമില്ല എന്നുള്ളൊരു റീസൺ ആയിരുന്നു. പിന്നെ സംതിങ് ന്യൂ പഠിക്കാമല്ലോ എന്നുള്ളൊരു ക്രേവിങ് കൂടി ഉണ്ടായിരുന്നു ഈ പറഞ്ഞ കൊമേഴ്സ് എടുക്കുന്നുണ്ട്. അങ്ങനെ കൊമേഴ്സ് എടുത്തപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എനിക്ക് വലിയൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പഠിക്കൂലല്ലോ തീരെ. ഞാൻ ചെന്ന് എത്തിപ്പെട്ടത് ഒരു ഗവൺമെൻറ് സ്കൂളിലായിരുന്നു. പക്ക പ്യുവർലി ഗവൺമെൻറ് സ്കൂളിലാണ് എത്തിപ്പെട്ടത്. അപ്പോൾ നോക്കുമ്പം ഇള്ളിൽ വെച്ചേറ്റം പഠിക്കുന്ന ആൾ ഞാനായിരുന്നു ക്ലാസ്സിൽ. തമ്മിൽ ഭേദം എന്നല്ല. അപ്പം ടീച്ചേഴ്സൊക്കെ നമ്മളെ വിളിക്കുക, അതായത് എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കുക. അപ്പം ഞാനിങ്ങനെ സംഭവം സെറ്റാണ്, എനിക്ക് തന്നെ തോന്നി തുടങ്ങി ഞാൻ എന്തോ ആണ്, എനിക്ക് എന്തൊക്കെ ഉണ്ട് എന്ന് എനിക്ക് തന്നെ തോന്നി. ഞാൻ ടീച്ചേഴ്സിനായിട്ടൊക്കെ നല്ല കമ്പനി. 10 വരെ ആയിരുന്നില്ല, 10 വരെ അങ്ങനെ ടീച്ചേഴ്സിനായിട്ടൊരു മിംഗ്ലിംഗ് ഉണ്ടായിരുന്നില്ല. സോ +1 +2 എനിക്ക് സ്വന്തമായി എനിക്ക് തന്നെ തോന്നി എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ തോന്നി. സോ കൊമേഴ്സ് ആയിരുന്നു, കൊമേഴ്സ് പുതിയ കാര്യങ്ങൾ പഠിച്ച്, സോ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നി. സോ ഞാൻ പക്ക വിചാരിച്ചിരുന്നത് CA അല്ല, ഞാൻ വിചാരിച്ചിരുന്നത് എക്കണോമിക്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ വിൽ ചൂസ് BA എക്കണോമിക്സ് എടുത്ത് അങ്ങനെ MA എക്കണോമിക്സ് എടുത്ത് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അന്ന് ഈ CA ആക്ച്വലി ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊന്നും വല്ലാണ്ട് പോപ്പുലറായിട്ട് വന്നിട്ടില്ല. എല്ലാവരും അന്ന് ചെയ്യുന്ന പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ CA ആവാൻ വേണ്ടി നേരെ ചെന്നൈയിൽ പോവും,
സിയക്കാരനായിട്ട് തിരിച്ചു വരും. ഇങ്ങനൊരു മെക്കാനിസമാണ് എല്ലാവരും ചെയ്തിരുന്നത്. ഈ സിനിമാക്കാരനാൻ വേണ്ടി ആ മദ്രാസ് പോകുന്ന പോലെ, ചെന്നൈ പോയിട്ട് തിരിച്ചു വരുന്ന പോലെ എല്ലാവരും അങ്ങനെയാണ്. അവിടുത്തെ ചെന്നൈയിലൊക്കെ അന്ന് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ ക്ലാസ്, 5:30 ഒന്ന് സീറ്റ് ഇരിക്കണം രാവിലെ വന്നിട്ട്. അപ്പം അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വളരെ കുറവുള്ളൊരു സമയമായിരുന്നു. അപ്പം ഈ കോഴ്സിനെ കുറിച്ച് അറിയുന്നവരേ ഉണ്ടായിരുന്നില്ല. ഈ CA CMA എന്നുള്ള കോഴ്സുകളിൽ അറിയുന്നവരും കുറവാണ്. അപ്പോൾ എൻ്റെ ക്ലാസ് എന്നല്ല, എൻ്റെ 2 ബാച്ച് ഉണ്ടാവുമല്ലോ നമ്മളെ കോമേഴ്സിലൊരു സ്കൂളിൽ, 2 ബാച്ചിൽ CAക്ക് പോയത് ഞാൻ മാത്രമായിരുന്നു. 120 കുട്ടികളിൽ CAക്ക് ഓപ്റ്റ് ചെയ്ത് ഞാൻ മാത്രം. അന്നത്തെ ട്രെൻഡ് അധികം ആൾക്കാരും ചൂസ് BCom, ഡിഗ്രിക്ക് പോവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിപ്ലോമ കോഴ്സസ് അതർ തിങ്സ് എടുക്കാം എന്നുള്ള രീതിയിലാണ് പോയത്. അപ്പോൾ CA എടുക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞിട്ട് റിലേറ്റീവ് ഉണ്ടായിരുന്നു CA എടുത്ത ആ സമയത്ത്, എൻ്റെ ജസ്റ്റ് ഒരു സീനിയർ. അപ്പോൾ അത് ഞാൻ കണ്ടിരുന്നു CA എടുത്തിട്ടുണ്ടെന്നുള്ളത്. അപ്പം ഞാൻ അങ്ങനെയാണ് അറിയുന്നത് ദർ ഈസ് എ കോഴ്സ് ലൈക്ക് CA എന്നുള്ളൊരു കോഴ്സ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ തന്നെ അന്വേഷിച്ചു, ആരോടും ചോദിച്ചിട്ടില്ല. ഞാൻ തന്നെ ഗൂഗിൾ ചെയ്തു, ഞാൻ തന്നെ ഇതിൻ്റെ ഇത് പഠിച്ചു കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇതെന്താ ആവാൻ പറ്റുക, ദാറ്റ് മീൻസ് ആഫ്റ്റർ CA എന്താണ് ഓപ്പർച്യൂണിറ്റീസ് എന്നൊക്കെ നോക്കിയിട്ട് ഞാൻ തന്നെ അന്വേഷിച്ചു, ഞാൻ തന്നെ കണ്ടെത്തി, ഞാൻ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്തു, ഞാൻ തന്നെ പോയിട്ട് പഠിച്ചു. ഇതാണ് ആക്ച്വലി ഉണ്ടായ. ഇനി CA ചൂസ് ചെയ്യുമ്പം ഇപ്പോഴുള്ളവരും എല്ലാവരും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം ഞാനും ഫേസ് ചെയ്തിരുന്നു, നിനക്കിത് പറ്റൂല. എല്ലാവരും പറഞ്ഞ കാര്യം അതായിരുന്നു. ഈവൻ എൻ്റെ ബ്രദർ അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്കിത് പറ്റൂല. കാരണം ബ്രദറിൻ്റെ ഏതോ ഫ്രണ്ട് CA എടുത്തിട്ട് പകുതി വെച്ച് ഡ്രോപ്പ് ഔട്ടായിട്ട് ആകെ സ്റ്റക്കായി പോയ ഒരാളായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് എന്നോട് പറഞ്ഞു, അവനെപ്പോലത്തെ ആൾക്ക് കിട്ടുന്നില്ല, പിന്നെ നിന്നെപ്പോലത്തെ ആൾക്ക് എങ്ങനെ കിട്ടാനാ എന്നുള്ള രീതിയിൽ കളിയാക്കിയിരുന്നു. എൻ്റെ പാരൻസ് മാത്രമാണ് സപ്പോർട്ട് ചെയ്തത്. നീ എടുത്ത കോഴ്സ് എന്ത് ചെയ്തോ, കണ്ടിന്യൂ ചെയ്തോ, ഇറ്റ്സ് യുവർ ചോയ്സ്. ആക്ച്വലി നമ്മളെ ഡിസിഷൻ ആണല്ലോ ഫൈനലി. അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ പിള്ളേർക്കും പറഞ്ഞു കൊടുക്കല അതാ, ഡോണ്ട് ഗോ വിത്ത് ദി ട്രെൻഡ്സ്, ഡോണ്ട് ഗോ വിത്ത് യുവർ എന്താ പറയുക ഫ്രണ്ട്സ് പോകുന്നതിനനുസരിച്ച് പോകരുത്. നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണോ അതനുസരിച്ച് ചൂസ് ചെയ്യുക. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇടയിൽ ഫെയിലായാലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്കതിൽ മുന്നേറാൻ പറ്റും. അതായത് അവിടെ എണീറ്റ് വീണ്ടും നമുക്ക് അത് ചാടിക്കിടക്കാൻ പറ്റും. അതായിരുന്നു എൻ്റെ ഒരു ഇത്. സോ ഭയങ്കര രീതിയിൽ ഞാൻ എന്ത് ചെയ്ത് ഫൗണ്ടേഷൻ ജോയിൻ ചെയ്തു. അന്ന് ഫൗണ്ടേഷൻ അല്ല CPT എന്നാണ് പറയുക. ദാറ്റ് മീൻസ് നെഗറ്റീവ് മാർക്കൊക്കെ ഉണ്ട്, നമ്മളിങ്ങനെ എന്താ പറയുക ബബിൾ ചെയ്യുക എന്നുള്ള പരിപാടിയാണ്. പക്ഷേ ഞാൻ പറയുന്നത്, അപ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേട്ടിട്ടും ഇതെടുക്കാം എന്ന് തീരുമാനിക്കുമ്പോൾ അവിടെ എന്തോ ഒരു ഫയർ ഉണ്ടാവുമല്ലോ. അതായത് ഞാനിതിന് എക്യുപ്ഡ് ആണ്, എന്നെ കൊണ്ട് ഇത് പറ്റുന്നു തോന്നാനുള്ളൊരു ട്രാൻസിഷൻ ഈ +1 +2 സമയത്ത് ഉണ്ടായിട്ടുണ്ടോ? 10ാം ക്ലാസ് വരെ അങ്ങനെ പഠിക്കുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. ഞാൻ +2 എത്തിയപ്പോഴാണ് ഇതിനെക്കുറിച്ച് അറിയുന്നത്, ഇതിനെക്കുറിച്ച് അന്വേഷിച്ചത്. അപ്പം എനിക്കറിയാം ഇറ്റ് ഈസ് എ ടഫ് കോഴ്സ്. അപ്പം ടഫ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ടഫ് എന്ന് പറയുന്നത്, ഇപ്പോൾ ആരും എടുക്കാതിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക എന്നുള്ള ഒരു, പിന്നെ കുറേ കളിയാക്കലുകൾ ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ മൈൻഡ് ചെയ്യില്ല. ഡെഫിനറ്റ്ലി അയാൾ പിന്നെ സാരില്ല, നമുക്ക് നോക്കാം, എന്തായാലും ആർക്കും എക്സ്പെക്ടേഷൻ ഇല്ല. സോ ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആർക്കും പ്രതീക്ഷ ഒന്നും കൊടുക്കുന്നില്ലല്ലോ, നമ്മൾ വലിയ ആളാവുന്നല്ലേ, എടുത്തു നോക്കാമെന്നല്ലേ. പിന്നെ അന്ന് ഒരു ഫീച്ചർ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സിന് ഇറ്റ്സ് ലോ കോസ്റ്റ് ആണ്. അതായത് വല്ലാണ്ട് മറ്റ് എഞ്ചിനീയറിംഗ് പോലെ അല്ലെങ്കിൽ മറ്റു കോഴ്സസ് പോലെ ഭയങ്കര കോസ്റ്റ് ഇതിനാവുന്നില്ല. അത് ഏറ്റവും വലിയ, ഇവിടെ വേണ്ടത് നമ്മളുടെ പൈസ അല്ല. പൈസ കുറേ ഉണ്ടായിട്ട് ചെയ്യാനാവാൻ പറ്റില്ല. ഇവിടെ വേണ്ടത് ഒരു ഡെഡിക്കേഷനാണ് ആൻഡ് ഹാർഡ് വർക്ക്. ഇൻ്റലിജൻസ് വേണമെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യാക്കാരനാവില്ല. ദാറ്റ് മീൻസ് നോട്ട് അബൌട്ട് ദി ബുദ്ധി. നമ്മൾക്ക് ഇത്ര ഭയങ്കര ബുദ്ധിമാനാവണം, +2 ഇത്ര മാർക്ക് കിട്ടണം, അങ്ങനെയൊന്നുമില്ല. പഠിക്കാനുള്ളൊരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ, പഠിക്കാനുള്ള വേ അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് CA CMA പാസ്സാവാം. അത് പലർക്കും അറിയില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു കാര്യം. പിന്നെ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സാധനം ഇൻട്രസ്റ്റാണ്, താല്പര്യം. ഇപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഫെയിൽ ആയിട്ടുണ്ട്. ഒറ്റയടിക്ക് CA-കാരനായ ആളല്ല ഞാൻ പറയാറുണ്ട്. അതിലേക്കാണ് വന്നിരുന്നത്. സാർ ഇപ്പോൾ നേരത്തെ CPT-യുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇടപെട്ടത്. അവിടെ നിന്ന് അങ്ങോട്ടുള്ള CPT കഴിഞ്ഞ് എന്താ പറയുക, CPT-ക്ക് ജോയിൻ ചെയ്തു. അന്ന് 2 മാസം ക്രാഷ് ഉണ്ട്. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയും 2 മാസം ക്രാഷ് അറ്റൻഡ് ചെയ്താൽ ഉടനെ നിങ്ങൾക്ക് CPT-യിൽ എൻ്റർ ചെയ്യാം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇൻ്റർ നേരെ 9 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർ കിട്ടും. അത് കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് ഇപ്പം അറിയാലോ, ഇപ്പം അത്യാവശ്യം നന്നായിട്ട് ബൂം ചെയ്തിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് സംസാരിക്കുക ഏതൊരു കോഴ്സിനെ കുറിച്ചും. സെയിം ലൈക്ക് എൻ്റെ ഫാദർ കൂടെ ഉണ്ടായിരുന്നു ജോയിൻ ചെയ്യാൻ പോയപ്പോൾ. ഫാദറിൻ്റെ കണ്ണിങ്ങനെ ഡോളർ കത്തുന്ന പോലെ ഇങ്ങനെ കത്തി, ഇവൻ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാവുന്നില്ല. ഇങ്ങനെ പൈസയുടെ കാര്യം മാത്രമേ പറയുള്ളൂ. പെട്ടെന്ന് അതായത് ഇങ്ങനെ പറയുന്നത് 2 മാസം കൊണ്ട് CPT പാസ്സാവുന്നു, 9 മാസം കൊണ്ട് ഇൻ്റർ പാസ്സാവുന്നു, പിന്നെ പൈസ ഇങ്ങോട്ട് കിട്ടുന്നു. പൈസ കിട്ടുന്നത് ആർട്ടിക്കിൾഷിപ്പിലുള്ള സ്റ്റൈപ്പൻ്റാണ്, അത് അത്ര വലിയൊന്നുമില്ല. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ആർട്ടിക്കിൾഷിപ്പിൻ്റെ കൂടെ തന്നെ ഫൈനൽ പഠിക്കുന്നു. ആൻഡ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ചെയ്താൽ മതി, പൈസ കിട്ടും. അല്ലെങ്കിൽ എവിടെയെങ്കിലും ജോബ് ചെയ്താൽ തന്നെ ദാറ്റ് മീൻസ് ലാക്സ് ആണ് സാലറി കിട്ടുക എന്ന് പറഞ്ഞപ്പം ഫാദർ ഓക്കെ ഫൈൻ, ഇപ്പം എനിക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഫാദർ എന്ത് ചെയ്തു, ഫൈനലി ഇതിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. സോ ജോയിൻ ചെയ്യാൻ അന്ന് വളരെ കോസ്റ്റ് കുറവായിരുന്നു. അന്ന് ഞാൻ ജോയിൻ ചെയ്തു. ആൻഡ് ജോയിൻ ചെയ്തപ്പം എനിക്ക് ഞാൻ എന്താ പറയുക, ഹോസ്റ്റലിൽ നിൽക്കേണ്ട സാഹചര്യം വന്നു. ഓക്കെ, ഹോസ്റ്റലിൽ നിൽക്കേണ്ട സാഹചര്യം, കാരണം എനിക്ക് ഹോസ്റ്റൽ കംഫർട്ടബിൾ അല്ല എനിക്ക്. ദാറ്റ് മീൻസ് ഞാൻ എപ്പോഴും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യം, ഈ പഠിക്കാനുള്ള സാഹചര്യം വെരി ഇമ്പോർട്ടൻ്റാണ്. പഠനത്തിൽ വലിയ ഇമ്പാക്റ്റ് ചെയ്തു. നമുക്ക് സാഹചര്യം മോശമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഠനം
എത്തിക്കാൻ പറ്റില്ല. ദാറ്റ് മീൻസ് നമുക്കൊരു സിറ്റുവേഷൻ ഓക്കെ അല്ലെങ്കിൽ പഠിക്കാൻ കഴിയില്ല. അതിന് മെൻ്റൽ സ്റ്റെബിലിറ്റി ഓൾസോ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അങ്ങനത്തെ കോഴ്സിന്. നമുക്ക് മൈൻഡ് സെറ്റ് ഓക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ പഠിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ അവിടെ ജോയിൻ ചെയ്തപ്പോൾ മൈൻഡ് സെറ്റ് ഓക്കെ ആവാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഹോസ്റ്റലിൽ ഒരു ചേച്ചിയുടെ മോളുണ്ടായിരുന്നു. അപ്പോൾ മോള് കാരണമല്ല അവിടെ ജോയിൻ ചെയ്തേ. ചേച്ചി കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു, മോള് സ്ട്രിക്റ്റ് ആയിരുന്നു. പുതിയ കഥകൾ കിട്ടും വിചാരിച്ച് അങ്ങ് ചിന്തിച്ചു പോയി. അതെ, ശരി, ഓക്കെ. ചേച്ചിയും മോളും നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പം ചേച്ചി 6 മണിക്ക് ശേഷം, ഈവൻ ജെൻസ് ആണെങ്കിലും 6 മണിക്ക് ശേഷം എന്ത് ചെയ്യാൻ പാടില്ല, പുറത്തിറങ്ങാൻ പാടില്ല. ദാറ്റ് മീൻസ് അവിടെ നിൽക്കണം, പെർമിഷൻ വേണം. അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഹോസ്റ്റൽ, ഒരു വീട്ടുകാർ നടത്തുന്ന ഒരു ഹോസ്റ്റൽ. കൂടുതൽ ചെയ്യാക്കാരനെ അവിടെ ഉള്ളത്. അപ്പം ഞാനവിടെ ജോയിൻ ചെയ്തപ്പം എൻ്റെ നാട് പറഞ്ഞപ്പോൾ തിരൂരാന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, തിരൂർ വേറെ ഒരാളുണ്ടല്ലോ ഇവിടെ സെയിം ലക്ഷ്യം പഠിക്കുന്നത്. അപ്പം ആരാ നോക്കിയപ്പോൾ എൻ്റെ കൂടെ 10ാം ക്ലാസ് വരെ പഠിച്ചിരുന്ന വേറൊരാൾ, ഭയങ്കര പഠിപ്പിച്ചായിട്ടുള്ള ഒരാൾ. എങ്ങനെയാലും നെഗറ്റീവ് ഫീലിംഗ് വരുമല്ലോ, കാരണം നമ്മളെ കൂടെ വേറെ നമുക്കൊരു ഇഷ്ടമില്ലാത്ത ഒരാൾ ആയിട്ട് വരുമ്പോൾ അല്ലേ, നമുക്ക് സെയിം റൂമിൽ ഷെയർ ചെയ്യണം ആളെ കൂടെ. അങ്ങനെ അതൊരു നെഗറ്റിവിറ്റി. അപ്പം ആളെ കൂടെ എന്നും പോകണം. ആൾ പഠിക്കുന്നത് കാണലുമില്ല ഞാൻ രാത്രി. അതായത് ആൾ സയൻസാണ്. പക്ഷെ എൻ്റെ കോൺഫിഡൻസ് എന്താ, 2 കൊല്ലം കൊമേഴ്സ് എടുത്താൽ ഞാൻ 2 മാസം കൊണ്ട് എനിക്ക് ഈ ക്രാഷ് കോഴ്സ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. പക്ഷേ 2 കൊല്ലം സയൻസ് എടുത്തിട്ട് 2 മാസം കൊണ്ട് അവൻ കൊമേഴ്സ് എന്താക്കാനാ എന്നായിരുന്നു എൻ്റെ ഒരു കൺസെപ്റ്റ്. ഞാനും പഠിക്കില്ല, സയൻസുകാരൻ പഠിക്കുന്നില്ല, അവനെ കൊമേഴ്സുകാരൻ എന്തിനാണ് പഠിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം രാത്രി ഒരു 3-3:30 സമയമായപ്പോഴാണ് പെട്ടെന്നൊരു ശബ്ദം കേട്ട് എഴുന്നേറ്റപ്പോണ്ട് ഈ പയ്യൻ ഒരു അണ്ടർടേക്കർ എഴുന്നേൽക്കുന്ന പോലെ എഴുന്നേറ്റിരുന്ന് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ 3-3:30 ആൾ എഴുന്നേറ്റ് പോയി പഠിക്കാൻ പോവുക, ആരും ഇല്ലാത്ത സമയത്ത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇങ്ങനെയാണ് ഇവൻ ഫുൾ A+ ഒക്കെ വാങ്ങുന്നതല്ലേ. ഞാനും 3-3:30 എഴുന്നേറ്റ് പഠിക്കാൻ നോക്കി ഇവൻ്റെ കൂടെ. നോക്കിയപ്പം 6:30-7 മണിയാകുമ്പോൾ ഞാൻ ബുക്കിൻ്റെ മുന്നിൽ കിടന്നുറങ്ങുന്നുണ്ടാവും, ഇവൻ ബെഡ് കിടന്നുറങ്ങുന്നുണ്ടാവും. അപ്പം എനിക്ക് വർക്കൗട്ട് ആയില്ല എന്ന് മനസ്സിലായി. ഇതാണ് അടുത്ത മോറൽ ഓഫ് സ്റ്റോറി. നമുക്ക് പഠിക്കേണ്ട ഒരു സമയം ഉണ്ടാവും. അതായത് മറ്റുള്ളവർ കോപ്പി അടിക്കരുത് പഠിക്കുന്നത്. അവർ രാവിലെ പഠിക്കുന്നത്, നമ്മൾ രാത്രി പഠിക്കുന്നത്, അങ്ങനെ കോപ്പി അടിക്കരുത്. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സമയത്ത് പഠിച്ചു കഴിഞ്ഞാൽ സംഭവം വർക്കൗട്ട് ആവും. എന്തും ഇൻട്രസ്റ്റോട് കൂടി കംഫർട്ടബിളായിട്ട് ചെയ്താലേ വർക്കൗട്ട് ആവുള്ളൂ, അല്ലെങ്കിൽ വർക്കൗട്ട് ആവില്ല. അതായിരുന്നു അവിടെ നിന്ന് കിട്ടിയൊരു പാഠം. ആൻഡ് ഫൈനലി CPT എക്സാം എഴുതിയപ്പം ഓഫ് കോഴ്സ് ഞാൻ പെർഫോമൻസ് മോശമാണല്ലോ, തോറ്റുപോയി. ഈവൻ അക്കൗണ്ടൻസി അടക്കം തോറ്റു. എനിക്ക് അക്കൗണ്ടൻസിയിൽ ആക്ച്വലി ഫുൾ മാർക്കാണ് +2-ലൊക്കെ. അക്കൗണ്ടൻസി ഫേവറേറ്റ്സ് ആണ്. ഈവൻ എനിക്ക് ഒറ്റക്ക മാർക്കാണ് കിട്ടിയത് CPTയിൽ. ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി. അതിന് മാത്രമല്ല, ഞാൻ ഇവൻ വിളിച്ചപ്പോൾ അവൻ പാസ്സായി. അത് ഭയങ്കരമായൊരു ഡൗണായി. അതായത് സയൻസുകാരനായ അവൻ 2 മാസം കൊണ്ട് ക്രാഷ് എടുത്ത് പാസ്സായി, കൊമേഴ്സുകാരനായ ഞാൻ പാസ്സായില്ല എന്നുള്ള നമുക്ക് അങ്ങനൊരു, നമ്മൾ മനുഷ്യനല്ലേ, എങ്ങനെയായാലും നമുക്കൊരു ഒരു ടൈപ്പ് ഓഫ് സാധനം നമ്മളെ മൈൻഡിൽ കയറും. അതായത് അവൻ പാസ്സായില്ല, ഞാൻ വീട്ടിലങ്ങനെ പറയും. അതായത് അവൻ പാസ്സായി, അവന് വീട്ടിലറിയാം പാസ്സായില്ല എന്നുള്ളത്. അങ്ങനെ വീട്ടുകാർ അപ്പം നല്ല സപ്പോർട്ട്. വീട്ടുകാർ പറഞ്ഞ് നിനക്ക് ഡിസൈഡ് ചെയ്യാം വാട്ട് ടു ഡു. അതായത് ഒന്നെങ്കിൽ ഡിഗ്രിക്ക് പോവാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തോ, ഇതെന്നെ കണ്ടിന്യൂ ചെയ്തോ. അങ്ങനെയാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് അന്ന് റിപ്പീറ്റർ ബാച്ച് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇവിടെ പറയാൻ പാടുണ്ടെന്ന് അറിയില്ല, ആ ഇൻസ്റ്റിറ്റ്യൂട്ട് അന്ന് ഒരു ഓഫറും വെച്ച്, അതായത് CA ഫൗണ്ടേഷൻ തോറ്റാൽ എന്താ ACCയിലോട്ട് ഒരു ഡിസ്കൗണ്ട് തരാമെന്ന്. ഞാൻ ഓൾറെഡി CA ഫൗണ്ടേഷൻ തോറ്റിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അന്ന് ACCA ഈസ് അപ്കമ്മിങ്, അതായത് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം നീഡ് സം സ്റ്റുഡൻസ് ഫോർ ACCA. അപ്പോൾ അതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ ചെയ്തതാണ്. ഞാൻ കുറ്റം പറയല്ല, പക്ഷേ നമ്മൾ തോറ്റ ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു മെസ്സേജ് വരുമ്പോൾ ഒരു ഇതാണ്. റിപ്പീറ്റർ ബാച്ച് ഫ്രീ ആയിരുന്നു. ഞാൻ റിപ്പീറ്റർ ബാച്ചിൽ ജോയിൻ ചെയ്തു. ആദ്യം തന്നെ ഞാൻ ഹോസ്റ്റൽ കട്ട് ചെയ്തു. കാരണം ഹോസ്റ്റൽ എനിക്ക് സെറ്റ് ആവുന്നില്ല എന്ന് തോന്നി. എനിക്ക് ഫുഡ് അല്ലെങ്കിൽ സ്ലീപ്പ് ഇതൊക്കെ ഓക്കെ ആയില്ലെങ്കിൽ പഠനം നടക്കില്ല എന്ന് തോന്നി. ഞാൻ എന്താക്കി, ട്രെയിൻ വഴി, ഞാൻ കാലിക്കറ്റാണ് പഠിച്ചത്, ട്രെയിൻ വഴി പോയി വരുന്ന രീതിയിലാക്കി. റിപ്പീറ്റർ ബാച്ച് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സമയം എടുത്ത് പഠിക്കാം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, സമയം എടുത്ത് പഠിക്കാൻ വിചാരിച്ച് ഡെയിലി പോകുമ്പം ഈ നമ്മുടെ ട്രെയിൻ ഞാൻ യൂസ് ചെയ്യും പഠിക്കാൻ വേണ്ടിയിട്ട്. അന്ന് ഈ സീസൺ ടിക്കറ്റുകാർക്ക് സ്ലീപ്പറിൽ കയറാനുള്ള ഒരു അങ്ങനെയൊന്നും ഇല്ല ശരിക്കും, പക്ഷേ എല്ലാവരും കയറുന്നതുകൊണ്ട് ഞാനും കയറും. അങ്ങനെ ആ സ്ലീപ്പറിലാകുമ്പോൾ കുറച്ച് സ്പേസ് ഉണ്ടാവും, അവിടെ എവിടെയെങ്കിലും ഇരുന്നിട്ട് അന്നന്ന് എടുക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ പഠിക്കും. പിന്നെ വീട്ടിലെത്തിയിട്ട് ബാക്കി ഒന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റ്. അപ്പോൾ ആ വേയിൽ ഞാൻ എൻ്റേതായ ഒരു സ്റ്റഡി സ്റ്റൈൽ ഞാൻ കീപ്പ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഡെയിലി MCQ ചെയ്യും. അതായത് ഞാനൊരു MCQ ബുക്കിലെട്ട് വാങ്ങി, ആരും അറിയാതെ. അതായത് ഒരു വലിയ ഒരു MCQ സ്കാനർ എന്ന് പറയും, ഫുൾ സ്കാനർ വാങ്ങിയിട്ട് ഫുള്ള് ചെയ്യാൻ തുടങ്ങി. ഡെയിലി ഒരു 20 ബേസ് ക്വസ്റ്റ്യൻസ് എല്ലാ സബ്ജക്റ്റിൻ്റെയും ചെയ്യാൻ തുടങ്ങി. അവസാനം എക്സാം ആവുന്നതിന് മുന്നേ ഏകദേശം ആ ഫുൾ സ്കാനർ കംപ്ലീറ്റ് ചെയ്ത്, ഏകദേശം ഒരു 1000 മേലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഫുൾ കംപ്ലീറ്റ് ചെയ്ത്. അപ്പം കോൺഫിഡൻസിൻ്റെ അറ്റ് പീക്ക് എക്സാം എഴുതാൻ പോയത്, അറ്റ് പീക്കിലാണ്, കോൺഫിഡൻസിലാണ് എക്സാം എഴുതാൻ പോയത്. ഓഫ് കോഴ്സ് എക്സാം എഴുതിയപ്പോൾ തന്നെ ഉറപ്പായിരുന്നു ഞാൻ പാസ്സാവുന്നത്. ഓഫ് കോഴ്സ് പാസ്സായി, ഈസി ആയിട്ട് പാസ്സായി. അതായത് ഈസി, ദാറ്റ് മീൻസ് അവിടെ മനസ്സിലാക്കിയ ഒരു കാര്യം, MCQ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് പഠിക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗം MCQ കുറേ ചെയ്യുക എന്നുള്ളതാണ്.
കൺസെപ്റ്റ് ഓറിയൻറ്റഡ് നോക്കണമെങ്കിലും MCQ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ കുറേ പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം. അപ്പം CMAയിലൊക്കെ CAT അല്ലെങ്കിൽ CMA ഫൗണ്ടേഷൻ, ഇപ്പോൾ CAയിലാണെങ്കിലും MCQ ബേസ്ഡ് എക്സാംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പഠിക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗം ഡു മോർ MCQs. എത്രത്തോളം MCQ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം MCQ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. സോ ഫൗണ്ടേഷൻ പാസ്സായി, നല്ല സന്തോഷം, വീട്ടിൽ സന്തോഷം. ആൻഡ് നെഗറ്റീവ്സ് പറയുന്ന ആൾക്കാരുണ്ടാവും സ്റ്റിൽ, ഏറ്റവും കൂടുതൽ റിലേറ്റീവ്സ്. അതായത് അതൊക്കെ ഫൗണ്ടേഷനല്ലേ പാസ്സായിട്ടുള്ളൂ, ഇൻ്റർവ്യൂ എടുക്കല്ലേ, ബാക്കി ഉണ്ടല്ലോ എന്നുള്ള ഒരു ഇത്. കാരണം അന്ന് എല്ലാവർക്കും നോളജ് ആയി തുടങ്ങി. CA എന്താ, അതിൽ ഫൗണ്ടേഷൻ ഉണ്ട്, ഇൻ്റർ ഉണ്ട്, ഫൈനലുണ്ട്, ഏകദേശം എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൽ ചോദിക്കുന്നത് തന്നെ അതായിരിക്കും. ഇപ്പോൾ സ്റ്റിൽ എന്നോട് ചോദിക്കുന്നത് ഞാൻ CA ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനലൊക്കെ കിട്ടിയോ എന്നാ ചോദിക്കാം. സ്റ്റിൽ ചോദിക്കുന്നവരുണ്ട്. അതായത് അവർക്ക് അത്ഭുതമാണ്, അതായത് മീൻസ് കിട്ടുമോ ഇതൊക്കെ, ഇതൊക്കെ ഒരാൾക്ക് പറ്റുന്ന കാര്യമാണോ എന്നുള്ള ഇതിൽ ചിന്തിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാർ. ഇപ്പോൾ സ്റ്റിൽ ഇപ്പോൾ അടുത്ത് എൻ്റെ വീട്ടിലൊരാൾ വന്ന്, ഒരു ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരാൾ, അപ്പോൾ എൻ്റെ ബോർഡ് ഇങ്ങനെ CAൻ്റെ ബോർഡ് കണ്ടപ്പം എന്നോട് നിങ്ങൾ CA കാരനാണല്ലേ? അപ്പം ആണ്, ശരിക്കും CA ഫൈനൽ പാസ്സായിക്കണ്. പിന്നെ ഞാൻ പാസ്സാവാതെ ബോർഡ് വെക്കുമോ? മീൻസ് അവർക്ക് ഭയങ്കര ഒരു അത്ഭുതമാണ് ആക്ച്വലി. ഇപ്പം എൻ്റെ നാട്ടിൽ തന്നെ ആകെ 3 CA കാരുള്ളൂ. എൻ്റെ നാട്ടിൽ എൻ്റെ വീട് നിൽക്കുന്ന സ്ഥലത്ത് ആകെ 3 CA കാർ മാത്രമേ ഉള്ളൂ. ഞാനും വേറൊരാളും പിന്നെ കുറച്ച് സീനിയർ ആയിട്ടുള്ള ഒരാളും. പിന്നെ പഠിക്കുന്ന ഒരുപാട് കുറച്ച് ആൾക്കാരും ഉള്ളൂ. പക്ഷേ ഈ കോഴ്സ് പഠിക്കുന്നവരും കുറവാണ്. ഈവൻ എഞ്ചിനീയേഴ്സ് ആണെങ്കിലും ഒരുപാടുണ്ട്, ഡോക്ടേഴ്സ് ആണെങ്കിലും ഒരുപാടുണ്ട്. പക്ഷേ ഈ ഫീൽഡിൽ വരുന്നവർ കുറവാണ്. പക്ഷേ വന്നവർ കുറേ ആൾക്കാർ, ചില ആൾക്കാർ ഡ്രോപ്പ് ഔട്ടായി പോകുന്നുണ്ട്. അപ്പോൾ അത് വേറൊരു റീസണാണ്. ഡ്രോപ്പ് ഔട്ട് ആവുന്നതിൻ്റെ റീസൺ എന്താ പറയുക, അവർ ഡെഡിക്കേറ്റഡ് അല്ല, അല്ലെങ്കിൽ അവർ ഈ കോഴ്സിനെ അറിയാതെയാണ് എടുത്തത്, കോഴ്സ് എന്താണെന്ന് അറിയാതെ എടുത്തു. അപ്പം അതാണ് ഇതിൻ്റെ റീസൺ. ഈ പല കുട്ടികളും +2 വരെയൊക്കെ ചിലപ്പം ക്ലാസ് ടെസ്റ്റിന് പോലും ഒരു തവണ പോലും തോൽക്കാത്ത കുട്ടികളൊക്കെ ചിലപ്പോൾ ജീവിതത്തിലെ ആദ്യത്തെ ഒരു എക്സാം തോൽവി അറിയുന്നത് CA എടുത്തതിന് ശേഷമായിരിക്കും. അപ്പോൾ ഈ തോൽവി എന്ന് പറയുന്നത് വല്ലാത്ത അടിയായിരിക്കുമല്ലോ. ഇത് ഇപ്പോൾ സാറ് ഫസ്റ്റ് ഒരു ഫെയിലിയർ ഉണ്ടായത് പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് ഈ പറഞ്ഞ 2 ലെവലും കൂടെ കിടക്കുന്നുണ്ടല്ലോ, അവിടെയാണല്ലോ കൂടുതൽ തോൽവികൾ വരാൻ സാധ്യത. ഈ ഒരു കോഴ്സിലേക്ക് വരുമ്പോൾ ഈ ഫെയിലിയറിനെ ഫേസ് ചെയ്യാനൊരു മൈൻഡ് സെറ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതും, ഫെയിലിയർ ആയി കഴിയുമ്പോൾ മാർക്ക് നോക്കുന്നു ക്ലിയർ ആയിട്ടില്ല, ആ ഒരു സമയത്തെ ഇമോഷൻ എങ്ങനെയാണ്, അത് എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സാറിന് ആൻസർ? അതിലാദ്യം വേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പാരൻസ് സപ്പോർട്ടാണ്. ഇവൻ ഞാൻ പാരൻസിനെ വിളിച്ച് സംസാരിക്കാറുണ്ട്. ചില പാരൻസ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. ഇപ്പോൾ ചില പെൺകുട്ടികളൊക്കെ പറയാറുണ്ട്, അതായത് എൻ്റെ പാരൻസ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഈ പ്രാവശ്യം തോറ്റ് എന്നെ കെട്ടിച്ചു വിടുന്ന പറയുന്നതെന്ന്. സോ അങ്ങനെയൊക്കെ സ്ട്രിക്ട്ലി പറയുന്ന ആൾക്കാരുണ്ട്. ഒരിക്കലും അങ്ങനെ പറയരുത്. അപ്പോൾ അത് പ്രഷറൈസ് ചെയ്യുക. സോ ഞാൻ എപ്പോഴും പറയും, ഒരു പാരൻസിൻ്റെ സപ്പോർട്ട് ഞാൻ പറയും. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഞാൻ CA-കാരനാവാനുള്ള ഏറ്റവും വലിയ റീസൺ എൻ്റെ പാരൻസാണ്. ദാറ്റ് മീൻസ് ഞാൻ തോൽക്കുമ്പോൾ അവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒറ്റ കാര്യം പറയുള്ളൂ, എന്തുകൊണ്ട് തോറ്റു എന്ന് മനസ്സിലാക്കുക, അടുത്തതിൽ ഇത് ബെറ്റർ ആക്കുക. ഞാൻ അതാ ചെയ്തിരുന്നത്. ഓരോ തവണ തോൽക്കുമ്പോഴും ഞാൻ എന്തുകൊണ്ട് തോറ്റ്, ദാറ്റ് മീൻസ് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത്, ആ മിസ്റ്റേക്ക് ക്ലിയർ ചെയ്യും. ആ മിസ്റ്റേക്ക് ക്ലിയർ ചെയ്തിട്ടുണ്ട്, അടുത്തതിൽ അത് പാസ്സായിട്ടുണ്ട്. സോ അതാണ് ഇതിൻ്റെ വേ. അതായത് പിന്നെ അക്സെപ്റ്റൻസ് ആണ്. അതായത് ഞാനിപ്പം ഫെയിലിയർ ആയിട്ടുണ്ട്, ഞാൻ പാസ്സായിട്ടുണ്ട്. പാസ്സായ സമയത്ത് ഞാൻ ഓവർ ആഹാ എന്ന് പറഞ്ഞ് നിൽക്കില്ല. ഫെയിലിയർ ആയ സമയത്ത് അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. ദാറ്റ് മീൻസ് കരഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ഫൗണ്ടേഷനേക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ കരഞ്ഞത് ഇൻ്ററിൻ്റെ ജേണിയിലാണ് ഞാൻ കരഞ്ഞത്. ഐ ഫെയിൽഡ് ഫോർ 196. 4 മാർക്ക് ഉണ്ടെങ്കിൽ ഞാൻ ജയിച്ചിരുന്നു. 200 മാർക്കാണ് 196 തോറ്റ്. അതൊരു മാജിക്കൽ സ്റ്റോറി അവിടെ പറയാനുണ്ട്. ഒരു എന്താ പറയുക, നമ്മൾ ഡെഡിക്കേഷനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകം മൊത്തം നമ്മൾ കൂടെ നിൽക്കുന്നു അറിയില്ലേ, അങ്ങനെ ഒരു സ്റ്റോറി പറയാനുണ്ട്. കേട്ടാൽ ചിലപ്പം പല ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ ഇതിൽ പറ്റുമോ, CAയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് തോന്നാം. ഇത് വെച്ച് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്നുള്ള ഒരു സംശയം തോന്നാം. ഓക്കെ, ഞാൻ പറയാം. അതായത് ഇൻ്റർ ബോത്ത് ഗ്രൂപ്പാണ് അന്ന് അറ്റൻഡ് ചെയ്യാം. ക്ലാസ്സൊക്കെ ബോത്ത് ഗ്രൂപ്പിനാണ് കൊടുക്കുക. ഇപ്പോഴും കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട് ബോത്തിനാണ് കൊടുക്കുന്നത്, ചില സിംഗിൾ ഗ്രൂപ്പിനുള്ള ക്ലാസ്സും കൊടുക്കുക. അപ്പോൾ അന്ന് ബോത്ത് അറ്റൻഡ് ചെയ്യാന്നുള്ള രീതിയിലാണ് പോവുക. അങ്ങനെ ആ സമയത്ത് ഇപ്പം എല്ലാവർക്കും ഒരു വിശ്വാസം വന്നു തുടങ്ങി. എനിക്ക് ഫൗണ്ടേഷൻ കിട്ടിയോടുകൂടി ഇവിടെ വിചാരം എന്താ, ഓക്കെ പാരൻസിനൊക്കെ വീട്ടുകാരൊക്കെ വിചാരം ഇപ്പം അവൻ ക്ലിയർ ചെയ്ത് പോയിക്കോളും എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ ഇൻ്ററിൽ ജോയിൻ ചെയ്തു, ക്ലാസ്സൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ ഇൻ്ററിൽ ജോയിൻ ചെയ്യുമ്പം എൻ്റെ മറ്റേ ആൾ അപ്പുറത്ത് ഇൻ്ററിൽ, അതായത് എൻ്റെ കൂടെ അന്ന് ഉണ്ടായിരുന്ന ആൾ അപ്പുറത്ത് ഇൻ്റർ പഠിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇൻ്ററിൽ ജോയിൻ ചെയ്തു, ക്ലാസ്സൊക്കെ തുടങ്ങി. ക്ലാസ് ഏകദേശം കഴിഞ്ഞു. എനിക്ക് നവംബറിൽ എക്സാം വരിക. അപ്പം ഒക്ടോബർ സമയത്ത് സ്റ്റഡി ലീവ് വന്നു. ആ സമയത്തായിരുന്നു എൻ്റെ ബ്രദറിൻ്റെ കല്യാണം ഫിക്സ് ചെയ്ത സമയമാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ എക്സാം അല്ല, എല്ലാവരും കല്യാണത്തിൻ്റെ തിരക്കിലാണ്. എൻ്റെ വീടാണെങ്കിൽ തറവാട് വീടാണ്. അപ്പം റിനോവേഷൻ വർക്ക് നടന്നു. റൂമൊന്നുമില്ല, അതായത് ഫുൾ പൊളിച്ച്, അതായത് വീട് ഏകദേശം പൊളിച്ച്. അപ്പം ടു സ്റ്റഡി ചെയ്യാനുള്ള ഒരു പഠിക്കാനുള്ള സാഹചര്യം വേണ്ടേ, ആ സാഹചര്യം ഇല്ല. അപ്പോൾ ഈ ടെറസിൻ്റെ മുകളിൽ ഞാനൊരു ഇങ്ങനെ ഇത് കെട്ടിയിട്ട് അവിടുന്ന് ഒരു ലൈറ്റ്, ഒരു വയറ് വലിച്ച് ലൈറ്റ് ഇട്ടിട്ട് രാത്രിയാണ് കംഫർട്ടബിൾ ടൈം. രാവിലെ ഞാൻ എണീക്കില്ല. എക്സാം ടൈമിൽ ഒരു ഇതുവരെ രാവിലെ എഴുന്നേറ്റ് പഠിച്ചിട്ടുണ്ടാവില്ല. രാവിലെ എഴുന്നേക്കില്ല ഞാൻ. എനിക്ക് രാത്രി എത്ര സമയം വേണമെങ്കിലും പോകും. അതാണ് ഇപ്പോഴത്തെ പിള്ളേരോടും പറയാം, കംഫർട്ടബിൾ ടൈം ചൂസ് ചെയ്യുക, പഠിക്കുക. ഇന്ന സമയമൊന്നുമില്ല. രാത്രി 3, 4, 5 വരെയൊക്കെ പോകും, അങ്ങനെ പോകും. പിന്നെ രാവിലെ കിട്ടില്ല. അപ്പം എനിക്ക് രാത്രി പഠിക്കണം. അപ്പോൾ രാത്രി ഞാൻ അങ്ങനെ രാത്രി ഒറ്റയ്ക്ക് ഈ ഇരുട്ടത്ത് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ മറ്റേ മെരുകൊക്കെ അല്ലേ, വെരുകൊക്കെ പോകണമൊക്കെ കാണാം. നല്ല രസമായിരുന്നു രാത്രി ആ ഒരു മൊമെൻറ്റ്.
അങ്ങനെ കഷ്ടപ്പെട്ട്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെടാന്നറിയില്ല, അങ്ങനെ ഇഷ്ടപ്പെട്ട് തന്നെ കഷ്ടപ്പെടുന്നത്, അങ്ങനെ ഭയങ്കര ഇതല്ല, സ്ട്രഗിൾ ചെയ്യുക അങ്ങനെയല്ല, സ്ട്രഗിൾ ചെയ്ത് ഈ സാഹചര്യം മോശമായതുകൊണ്ട് സ്ട്രഗിൾ ചെയ്ത്. അപ്പം എക്സാം എഴുതി, ബോത്തിനെ രജിസ്റ്റർ ചെയ്തത്, പക്ഷേ ഫോക്കസ്ഡ് ഓൺ ഫസ്റ്റ് ഗ്രൂപ്പ്. അന്ന് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം, അന്നൊരു മിത്തുണ്ട്, ഇപ്പോഴും മിത്തുണ്ട്, അതായത് ബോത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ പാവല്ലേ, അവർ എന്താ വെച്ചാൽ നല്ലപോലെ വാല്യൂ ചെയ്യും, ബോത്തല്ലേ എന്ന് വിചാരിച്ചിട്ട്, അങ്ങനെയൊന്നുമില്ല, വെറുതെയാണ്. അപ്പം അന്ന് ആ മിത്ത് തന്നെ ഞാൻ എന്ത് ചെയ്തു, ബോത്തിന് രജിസ്റ്റർ ചെയ്ത് സിംഗിൾ ഗ്രൂപ്പിൽ ഫോക്കസ് ചെയ്ത് ഫസ്റ്റ് ഗ്രൂപ്പിൽ ആൻഡ് എഴുതി. സെക്കൻഡ് ഗ്രൂപ്പ് എഴുതി, പക്ഷേ ഫോക്കസ്ഡ് അല്ല, തോൽക്കുന്ന ഉറപ്പാണ്. ഫസ്റ്റ് ഗ്രൂപ്പിൽ ഞാൻ 196 എനിക്ക് റിസൾട്ട് വന്നപ്പോൾ തോറ്റു. എൻ്റെ ബ്രദറിൻ്റെ കല്യാണമൊക്കെ ആ സമയത്ത് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ്, എല്ലാവരും അരവാരമൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലിരിക്കുമ്പോൾ 196 തോറ്റു. അപ്പം ഞാൻ ആ റിസൾട്ട് അറിയുന്നത് ആക്ച്വലി എൻ്റെ ഫാദറിൻ്റെ ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ, ഫാദറിൻ്റെ ഷോപ്പുണ്ട്, ഷോപ്പിൽ ഇടയ്ക്ക് ഞാനാ പോയി നിൽക്കാറ്. ഷോപ്പിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഈ റിസൾട്ട് അറിയുന്നത്. അപ്പോൾ ഫാദർ ചോദിച്ചു എന്തായി, ഞാൻ കിട്ടിയില്ല, തോറ്റു എന്ന് പറഞ്ഞു. ഫാദർ അപ്പം തന്നെ ബൈക്കിൽ തന്നെ വീട്ടിൽ കൊണ്ടാക്കി തന്നു, കാരണം എൻ്റെ മുഖഭാവം കണ്ടപ്പോൾ മനസ്സിലായി ഇനി ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല. അങ്ങനെ നേരെ വീട്ടിൽ കൊണ്ട് ഞാൻ നേരെ റൂം അടിച്ച് ഇരുന്ന് കരഞ്ഞു. കാരണം 4 മാർക്സിൽ ഞാൻ തോറ്റെ. 4 മാർക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് ലോയിൽ അന്ന് 33 മാർക്കാണ് കിട്ടിയത്. ലോയിൽ 40 വേണം, ഒരു പേപ്പറിൽ 40 വേണമല്ലോ. അപ്പം 7 മാർക്സിന് തോറ്റ്. അവിടെ 7 മാർക്ക് കിട്ടുകയാണെങ്കിൽ അഗ്രിഗേറ്റ് പാസ്സായി, ഞാൻ ക്വാളിഫൈഡ് ആയി. ബാക്കിയുള്ളതിൽ മാർക്കുണ്ട്. എനിക്ക് ഭയങ്കര സങ്കടം. അതായത് ഇനി എന്ത് ചെയ്യണം, ബാക്കി എല്ലാം പഠിക്കണം, അതായത് ആ ഗ്രൂപ്പ് മൊത്തം പഠിക്കണം. അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഇരുന്ന് കരഞ്ഞ സമയം അതായിരുന്നു, ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് എൻ്റെ സിസ്റ്റർ അപ്പം വീട്ടിലുണ്ടായിരുന്നു. സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു ഇതൊക്കെ എന്താ കുഴപ്പമില്ല, ഇവിടെ ഇത്രയും ആൾക്കാർ സപ്പോർട്ടില്ലേ, പിന്നെ ഇപ്പം എന്തിനാ. അപ്പം എൻ്റെ മൈൻഡ് അതല്ല, തോറ്റേന്നല്ല, ഞാൻ എഫേർട്ടായിരുന്നു. അതായത് ആ സമയത്ത് ഞാൻ അത്ര എഫേർട്ട് ഇട്ടിട്ട് തോറ്റപ്പം ആ ഒരു ഫീലായിരുന്നു. 2 ദിവസം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, ഞാൻ ഇരുന്ന് കരഞ്ഞ്. അങ്ങനെ ആ ദിവസം തന്നെ, അതായത് തോറ്റ ദിവസം തന്നെ എൻ്റെ മദർ ഒരു കാര്യം എന്നോട് ചോദിച്ചിരുന്നു. അതായത് ഉമ്മ അങ്ങനെ പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ കരഞ്ഞോണ്ട് ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കില്ല, എന്നോട് ചോദിച്ചു എടാ നമ്മൾ ഈ +1 +2 ഉള്ള പോലെ ഈ റീവാലുവേഷൻ ഒന്നും ഇതിലില്ലേ എന്ന് ചോദിച്ചു. അതായത് +1 +2 നമുക്ക് റീവാലുവേഷൻ ഓപ്ഷൻ ഉണ്ടല്ലോ, സോ സംതിങ് ലൈക്ക് ദാറ്റ്, അതുപോലെ എന്തെങ്കിലും ഇവിടെ CAലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ് അതൊക്കെ ഇവിടെ ഉണ്ടോ, അതൊന്നും ഇല്ല, അതൊക്കെ ഇല്ലല്ലോ എന്നുള്ളത്. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഇതുണ്ട്, റീവാലുവേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി, ദർ ഈസ് സംതിങ് റീവാലുവേഷൻ എന്തെങ്കിലും ഉണ്ടോ. അപ്പോൾ പറഞ്ഞ് റീവാലുവേഷൻ ഇല്ല, ദർ ഈസ് കൗണ്ടിങ് ഉണ്ട്, വാല്യൂ ചെയ്യില്ല, നമ്മളെ പേപ്പർ ഒന്നും കൂടി കൗണ്ട് ചെയ്യും, മാർക്ക് കറക്റ്റ് മാർക്ക് ഒന്നും കൂടി കൗണ്ട് ചെയ്യുന്നേ ഉള്ളൂ, റീവാല്യൂ ചെയ്യില്ല. അപ്പം ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ച് ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിച്ച് നോക്കി, അവർക്കറിയില്ല. ഗൂഗിൾ ചെയ്ത് അപ്പം മനസ്സിലായി ഒരു ഫോം ഉണ്ട്, ഫോം ഫില്ല് ചെയ്യുക, ദാറ്റ് മീൻസ് ഓൺലൈനായിട്ട് ഫില്ല് ചെയ്യുക, ഒരു എമൗണ്ട് അടക്കുക ഒരു പേപ്പറിന്. ആൻഡ് നമ്മളെ കൈപ്പടയിൽ നമ്മളൊരു ലെറ്റർ എഴുതണം, അതായത് നമ്മളെ കൈപ്പടയിൽ തന്നെ വേണം, നമ്മളെ ഹാൻഡ് റൈറ്റിങ്ങിൽ ഒരു ലെറ്റർ, റിക്വസ്റ്റ് ലെറ്റർ എഴുതണം. സത്യം പറഞ്ഞാൽ റിക്വസ്റ്റ് ലെറ്റർ കോമഡി ആയിരുന്നു. എൻ്റെ സങ്കടം മൊത്തം റിക്വസ്റ്റ് ലെറ്ററിൽ ഉണ്ടായിരുന്നു. കാരണം അങ്ങനെയൊന്നും എഴുതാൻ പാടില്ല. ഞാനിങ്ങനെ ഇതിൽ 33 ഫോർമലായിട്ട് കൊടുക്കേണ്ടതാണ്. 33 കൊണ്ട് 40 ആയിരുന്നെങ്കിൽ ഞാൻ പാസ്സായേനെ. അങ്ങനെ വേണ്ടി സങ്കടത്തോട് ചെയ്തല്ലേ. അങ്ങനെ അത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്തു. എൻ്റെ ബ്രദറിൻ്റെ ലാപ്ടോപ്പ് അന്ന് അവിടെ ഉണ്ടായിരുന്നു, വെച്ച് അപ്ലോഡ് ചെയ്തു. ബ്രദർ ഇപ്പോഴും തോന്നുന്നു ആ ഒരു സാധനം എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, എൻ്റെ റിക്വസ്റ്റ് ലെറ്റർ. അപ്പം ബ്രദറിൻ്റെ പൈസ വെച്ചിട്ട് തന്നെ ഞാൻ എന്ത് ചെയ്തേ, അടച്ച് ഒക്കെ കംപ്ലീറ്റ് ആയി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല, അതായത് അത് കംപ്ലീറ്റ് ആയിപ്പോയി. അതിൻ്റെ റിസൾട്ട് വരണമെങ്കിൽ വിൽ ടേക്ക് ഓൺലി 2 months ഒക്കെ എടുക്കും, ചിലപ്പോൾ 2 മാസമൊക്കെ എടുത്താലാണ് അതിൻ്റെ സ്റ്റാറ്റസ് അറിയാം. ഞാൻ വീണ്ടും പഠിക്കാൻ തുടങ്ങി. അടുത്ത എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്തു. മെയിൽ ബോത്ത് ഗ്രൂപ്പിന് വേണ്ടി രജിസ്റ്റർ ചെയ്തു. അങ്ങനെ Jan-Feb അങ്ങനെ റിസൾട്ട് വന്നത്. Jan-Feb റിസൾട്ട് വന്ന് മാർച്ചായി. March 30 ആ ദിവസം ഞാൻ മറക്കില്ല. March 30 എൻ്റെ ബ്രദറിൻ്റെ ലാപ്ടോപ്പ് ബ്രദറിൻ്റെ റൂമിൽ നിൽക്കുന്നത് കണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, അയ്യോ ഞാനിതിലല്ലേ നമ്മൾ അന്ന് ഇത് റീവാലുവേഷന് കൊടുത്തേ, നോക്കണ്ടല്ലേ. അപ്പോൾ ഓർമ്മ വരുന്നത് ഞാൻ വീണ്ടും പഠിച്ചെത്തിക്കണം. അടുത്ത അത് മെയിൽ എക്സാമാണ്, March 30 വീണ്ടും. അങ്ങനെ ഞാൻ ജസ്റ്റ് എടുത്ത് സ്റ്റാറ്റസ് ഒക്കെ ചെയ്തപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് പാസ്ഡ്, ന്യൂ മാർക്ക് ഷീറ്റ് വിൽ ബി ഡിസ്പാച്ച്ഡ് സൂൺ. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് 1 പാസ്സായി. പുതിയ മാർക്ക് ഷീറ്റ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഉടനെ അയച്ചുതരാം. ദാറ്റ് മീൻസ് അത് ഭയങ്കര എന്താ പറയുക, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല വെതർ ഇത് കറക്റ്റാണോ അല്ലേന്ന്. കാരണം ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പം എനിക്ക് 2 മാർക്ക് ഷീറ്റ് ഉണ്ട്. മെയിൽ വന്നിട്ട് എത്ര ദിവസമായിരുന്നു അപ്പോൾ? ഇത് കുറേ മുമ്പേ വന്നിട്ടുണ്ടാവും ചിലപ്പോൾ, ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. മെയിലല്ല, ദാറ്റ് മീൻസ് സ്റ്റാറ്റസ് എന്നുണ്ടാവും, ചെക്ക് ചെയ്യണം. ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല, എനിക്ക് വിശ്വാസമാവുന്നില്ല. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വിളിച്ചപ്പോൾ അവർക്ക് അറിയില്ല അങ്ങനെയൊക്കെ ഉണ്ടല്ലേ ഇങ്ങോട്ട്. അപ്പം കാര്യമില്ല, വിളിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ഞാൻ എനിക്ക് പേഴ്സണലി അറിയുന്ന വേറൊരു സാറ് വിളിച്ച്, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ടായിരുന്ന സാറ് വിളിച്ച്. സാറിന് ഭയങ്കര കോൺടാക്റ്റ് ആയിരുന്നു. സാറ് വിളിച്ചിട്ട് സാറിന് വിശ്വാസമാവുന്നില്ല എങ്ങനെ ഉണ്ടോയെന്ന്, കാരണം അങ്ങനെ ആരും ജയിക്കലില്ല. അങ്ങനെ സാറ് എൻ്റെ കയ്യിൽ നിന്ന് ലോഗിൻ ഐ ഡി ഒക്കെ വാങ്ങിയിട്ട് സാറ് നോക്കിയിട്ട് രാത്രി വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഈ പാസ്സായടാ, ഫസ്റ്റ് ഗ്രൂപ്പ് പാസ്സായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ വിശ്വാസമാവുന്നില്ല. പിറ്റേ ദിവസം രാവിലെ ഞാൻ ICI ഡൽഹിക്ക് വിളിച്ചിട്ട് ചോദിച്ച് ഞാൻ പാസ്സായിക്കണോ. അവർ പറഞ്ഞ് പാസ്സായിട്ടുണ്ട്, പുതിയ മാർക്ക് ഷീറ്റ് തന്നെ അയച്ചു തരും. അപ്പോൾ എൻ്റെ മാർക്ക് ഷീറ്റ് 2 ഉണ്ട് ഗ്രൂപ്പ് 1. അതായത് 1 നോർമലും തോറ്റതും, 2 റിവൈസ്ഡ് എന്ന് മേലെ എഴുതിയിട്ടുണ്ട് മാർക്ക് ഷീറ്റിൽ. സോ ഇതൊരു മിറാക്കിളായിരുന്നു ആക്ച്വലി. അതൊന്നും എൻ്റെ മുമ്പ് അത് പറഞ്ഞില്ലെങ്കിലോ, അതായത് റീവാലുവേഷനെ കുറിച്ചൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല വെച്ചാൽ ഞാൻ വീണ്ടും അടുത്ത മെയിൽ വീണ്ടും അപ്പിയർ ചെയ്യുന്നുണ്ടാവും ഫസ്റ്റ് ഗ്രൂപ്പ്. സോ ഫസ്റ്റ് ഗ്രൂപ്പ് അങ്ങനെ പാസ്സായി. സോ ഫസ്റ്റ് ഗ്രൂപ്പ് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെയാണ്,
പക്ഷേ ഈ ഒരു റീവാലുവേഷൻ സ്റ്റോറി ഇത് ആരും പറയാത്തൊരു സ്റ്റോറി ആയിരിക്കും. ഇങ്ങനെ ഒരു സംഭവം ആരും പറഞ്ഞിട്ടുണ്ടാവില്ല. ഇറ്റ്സ് എ മിറാക്കിൾ ആക്ച്വലി. നമ്മളാ പറഞ്ഞത് നമ്മൾ അത്രയും എഫേർട്ട് ഇട്ട് തയ്യാറാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു അറ്റംപ്റ്റിൽ പാസ്സാവും. ദാറ്റ്സ് ദി കേസ്. നമ്മൾ എഫേർട്ട് ഇടാൻ തയ്യാറ്, ആ ജെന്യൂൻ എഫേർട്ട് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പാസ്സാവും. അത് എല്ലാ കേസിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ പിന്നെ ഗ്രൂപ്പ് 2 ഉഴപ്പി. കാരണം ഗ്രൂപ്പ് 1 പാസ്സായതിൻ്റെ ആവശ്യത്തിലേക്കല്ലേ മെയിൽ എന്ത് അപ്പം പൈസ ഒക്കെ തിരിച്ചിട്ടിട്ടോ. അതായത് ഫസ്റ്റ് ഗ്രൂപ്പ് രജിസ്റ്റർ ചെയ്തതിൻ്റെ പൈസ ഒക്കെ DD ആയിട്ട് അയച്ചെന്നു, റീവാലുവേഷൻ ചെയ്തതിൻ്റെ പൈസ, അതായത് റീവാലുവേഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, പൈസ ഒക്കെ തിരിച്ചു വരും. അപ്പോൾ ചേഞ്ച് ആയ മാർക്ക് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 33 കറക്റ്റ് 40 കറക്റ്റ് 40 എന്തായി. അതങ്ങനെ ഉണ്ട് ആക്ച്വലി. അതും പല ആൾക്കാർക്ക് ഉള്ള ഒരു ടിപ്പാണ് ആക്ച്വലി. ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ടിപ്പ്. അതായത് ഇപ്പോൾ 4 പേപ്പർ ഉണ്ട് ഒരു ഗ്രൂപ്പിൽ. ഇപ്പോൾ CMA ആണെങ്കിലും C ആണെങ്കിൽ ഇപ്പോൾ 3 പേപ്പർ. ഇപ്പം ഏതെങ്കിലും ഒരു പേപ്പർ ചിലപ്പം ടഫായിരിക്കും. അതെന്തിനാ പിടിച്ചിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പല ആൾക്കാർ എന്ത് ചെയ്യും, അവിടെ അതിൽ വീഴും, ബാക്കി അറ്റംപ്റ്റ് ചെയ്യില്ല, ബാക്കി അവിടെ വെച്ച് നിർത്തും. അങ്ങനെ ചെയ്യരുത്. ഒരു പേപ്പർ അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അപ്പിയർ ചെയ്യുക. ദാറ്റ് മീൻസ് ചെയ്യുക, മാക്സിമം ടു മാക്സിമം അവിടെ ചെയ്യുക. ആൻഡ് ബാക്കി പേപ്പേഴ്സ് ഉണ്ടല്ലോ, കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന പേപ്പേഴ്സിൽ മാക്സിമം ടു മാക്സിമം എന്ത് ചെയ്യുക, സ്കോർ ചെയ്യാനും ശ്രമിക്കുക. സോ ഡെഫിനറ്റ്ലി ഈ മാർക്ക് കുറയാൻ ചാൻസ് ഉള്ള സാധനത്തിൽ കറക്റ്റ് 40 കിട്ടി പാസ്സാവും. കുറേ മാർക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ഒരാൾക്ക് എഴുതി നോക്കിയാൽ കാണാം കറക്റ്റ് 40 കിട്ടി പാസ്സാവും. എങ്ങനെ കറക്റ്റ് 40 കിട്ടുക ഒരാൾക്ക് എഴുതിയിട്ട്? കറക്റ്റ് 40 എങ്ങനെ ഒരാൾക്ക് എഴുതാൻ പറ്റുക? കിട്ടില്ല. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 35+ ഒക്കെ ഏകദേശം മാർക്ക് ഉണ്ടെങ്കിൽ ഒരു പേപ്പറിൽ, ബാക്കി പേപ്പേഴ്സിൽ അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടെങ്കിൽ 35നെ 40 ആക്കി തരും. കാരണം ഒരു പേപ്പർ കൊണ്ട് അയാളെ എന്ത് ചെയ്യില്ല, തോൽപ്പിക്കില്ല ചെയ്യാൻ. അങ്ങനെ ഇവരെന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ അതോറിറ്റി തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. 35+ ഒക്കെ വന്ന് കയറുന്നുണ്ടെങ്കിൽ, കാരണം എനിക്കത് ഇൻ്റർലും അനുഭവമുണ്ട്, എനിക്ക് ഫൈനലിലും അനുഭവമുണ്ട്. കറക്റ്റ് 40 കിട്ടിയ സാഹചര്യം. കറക്റ്റ് 40ക്കൊന്നും നമ്മൾ എങ്ങനെ എഴുതുക, കറക്റ്റ് 40 എങ്ങനെ എഴുതുക? 39, 38 ഒക്കെ വന്നിട്ടുണ്ടാവും. അത് പല ആൾക്കാരും ശ്രദ്ധിക്കില്ല. അല്ല ടഫ് പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഔട്ട് വെച്ച് നിർത്തും. ഓക്കെ, ഇനി മതി, ഞാൻ അടുത്ത അറ്റംപ്റ്റ് നോക്കാം. അവിടെ വിടരുത്. അതാണ് ഇതിൻ്റെ ഒരു കാര്യം. ഓക്കെ. ആൻഡ് ഇനി ഫൈനൽ സ്റ്റേജ് ഉണ്ടല്ലോ. ഞാൻ എക്സൈറ്റഡ് ഇരിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞ് അവസാനം ക്വാളിഫൈഡ് എന്ന് കാണുന്നൊരു മൊമെൻ്റ് ഉണ്ടല്ലോ, ആ മൊമെൻറ്റിലേക്ക് ആണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ആ ജേണി കൂടി പറഞ്ഞു. ഓക്കെ. അപ്പം ഇനി ഫസ്റ്റ് ഗ്രൂപ്പ് കഴിഞ്ഞു, സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ കാര്യമല്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആർട്ടിക്കിൾഷിപ്പിന് ജോയിൻ ചെയ്തു. ആദ്യം ഞാൻ ആർട്ടിക്കിൾഷിപ്പിൻ്റെ കാര്യം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ CA ജേണി. എന്നെ ഞാനാക്കിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആർട്ടിക്കിൾഷിപ്പാണ്. എൻ്റെ ആർട്ടിക്കിൾഷിപ്പ് CMAയിലാണെങ്കിൽ, ഇപ്പം CMAയിൽ ഒരു വലിയ പ്രശ്നമുണ്ട് CMA ഇന്ത്യയിൽ, ഈ ഡമ്മി ആർട്ടിക്കിൾഷിപ്പ് ഇടുന്ന ഒരു കാര്യം. അതായത് ട്രെയിനിങ്ങിന് പോവാതെ ഡമ്മി ആയിട്ട് ആർട്ടിക്കിൾഷിപ്പ് ഇട്ടിട്ട് പോകുന്ന വലിയ കോൺഫ്ലിക്റ്റ് ആവുന്ന വലിയൊരു സംഭവമാണത്. ഭയങ്കര കോൺട്രോവേഴ്സി ഇഷ്യൂ ആണത്. CAയിൽ അത് പിന്നെ പറ്റില്ല. CAയിൽ കുറവാണ് ഡമ്മി ആർട്ടിക്കിൾഷിപ്പ് ഇടുന്നത്. ആർട്ടിക്കിൾഷിപ്പ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആർട്ടിക്കിൾഷിപ്പ്. റിയൽ ലൈഫ് എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ അതെന്താ വെച്ച് കഴിഞ്ഞാൽ അത് വർക്ക് പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, നമുക്ക് ചീത്ത കേൾക്കും, അത് രസമാണ് ചീത്ത കേൾക്കാൻ. അതായത് അങ്ങനെയൊക്കെ ചീത്ത കേൾക്കണം. അതായത് കുറച്ച് പ്രഷർ കിട്ടണം, ഡെഡ് ലൈൻ മീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കിട്ടണം. അതായത് വി ആർ CA അല്ലെങ്കിൽ CMA ആണ്. നമുക്ക് ആ പ്രഷർ എന്തായാലും ആഫ്റ്റർ എന്താ പറയുക ക്വാളിഫിക്കേഷൻ ഉണ്ടാവും. സോ അതൊക്കെ മാനേജ് ചെയ്യുന്നത് ആക്ച്വലി ഇവിടെയാണ്. അപ്പോൾ ആർട്ടിക്കിൾഷിപ്പ് എക്സ്പീരിയൻസ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നേറാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എപ്പോഴും താങ്ക്ഫുൾ ടു മൈ സാർ. ഞാൻ ആ പേര് പറയുകയും ചെയ്യാം. ഫഹദ് സാർ എന്നായിരുന്നു ആളുടെ പേര്. ഫഹദ് ആളായിരുന്നു എൻ്റെ പ്രിൻസിപ്പൾ. ആളെടുത്താണ് ഞാൻ ആർട്ടിക്കിൾഷിപ്പ് 3 കൊല്ലം ചെയ്തത്. ആൾ വ്യക്തമായിട്ട് എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക എന്താ പറയുക കറക്റ്റായിട്ട് കാര്യങ്ങൾ എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു തരുന്ന ഒരാളായിരുന്നു. കുറേ വർക്ക് ഉണ്ട് എന്നല്ല, പക്ഷേ ഉള്ള വർക്ക് നന്നായി വൃത്തിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അതായത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ പാടന്നെ ഓഫീസ് ഇട്ടിട്ടുണ്ടായിരുന്നു വിത്തൗട്ട് ക്വാളിഫിക്കേഷൻ. ഒരു സ്വന്തമായിട്ടൊരു ടാക്സ് കൺസൾട്ടൻസി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇടാനുള്ള കുറച്ച് ധൈര്യം വേണ്ടേ അതൊക്കെ ഇടാൻ. ആ ധൈര്യം കിട്ടിയത് ആക്ച്വലി ആർട്ടിക്കിൾഷിപ്പ് എക്സ്പീരിയൻസ്. അപ്പോൾ ആർട്ടിക്കിൾഷിപ്പ് എക്സ്പീരിയൻസ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ ഇടയിലാണ് സെക്കൻഡ് ഗ്രൂപ്പ് ഞാൻ പാസ്സായത്. സെക്കൻഡ് ഗ്രൂപ്പിൽ പാസ്സാവുന്നതിന് എനിക്ക് ഓഡിറ്റ് ഭയങ്കര ടഫായിരുന്നു. ഓഡിറ്റിംഗ് പേപ്പർ എഴുതി അങ്ങനെ മാർക്ക് കിട്ടാത്തൊരു പേപ്പറാണ് ഓഡിറ്റിങ്ങിൽ എനിക്ക് എപ്പോഴും കിട്ടിയിരുന്നത് 30-31 റേഞ്ചിലായിരുന്നു. ആ സാധനം എനിക്ക് 65 അടിക്കാൻ പറ്റി ഒരു അറ്റംപ്റ്റിൽ. അത് എൻ്റെ സാറെ കൊണ്ടാട്ടോ. സാർ എന്നോട് പറഞ്ഞ് നമുക്ക് അതും പിള്ളേർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മളൊരു പേപ്പർ തോറ്റ് കഴിഞ്ഞാൽ ഒരു മാർക്ക് കിട്ടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫൈഡ് കോപ്പി എടുക്കാൻ പറ്റും. നമ്മൾ എഴുതിയ പേപ്പർ നമുക്ക് എടുക്കാം. 2 മാർഗ്ഗമുണ്ട്. ICA വഴി അല്ലെങ്കിൽ ICMA ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി എടുക്കാം, അല്ലെങ്കിൽ RTA വഴി എടുക്കാം. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് 10 രൂപ കൊടുത്താൽ മതി. 10 റുപ്പീസ് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ മെയിലിൽ അയച്ചു തരും. എടുത്ത് നോക്കിയപ്പം സാർ എന്നോട് പറഞ്ഞ് ഇത് ഞാനാണ് വാല്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് 30 കിട്ടില്ല. അതിൽ താഴെ ആകെ ഡീഗ്രേഡ് ചെയ്ത് തന്നെ എന്നോട് പറഞ്ഞ് എനിക്ക് കണ്ടൻറ് അറിയാം, എഴുതാൻ അറിയില്ല. സംഭവം എൻ്റെ അടുത്ത് ഉണ്ട്, പക്ഷേ എഴുതാൻ എനിക്കറിയില്ല. നീ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനനുസരിച്ചിട്ടല്ല ആൻസർ ചെയ്തത്. എനിക്ക് 2 പേജ് ഞാൻ ആൻസർ ചെയ്തിട്ട് എനിക്ക് 0 മാർക്ക് കിട്ടിയിട്ടുണ്ട്. സോ കുറേ ആൻസർ ചെയ്യാന്നുള്ളതല്ല, ടു ദി പോയിന്റ് ആൻസർ ചെയ്താൽ മാർക്ക് കിട്ടും. പേജ് എഴുതിയൊരു സാധനം ഉണ്ടായിരുന്നു, കറക്റ്റ് 4 മാർക്ക് കിട്ടിയിട്ടുണ്ട്. സോ ടു ദി പോയിന്റ് കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ കറക്റ്റ് എന്ത് ചെയ്യും, മാർക്ക് തരും. അത് മനസ്സിലാക്കി എനിക്ക് ലാസ്റ്റ് സാറ് പറഞ്ഞ് 10 ദിവസം കൂടി ലീവ് ചെയ്യാൻ തരും. ബാക്കി അറ്റംപ്റ്റിനൊക്കെ എനിക്ക് 1 മാസം ലീവ് തന്നിട്ടുണ്ട്. 10 ദിവസം കൂടി ലീവ് ചെയ്യാൻ തരും. ആ 10 ദിവസത്തിൻ്റെ ഉള്ളിൽ നീ എന്ത് ചെയ്യുക,
കംപ്ലീറ്റ് ആവാൻ നോക്കുക, അതിൻ്റെ കൂടുതൽ ഞാൻ ലീവ് തരില്ല, ഈ അറ്റംപ്റ്റിന് മേലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ലീവില്ല എന്ന് പറഞ്ഞു. സോ 10 ദിവസം. സോ അന്ന് 3 പേപ്പറായിരുന്നു ഈ പറഞ്ഞ സെക്കൻഡ് ഗ്രൂപ്പിലുണ്ടായിരുന്നത്. അപ്പം ഒന്ന് അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്, അതിലേക്ക് എക്സംഷൻ ഓൾറെഡി ഉണ്ടായിരുന്നു, 60+ കയറിയിരുന്നു. അപ്പം എനിക്ക് ആകെ ഓഡിറ്റും SM എന്നുള്ളൊരു പേപ്പർ ഉണ്ടാവും കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. ഇരുന്ന് പഠിക്കാൻ തീരുമാനിച്ചു ഒന്നുകൂടെ റീവർക്ക് ചെയ്യാൻ. അന്നാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കുറച്ച് വരുന്നത്. അന്ന് ഈ ടിക്ടോക്ക് ഭയങ്കര വരുന്നൊരു കാലമാണ്, ടിക്ടോക്ക് ഭയങ്കര വരുന്നൊരു കാലം. അപ്പം ഞാൻ എനിക്ക് പഠിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇഷ്ടമുള്ള കാര്യമല്ല, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. എങ്ങനെ രസകരമായി പഠിക്കാം എന്നുള്ളത് നമുക്ക് നോക്കണ്ടേ, ഇൻട്രസ്റ്റോടുകൂടി പഠിക്കാം എന്നുള്ള. അപ്പം ഞാൻ അന്ന് ചെയ്തിരുന്ന ട്രിക്കാണ്, ഞാൻ എല്ലായിടത്തും പറയലുണ്ട്, ഞാൻ കുട്ടികളോടൊക്കെ പറയും. അതായത് ഞാൻ കുറച്ച് പഠിക്കും, ഇപ്പോൾ ഈ ഓഡിറ്റൊക്കെ എല്ലാം പഠിക്കാനുള്ള ഭയങ്കര മടുപ്പായിരിക്കും, പഠിച്ചാൽ മടുക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ടിക്ടോക്കിൽ എനിക്കൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു, ഒരു വീഡിയോ എടുത്തുകൊണ്ട് ചെയ്യും. വീഡിയോ എടുത്ത് വെറുതെ ചെയ്യും, പഠിച്ച കാര്യങ്ങൾ അല്ല വെറുതെ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യും. അപ്പോൾ അതിൻ്റെ ലൈക്സും കമൻസും കാണുമ്പോൾ ഒരു രസമാണ് ആക്ച്വലി. അപ്പോൾ അങ്ങനെ വെറുതെ ഒരു പഠിക്കും വീഡിയോ ചെയ്യും. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 10 ദിവസം ആ ഒരു മാസം ഗ്യാപ്പിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് ഏകദേശം 15K ഫോളോവേഴ്സായി ടിക്ടോക്കിൽ. കോമാളി വീഡിയോസാണ്, അതായത് ഈ പറഞ്ഞ വലിയ രസമൊന്നുമില്ല. അങ്ങനെ ഒരിക്കൽ ഈ പറഞ്ഞ ഒരു ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നതിൻ്റെ ഇടയിൽ ഇത് ആരെ ക്ലാസ് സ്റ്റുഡൻസിനോട് പറഞ്ഞപ്പം അവർ അക്കൗണ്ട് തേടി പിടിച്ച് ഫുള്ള് തൂക്കിയിട്ട് ഗ്രൂപ്പിലാണ്ട് ഇട്ട്. അന്ന് ക്ലാസ് കടക്കാൻ പറ്റി, എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ നോക്കിയിരുന്നത്. അപ്പം അതിൻ്റെ ഒരു സാമ്പിൾ കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ഇന്റർവ്യൂ. സോ അത് ഞാൻ ചെയ്തൊരു മെത്തേഡ്, അതായത് പഠിക്കാൻ വേ ഓഫ് ഇൻട്രസ്റ്റ് എങ്ങനെ ആക്കുക. അപ്പോൾ അതിൽ ലൈക്സ് കാണുമ്പോൾ ഒരു രസമായിരുന്നു ആക്ച്വലി. ഇങ്ങനെ ഓക്കെ അടുത്ത് പഠിക്കും, അപ്പോൾ അടുത്ത വീഡിയോ അങ്ങനെ ചെയ്തിരുന്നു. ആ അറ്റംപ്റ്റ് പാസ്സായിട്ടോ 65 സംതിങ് മാർക്ക് കിട്ടി ഓഡിറ്റിൽ. അപ്പോൾ ഇത് മോറൽ ഓഫ് ദി സ്റ്റോറി ടിക്ടോക്ക് വീഡിയോ ഇടാന്നുള്ളതല്ല, അതായത് ഒരു മോശമായ പേപ്പർ നമുക്ക് എന്ത് ചെയ്യാം, ബെറ്റർ ആക്കാൻ പറ്റും. അത് വിചാരിച്ച് കഴിഞ്ഞാൽ അത് തെറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇവിടെ തെറ്റ് ഞാൻ മനസ്സിലാക്കി, അവിടെ നിന്നായിരുന്നു എൻ്റെ ടേണിംഗ് പോയിൻ്റ്. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിലിയർ സംഭവിക്കാം, നമ്മൾ എല്ലാ പേപ്പറും എല്ലാവർക്കും കംഫർട്ടബിൾ ആവില്ല. ദേ ഹാവ് സം ഡിഫിക്കൽട്ട് പേപ്പർ. എല്ലാവരും ബുദ്ധിമാനല്ല, ഭയങ്കര ബുദ്ധിമാനല്ല, എല്ലാവർക്കും ഒരു വീക്ക് പോയിൻറ്റ്സ് ഉണ്ടാവും. സോ ആ വീക്ക് പോയിൻറ്റ്സ് കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യം CA എൻ്റർ ആകുമ്പോൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഓക്കെ ഇതെനിക്ക് കംഫർട്ടബിൾ പേപ്പറാണ്, ഇതെനിക്ക് വീക്ക് പേപ്പറാണ്, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അത് മനസ്സിലാകുമ്പോൾ ഈ SWOT അനാലിസിസ് എന്ന് പറയില്ലേ, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ്, ആ അനാലിസിസ് ഒന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ ഈ സ്ട്രെങ്ത് ഉള്ള പേപ്പറിൽ മാക്സിമം ടു മാക്സിമം സ്കോർ ചെയ്യുക, വീക്കുള്ള പേപ്പറിൽ എന്താ വരുത് 40 ബിലോ പോവുകയും ചെയ്യരുത്. ഈ സ്ട്രാറ്റജി എടുത്തു കഴിഞ്ഞാൽ പാസ്സാവും. ഇതാണ് വേണ്ടത്. അപ്പോൾ ഇത് ചെയ്യൂല, എല്ലാവരും എന്ത് ചെയ്യും, ഒരേപോലെ എല്ലാത്തിനും പഠിക്കും, ചെയ്യരുത്. സ്ട്രെങ്ത് ഉള്ള പേപ്പറിന് നല്ല ഉഷാറാക്കി വെക്കണം, വീക്ക് പേപ്പറിന് തോൽക്കാത്ത രീതിയിൽ ആക്കി വെക്കും വേണം. ഇത് ചെയ്താൽ മതി, ആക്ച്വലി പാസ്സാവും. ഇതാണ് ഇൻ്റർ പാസ്സായി സാർ എന്നോട് പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിക്കോന്ന് പറഞ്ഞു. സാറിന് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് റിലേറ്റീവ് ആയിരുന്നു, ചെറിയ രീതിയിൽ റിലേറ്റീവാണ് സാറും ഞാനും. അപ്പം ഈ റിലേറ്റീവ്സിനെ ഈ കമ്പനിയിൽ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ബന്ധുക്കൾ തമ്മിൽ തന്നെ പ്രശ്നമാകും, ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ. പക്ഷേ ഞാൻ ആ രീതിക്ക് നിന്നിട്ടില്ല. 3 years ഞാൻ എംപ്ലോയി പോലെ തന്നെയാണ്. ഞാൻ ആളെ സാറിന് തന്നെ വിളിച്ചിരുന്നു, എൻ്റെ ബ്രദറാണ് ആക്ച്വലി. ആൻഡ് ലാസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സാറിനോട് പറഞ്ഞു, ഇന്നെ സാറിന് വിളിക്കരുത്, എന്നെ കാക്കാന്ന് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ബ്രദറിനെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് അവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ എനിക്ക് ഏകദേശം ഒരു കുറച്ച് ഞാനിങ്ങനെ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ലാപ്പ് ഒന്ന് എടുത്തിരുന്നു. ലാപ്പ് ഞാൻ സത്യം പറഞ്ഞാൽ ലാപ്പ് ഈ ഒരു ലോൺ വെച്ചെടുത്ത കഷ്ടതകളുടെ കഥ പറയല്ല, കാരണം ലോൺ വെച്ചെടുത്തു. ലോൺ എൻ്റെ മാനേജറിന് എനിക്കറിയുന്നു, ബാങ്കിലെ മാനേജറുടെ ITR ഒക്കെ ഞാനാണ് ഫയൽ ചെയ്ത് കൊടുത്തിരുന്നത്. അപ്പോൾ മാനേജർ എന്നോട് പറഞ്ഞു, ലോൺ തരാം, നീ ലാപ്പ് വാങ്ങിക്കോ, ഇപ്പം ഫ്രീലാൻസ് ആയിട്ട് ഇങ്ങനെ ചെയ്തു. അങ്ങനെ കുറച്ച് വർക്കൊക്കെ ചെയ്തു തുടങ്ങി. അങ്ങനെ ഞാൻ തന്നെ ഒരു പേര് ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്ത് ഒരു ഫ്രീലാൻസ് ആയിട്ട് വിർച്വലായിട്ട് ഞാൻ എന്ത് ചെയ്ത് ഈ വർക്ക് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ കൂടെ പഠനം ചെയ്യുമായിരുന്നു. അങ്ങനെ പതുക്കെ ആ സമയത്ത് തന്നെ എന്താ പറയുക, ടീച്ചിങ്ങും പതുക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് സാറ് നല്ല അലോ ചെയ്തിരുന്നു. സത്യം പറഞ്ഞാൽ ആർട്ടിക്കിൾഷിപ്പ് പീരീഡിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല സാറുമാർ. പക്ഷെ എൻ്റെ സാറ് പറഞ്ഞിരുന്നു, ടീച്ചിങ്ങൊക്കെ ചെറുതായിട്ട് ചെയ്ത് വർക്ക് കംപ്ലീറ്റ് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ അന്നാണ് ഈ GST വന്ന സമയം. അതായത് GST ഞാൻ ശരിക്കും GST അല്ല പഠിച്ചത് ഇന്ററിൽ, പഴയ സിസ്റ്റമായിട്ടുള്ള സർവീസ് ടാക്സും വാറ്റും ഇതൊക്കെ പഠിച്ച് ഞാൻ ഈ പറഞ്ഞ ജോയിൻ ചെയ്തപ്പം മേരെ പേരെ ദേശവാസിയോ ഇനി മുതൽ വാറ്റൽ, അതായത് അധ്യാപകർക്കല്ല, ഡയറക്റ്റ് ക്ലാസ്സിൽ തന്നെ പോയിട്ട് ഒരു 2-3 days ക്ലാസ് GSTയുടെ. വലിയ സിലബസ് അല്ല, ചെറിയ സാധനമാണ്, അപ്പോൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. അപ്പോൾ അങ്ങനെ പതുക്കെ കോളേജുകളിലൊക്കെ ക്ലാസ് എടുക്കാൻ തുടങ്ങി. അന്ന് പിന്നെ ടീച്ചിങ്ങിലോട്ട് വരാനുള്ള ഏറ്റവും വലിയൊരു പോയിൻ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്നെ ട്യൂഷൻ എടുത്തൊരു സാറുണ്ടായിരുന്നു. ഞാൻ ട്യൂഷനൊന്നും അങ്ങനെ പോയിട്ടില്ല, എപ്പോഴെങ്കിലും പോവുള്ളൂ. പക്ഷേ സാറിനായിട്ട് നല്ല കോൺടാക്റ്റ് ആയിരുന്നു. സാറിനോട് ഞാൻ ചോദിച്ചു, എനിക്ക് എപ്പോഴെങ്കിലും ഒരു ക്ലാസ് എടുക്കേണ്ട അവസരം വരികയാണെങ്കിൽ ഒന്ന് പറയുമെന്നായിരുന്നു. അപ്പോൾ കൊമേഴ്സിന് പൊതുവേ ആരും ട്യൂഷന് പോകില്ല, കാരണം കൊമേഴ്സ് ഈസി അല്ലേ, ട്യൂഷന് പോകണ്ടല്ലോ എന്ന് പറയും. അപ്പം അന്ന് കൊമേഴ്സിന് ഒരു കുട്ടി ട്യൂഷന് വന്ന സാറിൻ്റെ അടുത്ത്. അങ്ങനെ ആ കുട്ടിക്ക് ഞാൻ ആദ്യമായിട്ട് ക്ലാസ് എടുക്കാൻ പോയി. അപ്പം ഇവൻ്റെ ഒരു കുട്ടിയാണെങ്കിലും
അതായത് ക്ലാസ് എടുക്കാൻ പറ്റില്ല. ഇനി മുതൽ GST ആണ് ഒറ്റ പറച്ചിൽ. അതിൽ പിന്നെ ഇനി GST പഠിച്ചേ പറ്റും. അങ്ങനെ ഞാൻ പഠിക്കും GST, സാറ് പഠിക്കും GST, സാറിന് പറഞ്ഞുതരും, ഞാൻ സാറിന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ സ്വന്തമായിട്ട് പഠിക്കുമ്പോൾ എന്തായാലും അതൊരു വെർത്താവുമല്ലോ. സത്യം പറഞ്ഞാൽ ഞാൻ GSTയുടെ ഫാക്കൽറ്റി അങ്ങനെ ആയേ. അപ്പോൾ അന്ന് ഈ കാലത്ത് ഈ കോളേജുകളിലും GST ഇംപ്ലിമെൻറ്റ് ചെയ്തു സിലബസിൽ. പഠിപ്പിച്ചു കൊടുക്കാൻ സാർമാർക്ക് അറിയില്ല GST എന്താണെന്ന്. അപ്പോൾ ഈ സാർമാർ തപ്പിയെടുക്കും ഇത് അറിയുന്ന ആൾക്കാർ. അങ്ങനെ എൻ്റെ സാറിൻ്റെ കോൺടാക്റ്റ് വഴി ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി. അതായത് ഈ പറഞ്ഞ അത്ര കുട്ടികളാണെങ്കിൽ ക്ലാസ് എടുക്കാമല്ലോ. ഞാൻ അങ്ങനെയാണ് ടീച്ചിങ്ങിലോട്ട് പതുക്കെ എൻ്റർ ചെയ്തത്. ഒരു കുട്ടിയാണെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കാൻ പോകും. ആ സാറിനെ ഇപ്പോൾ കണ്ടാലും എന്താ പറയുക, ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഗുരു. അതായത് ഞാൻ സത്യം പറഞ്ഞാൽ ഇവൻ എന്തോ പേയ്മെൻറ്റ് വാങ്ങാതെ വരെ ഞാൻ സാറിന് ക്ലാസ് എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം അത് ഇറ്റ്സ് നോട്ട് അബൌട്ട് ദി പേയ്മെൻറ്റ്, അത് പേയ്മെൻ്റ് അല്ല. വെച്ചാൽ സാറ് തന്നൊരു വേ തന്നുകൊണ്ടാണ് ആക്ച്വലി എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ പറ്റിയത്. അപ്പോൾ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഏതൊരു സാധനത്തിനും സ്റ്റാർട്ടിങ് പോയിന്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതില്ലല്ലോ. അപ്പോൾ സ്റ്റാർട്ടിങ് പോയിന്റ് അവിടെ നിന്നാണ് തന്നെ. അങ്ങനെ പിന്നെ ഈ പറഞ്ഞ നമ്മളെ CA സാറിൻ്റെ അത് ഫഹദ് സാറിൻ്റെ കൂടെ തന്നെ പിന്നെ ഇടയ്ക്ക് ഓരോ ക്ലാസ് വരുമ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്ത് അങ്ങനെ ഫൈനലും ടീച്ചിങ്ങും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ തുടങ്ങി. അതിന് ഏണിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബോയ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഏജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ അങ്ങനെ നോക്കും എവിടേക്കായി പോകുന്നതെന്ന്. ദാറ്റ് മീൻസ് ആ ഒരു ഏജ് എത്തിക്കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. ഒരു ഏജ് എത്തിക്കഴിഞ്ഞാൽ ബോയ്സിനെ സംബന്ധിച്ചിടത്തോളം ഈസി അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഏണിങ്സ് ചെറുതായിട്ട് ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ ആ ഒരു ക്ലാസ് എടുക്കലും അല്ലെങ്കിൽ ഈ പറഞ്ഞ മെൻറ്റർഷിപ്പും ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് പേപ്പർ വാല്യുവേഷൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പേപ്പർ വാല്യൂ ചെയ്തിട്ട് ഒരു പേപ്പറിന് ഇത്ര പൈസ കിട്ടും, പേപ്പർ വാല്യൂ ചെയ്ത് കൊടുത്താൽ. അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് അങ്ങനെ പേപ്പർ വാല്യുവേഷൻ ചെയ്തു. അങ്ങനെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന് തന്നെ എന്നോട് ചോദിച്ചു, സാറ് വന്നിട്ടില്ല, ഒന്ന് ക്ലാസ് കയറാൻ പറ്റുമെന്ന് ചോദിച്ചു. ഒരു വേ കിട്ടി. അങ്ങനെ സാറ് വന്നില്ല, ഞാൻ നേരെ ക്ലാസ് കയറി ക്ലാസ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ അവർ ക്ലാസ് ഇഷ്ടമായി. അവർ എന്ത് ചെയ്തു, ഫർദർ ക്ലാസ് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ എന്താ പറയുക, പതുക്കെ എൻ്ററായി ടീച്ചിങ്ങിലോട്ട് പതുക്കെ. അതിൻ്റെ അടുക്ക് ഓഫീസ് റൺ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ രണ്ടും പാരലലി പോകാൻ തുടങ്ങി. എൻ്റെ പഠിത്തവും പോകാൻ തുടങ്ങി പിന്നാലെ. അങ്ങനെയായിരുന്നു ഈ ഒരു ഫൈനലത്തെ ജേണി. ഇപ്പോൾ ഞാൻ ക്വാളിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. ആ ക്വാളിഫൈ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷം ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ എനിക്കിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് എൻ്റെ റിലേറ്റീവ്സിൽ വരെ ഇത് അറിയുന്ന ആൾക്കാരുണ്ടായിട്ടും എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. ദാറ്റ് മീൻസ് ഒരു പോയിൻ്റ് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ. അതായത് ഇപ്പം ആർട്ടിക്കിൾഷിപ്പ് ഈ സമയത്ത് ചെയ്യണം, ആർട്ടിക്കിൾഷിപ്പിൻ്റെ ഇടയിൽ തന്നെ ഫൈനൽ പഠിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. ആക്ച്വലി ഞാനത് ചെയ്തില്ല. ആർട്ടിക്കിൾഷിപ്പിൻ്റെ ഇടയിൽ ഞാൻ പഠിച്ചില്ല, ബുക്ക് തൊട്ടില്ല. സോ ആക്ച്വലി അതൊരു വലിയ ഡീമെറിറ്റാണ്. ഇപ്പോൾ CA ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് അതായത് നിങ്ങൾ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്ന ഇടയിൽ തന്നെ ഫൈനലിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങണം. ആർട്ടിക്കിൾഷിപ്പ് കഴിഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ 2 കൊല്ലം പോകും. 2 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെയും പഠിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര ഈസി അല്ല. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ പറയും ഞാൻ. അപ്പം ഞാൻ ചെയ്തു 3 കൊല്ലമായിരുന്നു അന്ന്. 3 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബുക്ക് കൊടുക്കുന്നത് ആക്ച്വലി ഫൈനലിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഭയങ്കര പാടായിരുന്നു ആക്ച്വലി അത്. അങ്ങനെ ഞാൻ ടീച്ചിങ്ങൊക്കെ ഒന്ന് തൽക്കാലം സ്റ്റോപ്പ് ചെയ്തു. ആ സമയത്താണ് ഞാനൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തത്. അതായത് ഒരു CA CMA സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിറ്റി. അതായത് എനിക്ക് മനസ്സിലായി, അതായത് ജയിച്ചവരെക്കാട്ടും കൂടുതൽ തോറ്റവർ ഒരുപാട് ഇതിലുണ്ട്. അതായത് സ്റ്റക്കായി നിൽക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ആ സ്റ്റക്കായ കാരണം അവർക്കൊന്ന് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഇതിന് പാസ്സായി പോവല്ലോ എന്നുള്ള ഇതിൽ ഞാനൊരു കമ്മ്യൂണിറ്റി തുടങ്ങി. ഒരു സ്റ്റഡി ക്യാബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിൽ ഈ പറഞ്ഞ ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, ചെറിയൊരു വാട്സപ്പ് ഗ്രൂപ്പ്, അതിൽ നോട്ട്സ് കാര്യങ്ങൾ ഇട്ട് കൊടുക്കുക, ഞാൻ ഫ്രീ ആയിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കുക എനിക്ക് പറ്റുന്ന രീതിയിൽ. അങ്ങനെ ഒരു ബിൽഡ് ചെയ്തു, ഒരു ഗ്രൂപ്പ് ബിൽഡ് ചെയ്തു. അതിലിപ്പോൾ ഓൾ കേരള ഏകദേശം 7 ഗ്രൂപ്പ് ഉണ്ട്, ഏകദേശം 7 ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൽ 1000 വെച്ച ആൾക്കാർ കൂട്ടുകയാണെങ്കിൽ ഏകദേശം 7000 ആൾക്കാരായി. പിന്നെ ഒരു ഇൻസ്റ്റാ പേജ്, അങ്ങനെ പതുക്കെ. ഇത് ഞാൻ ഫൈനലിൻ്റെ കൂടെ ചെയ്യുന്നത്. അതായത് ഞാൻ അന്ന് ടിക്ടോക്കാണ് ചെയ്തിരുന്നത്, ഏത് ഇൻ്റർ പഠിക്കുമ്പോൾ. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ പറയുക, ഈ സ്റ്റഡി ക്യാബ് മെയിൻ്റനൻസാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ക്ലാസ് ഇടുക. അപ്പം ഇതിൽ ഇടുമ്പം ഞാനും പഠിക്കുക ചെയ്യുന്നത്. എനിക്ക് പഠിക്കാനുള്ള സാധനം ഇതിലുണ്ട്. അപ്പോൾ ഞാനത് എന്ത് ചെയ്യുന്നു, രണ്ടും പാരലലി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. ആൻഡ് ഫൈനലി സ്റ്റഡി ക്യാബ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ അറ്റംപ്റ്റ് തന്നെയാണ് ഞാൻ എന്ത് ചെയ്തത്, ഫൈനൽ പാസ്സായത്. അതിൽ ഒരു ഗ്രൂപ്പ് ഞാൻ ആദ്യം പാസ്സായി, ഒരു ഗ്രൂപ്പ് നല്ല സമയമെടുത്തു. ഓഡിറ്റുള്ള ഗ്രൂപ്പ്, ഓഡിറ്റാണ് എപ്പോഴും പ്രശ്നമുള്ള സാധനം. ഓഡിറ്റുള്ള ഗ്രൂപ്പ് കുറച്ച് സമയത്ത്. ആ ഒരു ഗ്രൂപ്പിന് ടാക്സ് ഉള്ള ഗ്രൂപ്പ് ഞാൻ ആദ്യം പാസ്സായി. GST ഇൻകം ടാക്സ് ഒക്കെ ഉള്ള ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, സെക്കൻഡ് ഗ്രൂപ്പ്. അതിന് ആദ്യം പാസ്സായി. ഫസ്റ്റ് സെക്കൻഡ് അറ്റംപ്റ്റ് തന്നെ പാസ്സായി. അത് ആക്ച്വലി പാസ്സാവുന്നതിന് മുമ്പ് അതിന് മുന്നേ വലിയൊരു ഫെയിലിയർ ഉണ്ടായി, അതും കൂടി പറയാം. ഏറ്റവും വലിയ ഫെയിലിയർ, അതായത് മറ്റേ ഇൻ്റർ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കരഞ്ഞ ഫെയിലിയർ അതായിരുന്നു. അതായത് 4 പേപ്പറാണ് ഉണ്ടായിരുന്നത്. ഒന്ന് DT ഡയറക്റ്റ് ടാക്സ്, ഒന്ന് ഇൻഡയറക്റ്റ് ടാക്സ്, പിന്നെ ഒരു എക്കണോമിക് ലോ. അത് ഓപ്പൺ ബുക്ക് എക്സാമാണ്, അതായത് ബുക്ക് തുറന്ന് എഴുതാം. ഓക്കെ, ഓപ്പൺ ബുക്ക് എക്സാം. ബുക്ക് തുറന്ന് എഴുതാന്ന് പറയുമ്പോൾ എല്ലാവരും പറയും നല്ല സുഖമല്ലേ എന്ന്. ആ 4 മണിക്കൂർ എക്സാമാണ്. 2 മണിക്ക് തുടങ്ങിയാൽ 6 മണിക്കാണ് തീരുക. അതിൻ്റെ ഉള്ളിൽ ബുക്കിൽ നിന്ന് തപ്പണം. പിന്നെ ഒന്ന് കോസ്റ്റിംഗ് എന്നുള്ള SCM എന്നുള്ള ഒരു പേപ്പറും. അപ്പം ഇതിൽ SCM മാത്രമാണ് ഞാൻ വീക്ക്. DT ഞാൻ ഓൾമോസ്റ്റ് ആർട്ടിക്കിൾഷിപ്പിൽ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. IDT ഞാൻ ആർട്ടിക്കിൾഷിപ്പ് ചെയ്തതാണ്. എക്കണോമിക് ലോ മാനേജബിളാണ്, അതായത് നോക്കി എഴുതാൻ പറ്റും കുഴപ്പമില്ലാത്ത രീതിയിൽ. അങ്ങനെ ഞാൻ മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കുകയാണ്. അതായത് 3 കൊല്ലത്തിന് ശേഷം ഫുൾ ബ്രേക്ക് എടുത്തിട്ട് വീട്ടിലിരുന്ന് കംപ്ലീറ്റ്ലി പഠിക്കുക, വേറെ ഒന്നിനും പോവാതെ. ക്ലാസ് എടുക്കാനൊന്നും പോയിട്ടില്ല. അങ്ങനെ പഠിച്ച് എക്സാം എഴുതി. കൊറോണ സമയത്താണ് എക്സാം.
2 മാസ്കൊക്കെ ഇട്ട് പോകണം. എക്സാം എഴുതി. ഫസ്റ്റ് എക്സാം SEM ആയിരുന്നു, പാളി. അതായത് ഞാൻ എപ്പോഴും SE എക്സാമിന് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് 100 മാർക്കിന് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. ദാറ്റ് മീൻസ് 100% അറ്റൻഡൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. 100 മാർക്കിന് അറ്റൻഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുക, സ്കോർ കൂടുക. എനിക്ക് ആകെ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത് 60 മാർക്കിന്, 65 സംതിങ് മാർക്കിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുക. നെഗറ്റീവ് അടിച്ച്, കാരണം കയ്യിൽ നിന്ന് പോകും എന്നുള്ള രീതിയിൽ. കാരണം 65 മാർക്കിന് അറ്റൻഡ് ചെയ്താൽ 40 കിട്ടണം മിനിമം. എത്തുമോ എന്നുള്ള കാര്യം സംശയമാണ്. എന്നാലും കോൺഫിഡൻസ് ഉണ്ട്, 65 മര്യാദയ്ക്ക് എഴുതിയിട്ടുണ്ടല്ലോ, 40 കിട്ടിയാലോ എന്നുള്ളത്. അവിടെ വിഷമിച്ചില്ല. അവിടെ വിഷമിച്ചിരുന്നെങ്കിൽ ബാക്കി പേപ്പർ തന്നെ എഴുതൂല. ഞാൻ വീണ്ടും എഴുതി. അതായത് അടുത്ത എക്കണോമിക് ലോ എഴുതി, DT എഴുതി. IDT സൂപ്പർ, എൻ്റെ ഫേവറേറ്റ് സാധനം IDT ആണ്. IDT അടിപൊളിയായിട്ട് എഴുതി. റിസൾട്ട് വന്നപ്പം മാർക്ക് ഞാൻ താഴേന്ന് തുടങ്ങാം. IDTയിൽ 59, മറ്റേ നമ്മളെ DTയിൽ 56 or 57, എക്കണോമിക് ലോയിൽ 56, മറ്റേ 65 മാർക്കിന് എഴുതിയ സാധനം 24. ഈ 50 ഉള്ള സംതിങ് ഒക്കെ 60 ആയിരുന്നെങ്കിൽ ആ പേപ്പർ പിന്നെ എഴുതണ്ട, എക്സംഷനായി. അല്ലെങ്കിൽ 24 ഉള്ളത് 40 ആയിരുന്നെങ്കിൽ എന്തായി, ഗ്രൂപ്പ് കിട്ടി. എന്നുവെച്ചാൽ ഒന്നും ഇല്ലാതായി. സത്യം പറഞ്ഞാൽ ബ്രേക്കപ്പിനേക്കാളും പെയിൻഫുൾ. ഒരാൾ ബ്രേക്കപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത്ര പെയിൻഫുൾ അല്ല. കാരണം വെച്ചാൽ ഇത് അതുമില്ല ഇതുമില്ല. ഇത് രണ്ടാമത് ഈ ബുക്ക് എടുത്ത് പഠിക്കുമ്പം 59 ഇങ്ങനെ ഈ ബുക്കിൽ കാണും. 1 മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ 60 ആയിരുന്നല്ലോ എന്നുള്ളത്. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിച്ച്. അപ്പോൾ എല്ലാവരും ചോദിക്കും, റിപ്പീറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ മടുക്കൂലേ? കാരണം ഡബിൾ എഫേർട്ട് ഇടേണ്ടതെന്ന്. വേണ്ട, ഡബിൾ എഫേർട്ടിൻ്റെ ആവശ്യമില്ല. അതായത് ആദ്യം പഠിച്ചത് തന്നെ നമ്മളെ കയ്യിലുണ്ട്, അതൊന്ന് റിവൈസ് ചെയ്താൽ മാത്രം മതി. ഞാൻ വീണ്ടും ക്ലാസ് എടുക്കാൻ തുടങ്ങി, ബാക്കി പരിപാടികൾ ചെയ്യാൻ തുടങ്ങി, എൻ്റെ പരിപാടികൾ ചെയ്യാൻ തുടങ്ങി. വീണ്ടും പഠിച്ചിട്ട് വീണ്ടും എഴുതി. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, എൻ്റെ വീക്ക് പോയിൻ്റ് SEM ആയിരുന്നു. അതിൽ പിടിക്കണം. അതിൽ ഞാൻ പിടിച്ച് എന്താ പറയുക, എൻ്റെ വേല ഞാൻ പഠിച്ച്. 14 ചാപ്റ്റർ അന്നുണ്ടായിരുന്നത്. ഈ 14 ചാപ്റ്ററിനെ 14 A4 ഷീറ്റാക്കി മാറ്റി ഞാൻ. എന്നിട്ട് എക്സാം ഹാളിൽ കയറുന്നതിന് മുന്നേ ഈ 14 പേപ്പർ കൊണ്ട് നോക്കി. അതായത് എൻ്റെ കോൺഫിഡൻസ് ലെവൽ അപ്പോൾ നോക്കണം. ഈ ഫുൾ ചാപ്റ്റർ റിവൈസ് ചെയ്തിട്ടാണ് ഞാൻ എക്സാമിന് ഇരിക്കുന്നത്. അതായത് ഓരോ ചാപ്റ്ററും ഒരു A4 ഷീറ്റിലേക്ക് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ. അത് എൻ്റെ ഭാഷ, അത് വേറെ ആക്കി നോക്കിയാൽ മനസ്സിലാവില്ല. അതെൻ്റെ രീതിയിൽ ഞാൻ മാറ്റി. 14 ചാപ്റ്റേഴ്സിനെ ഞാൻ ചുരുക്കി ഓരോ പേപ്പറാക്കി. ഈ എക്സാം ഹാളിൽ കയറുന്നതിന് മുന്നേ 14 പേപ്പർ ഞാൻ ഫുള്ളായിട്ട് നോക്കി. SEM അത്രയും അടിപൊളിയായിട്ട് ചെയ്തൊരു സംഭവം ഉണ്ടാവില്ല. എല്ലാവർക്കും ടഫ്, എനിക്ക് ഈസി. പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരും ഭയങ്കര പേപ്പറില്ല. ഞാൻ പറഞ്ഞു ഭയങ്കര പേപ്പർ, നമ്മൾ ഈസിയാന്ന് പറയണ്ടല്ലോ. റിസൾട്ട് വന്നപ്പം സൂപ്പർ മാർക്ക്, എനിക്ക് ഏറ്റവും ഹയസ്റ്റ് മാർക്ക് കിട്ടിയ ഒരു അറ്റംപ്റ്റ് അതായിരുന്നു ഫൈനലിൽ മൊത്തം വെച്ച് നോക്കുമ്പോൾ. എനിക്ക് IDTയിൽ അന്ന് 77 കിട്ടി 100-ൽ. DT 40 സംതിങ് കിട്ടി. അപ്പോൾ DT ശരിക്കും പാളിയിരുന്ന ആ സമയത്ത് DT മാത്രമേ പേടിച്ചില്ല. നമ്മൾ ഓവർ കോൺഫിഡൻസ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞില്ലേ, ആ അറ്റംപ്റ്റ് എനിക്ക് അതുണ്ടായത്. DTയിൽ ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് സംതിങ് ചെറിയതായിട്ട് പാളി. ഓപ്പൺ ബുക്ക് എക്സാമിൽ 66 ആൻഡ് ഞാൻ മുമ്പ് തോറ്റ പേപ്പറിൽ 58. സോ നല്ല മാർക്കോടുകൂടി അറ്റംപ്റ്റ് പാസ്സായി. സെക്കൻഡ് ഗ്രൂപ്പ് പാസ്സായോടുകൂടി കോൺഫിഡൻ്റ് ആയി. ഫസ്റ്റ് ഗ്രൂപ്പും കൂടി പിടിച്ച് കഴിഞ്ഞാൽ CA കാരനായി. സത്യം പറഞ്ഞാൽ ഞാൻ അപ്പോൾ എല്ലാവരും ചോദിക്കും, നിങ്ങളെന്താ ഫസ്റ്റ് ഗ്രൂപ്പ് അറ്റൻഡ് ചെയ്യാതെ ആദ്യം തന്നെ സെക്കൻഡ് ഗ്രൂപ്പ് അറ്റൻഡ് ചെയ്തേ? അതിൻ്റെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. എപ്പോഴും നമ്മളെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഗ്രൂപ്പ് അറ്റൻഡ് ചെയ്യണം ആദ്യം നല്ലത്. കാരണം അത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടി അല്ലല്ലോ, എങ്ങനെയായാലും അതിന് വേണ്ടി നമ്മൾ ഓടും. നേരെ മറിച്ച് ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പാണ് ആദ്യം അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഓടി തളർന്ന് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ഗ്രൂപ്പ് ഉണ്ടാവില്ല, ഫസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടാവില്ല. സോ ഞാൻ ചെയ്ത സ്ട്രാറ്റജി അതായിരുന്നു. കാരണം സെക്കൻഡ് ഗ്രൂപ്പ് ഈസ് കംഫർട്ടബിൾ. സോ എന്ത് ചെയ്യാം, സെക്കൻഡ് ഗ്രൂപ്പ് ആദ്യം ക്രാക്ക് ചെയ്യാം. സോ അതിനുശേഷം എന്ത് ചെയ്യാം, ഫസ്റ്റ് ഗ്രൂപ്പിലോട്ട് വരാം. കാരണം ഫസ്റ്റ് ഗ്രൂപ്പ് അത്ര കംഫർട്ടബിൾ അല്ല. സോ അതിനുശേഷം വീണ്ടും അറ്റംപ്റ്റ് ചെയ്തു. ആ സമയത്താണ് പിന്നെ സ്റ്റഡി ക്യാബും സംഭവങ്ങളൊക്കെ തുടങ്ങുന്നത്. കാരണം ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ സമയത്ത് കുറേ പഠിച്ചു, കുറേ തോറ്റു. ആ സമയത്താണ് 3-4 അറ്റംപ്റ്റ് എക്സ്ട്രാ എടുത്തത്, അതായത് ഫസ്റ്റ് ഗ്രൂപ്പിൽ. അങ്ങനെ ലാസ്റ്റ് ഒരു ലൂപ്പ് ചെയ്യുന്നത്. അതായത് മെയ് നവംബർ എക്സാം വരിക. മെയ് നവംബർ ഒരു മെയിലുണ്ട് പാസ്സായി. അത് ആക്ച്വലി എന്താ പറയുക, ഭയങ്കര ഗൂസ് ബംസ്. ഞാനൊരു സ്റ്റോറി ആയിട്ട് തന്നെ, ഒരു കഥ പോലെ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ ഇൻസ്റ്റയിൽ. അതായത് അന്നത്തെ ദിവസം റിസൾട്ട് ഡേ എന്ന് പറഞ്ഞ ഒരു സ്റ്റോറി ഞാൻ ഇട്ടിട്ടുണ്ട്. ഭയങ്കര അത്യാവശ്യം നല്ല വൈറലായിരുന്നു, അത്യാവശ്യം നല്ല റീച്ചും കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു സ്റ്റോറിക്ക്. അതായത് രാവിലെ ഞാൻ എഴുന്നേൽക്കുന്നത് നല്ല പേടി. അന്ന് രാവിലെ വീട്ടിൽ അങ്ങനെ വലിയ പ്രതീക്ഷ ഒന്നുമില്ല. കാരണം മെയ് നവംബർ എന്ന് പറഞ്ഞ് പോവല്ലേ. അപ്പം ഓക്കെ നല്ല രീതിയിൽ ഞാൻ രാവിലെ എനിക്ക് ചായ ഭയങ്കര വീക്ക്നെസ്സാണ്. അതായത് ഞാൻ ടെൻഷൻ വന്നാലും സന്തോഷം വന്നു കഴിഞ്ഞാലും ഏകദേശം ചായ കുടിക്കുക. റിസൾട്ട് എക്സാം സമയത്തൊക്കെ അത്യാവശ്യം നല്ല ചായ കുടിക്കും. 10 above 15 above 20 above ഒക്കെ ചായ പോകും. രാവിലെ തന്നെ ഇവിടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് നേരെ പോയി. എൻ്റെ നാട്ടിലൊരു ടീ ഷോപ്പുണ്ട്. ഏറ്റവും കൂടുതൽ ചായ കുടിച്ചിട്ടുണ്ട് അവിടെ മാധവേട്ടൻ്റെ ചായക്കട എന്ന് പറഞ്ഞൊരു ചായക്കട ഉണ്ട് തിരൂർ. അപ്പോൾ അവിടെ പോയിട്ട് എന്ത് ചെയ്തു, ഒരു ചായ അങ്ങനെ കുടിച്ച്. അവിടെ ബായ് ഉണ്ട്. ബായ്ക്കറിയാം എൻ്റെ ചായൻ്റെ പ്രൊപ്പോർഷൻ എന്താണെന്ന്. എനിക്ക് എന്നെ കണ്ട പാടന്നെ ചായ എടുത്ത് വെച്ചിട്ടുണ്ടാവും. ചായ എടുത്ത് ഞാൻ ചായ പിന്നെ കുടിച്ചുകൊണ്ട് നിൽക്കുന്നു. റിസൾട്ട് എപ്പോഴാണ് വരികയെന്ന് അറിയില്ല. രാവിലെ വരും, 11 ആ സമയത്തൊക്കെ വരിക. 10:15 ആയപ്പം ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പം അതിൽ റിസൾട്ട് പബ്ലിഷ്ഡ്. പിന്നെ ഒരു ബേജാറ്, അതായത് ഇവിടുന്ന് നോക്കണോ ഓറൈൽസ് വീട്ടിൽ പോയിട്ട് നോക്കണോ എന്നുള്ളത്. ഞാൻ ബൈക്ക് എടുത്ത് പോയി പേടിച്ചാണ് പോകുന്നത്. വീട്ടിലെത്തി ആരോടും പറഞ്ഞില്ല, റൂം അടച്ച്
ഞാൻ എന്ത് ചെയ്തു, ഫോണിൽ നോക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ അറ്റംപ്റ്റിലും ഞാൻ ലാപ്പിലാണ് നോക്കിയിരുന്നത്. അപ്പോൾ ഒരു വിശ്വാസം, ഇപ്പോൾ ഇപ്രാവശ്യം ലാപ്പിൽ വേണ്ട, ഫോണിൽ നോക്കിയാൽ വെറുതെ തോന്നുകയാണ്, അതായത് ലാപ്പിൽ വേണ്ട ഫോണിൽ നോക്കുക. അങ്ങനെ ഫോണിൽ നോക്കി. ഞാൻ ആദ്യം നോക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സക്സസ്ഫുൾ അൺസക്സസ്ഫുൾ എന്നാണ് കാണിക്കുക CA-ൽ. ആദ്യം നോക്കിയാൽ അതാ സക്സസ്ഫുൾ ആണോ അൺസക്സസ്ഫുൾ ആണോ, സക്സസ്ഫുൾ. പിന്നെ മാർക്ക് നോക്കിയപ്പോൾ അന്നത്തെ അറ്റംപ്റ്റിൽ ഞാൻ ആകെ ടഫ് പേപ്പറായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഓഡിറ്റായിരുന്നു. ഓഡിറ്റ് ഞാൻ 100% എഴുതി പറ്റുന്നിടത്തോളം. നല്ല ടഫ് പേപ്പറായിരുന്നു, എല്ലാവർക്കും ടഫ് പേപ്പറായിരുന്നു. കറക്റ്റ് 40 ഓഡിറ്റിൽ. ബാക്കി 2 പേപ്പറിൽ അത്യാവശ്യം നല്ല മാർക്കുണ്ട്, പാസ്സായി. എന്താ പറയുക, ഞാൻ താഴെ നേരെ മേലിന്ന് താഴെ വന്ന് എൻ്റെ വീട്ടിൽ പറഞ്ഞ് ഞാൻ പാസ്സായി, ക്വാളിഫൈഡ് ആയി. എൻ്റെ ഉമ്മ ഒന്ന് ഒറ്റ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ എന്ന്. കാരണം സന്തോഷത്തിൻ്റെ അങ്ങേ അറ്റം. അന്ന് എന്നിട്ട് ഞാനൊരു പെൺകുട്ടീനെ അന്ന് ഞാൻ വിളിച്ചിട്ടുണ്ട്, ഞാൻ കാണാത്തൊരു പെൺകുട്ടി. എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, അതായത് ഞാൻ സ്റ്റഡി ക്യാബിൽ ഹെൽപ്പ് ചെയ്ത ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പെൺകുട്ടി എനിക്ക് അന്നൊരു മെസ്സേജ് അയച്ചിരുന്നു. ആ കുട്ടിയുടെ പേര് ഷഹാന എന്നാണ്. ആ കുട്ടി എനിക്കൊന്നൊരു മെസ്സേജ് അയച്ചിരുന്നു, നിങ്ങൾ പാസ്സാവാതെ പിന്നെ നീ ഓഡിറ്റ് മോശമായി എന്ന് പറഞ്ഞപ്പം എനിക്കെന്തോ ആ കുട്ടി മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ റിപ്ലൈ പ്രോപ്പർ കുറക്കാഞ്ഞപ്പോൾ ആ കുട്ടീനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പറ്റി, എന്തോ ഉഷാറില്ലല്ലോ. അപ്പോൾ എനിക്ക് ഓഡിറ്റ് ഈ പേപ്പർ മോശമായി, അതിൻ്റെ ടെൻഷനിൽ നിൽക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നോട്, നിങ്ങൾ പാസ്സാവാതെ പിന്നെ ആര് പാസ്സാവാൻ, നിങ്ങൾ അത്രയും കുട്ടികളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഞങ്ങളൊക്കെ ദുആ നിങ്ങൾക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അന്നാ പറഞ്ഞ സാധനം എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. ഞാൻ പാസ്സായ ഉടനെ തന്നെ ഈ കുട്ടീനെ വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടി പ്രതീക്ഷിച്ചിട്ടില്ല, വിളിക്കുന്നു. കാരണം അതുവരെ വിളിച്ച് സംസാരിച്ചിട്ടില്ല. എന്താ സാറേ എന്താ വിളിച്ചത്, അവരെ പറഞ്ഞ് ഞാൻ പാസ്സായത് പറയാൻ വിളിച്ചാണ്, ഫസ്റ്റ് എന്നെ തന്നെ വിളിക്കണം തോന്നി, അതാണ് വിളിച്ചതെന്ന് പറഞ്ഞ് ആളെ വിളിച്ച്. ആൾക്ക് ഭയങ്കര സന്തോഷം പറഞ്ഞപ്പം. അങ്ങനെ എന്താ പറയുക, എല്ലാവരെയും വിളിച്ചറിയിച്ച്, ബ്രദർ സിസ്റ്റർ, എൻ്റെ നാട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല, എല്ലാവരെയും വിളിച്ചറിയിച്ച് പാസ്സായി എന്ന് പറഞ്ഞ് എന്താ പറയുക, വീണ്ടും ബൈക്ക് എടുത്ത് പോയി ഒരു ചായ കുടിച്ച്. ഈ ഇത്രയും സമയം എടുക്കുന്നുണ്ടല്ലോ ഇതിനിടയിൽ, അപ്പം ഇതിനിടയ്ക്ക് നമ്മൾ പല ജോലി ചെയ്യുന്നുണ്ട്, ഏൺ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു പ്രോപ്പർ ക്വാളിഫിക്കേഷൻ കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നം. അതായത് ഇപ്പോൾ സാറിൻ്റെ കൂടെ +1 +2 പഠിച്ച പല ആൾക്കാരും ആ സമയത്ത് ഡിഗ്രി കഴിഞ്ഞ് ഗൾഫ് പോയിട്ടുണ്ടാവും, ചില ആൾക്കാർ ജോലി ചെയ്തിട്ടുണ്ടാവും. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണു, അപ്പുറത്ത് നമ്മുടെ കൂട്ടർ, പിന്നെ മാത്രമല്ല ബന്ധുക്കാരുടെ സാധനം ഉണ്ടാവുമല്ലോ ഈ സമയത്ത്. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ്. സാർ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത് എന്നുള്ളതായിരിക്കും. ഒരു മലപ്പുറം ജില്ലക്കാരൻ എന്നുള്ള രീതിയിൽ ഏറ്റവും വലിയ പ്രഷർ ഒരു ഏജ് എത്തുമ്പോൾ മാരേജാണ്. വലിയ പ്രഷറാണ്. ആണുങ്ങൾ ഇത്ര വയസ്സായ പെണ്ണ് കെട്ടണം എന്നാണ് അവിടുത്തെ ഒരു പോളിസി കുറേയൊക്കെ. സോ എൻ്റെ കൂടെ ഉള്ളവർ ആക്ച്വലി കല്യാണം കഴിക്കാൻ തുടങ്ങി. ഞാനെപ്പോഴും ഫൈനൽ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം വീട്ടിൽ വലിയ പ്രശ്നമില്ല, എന്താ പറയുക, ഇതില്ല. പക്ഷേ പുറത്തുനിന്ന് കാണുമ്പം എൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഓരോരുത്തർ കല്യാണം കഴിച്ചിങ്ങനെ പോകുന്നു. ഈവൻ ഞാൻ ഫൈനൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട്, അതായത് എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു ഫ്രണ്ടിന് കുട്ടി വരെ ആയി, കൊച്ചു വരെ ആയി. ആ കൊച്ചിന് ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു, ഒരു ഗിഫ്റ്റ് വരെ കൊണ്ടേ കൊടുത്ത്. സ്റ്റിൽ ഐ ആം സ്റ്റഡിങ് ഫോർ ഫൈനൽ. സോ പ്രഷറാണോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ കുറച്ച് പ്രഷർ, അതായത് നമ്മൾ എന്തോ ആവുന്നില്ലല്ലോ എന്നുള്ള ഒരു തോന്നൽ തോന്നും. ബട്ട് അവിടെ നിൽക്കരുത്. അതായത് പറ്റുമെങ്കിൽ എന്തെങ്കിലും അതർ ഏണിങ്സ് ചെയ്യാൻ നോക്കുക. അതായത് പഠനം മാത്രമല്ലാതെ ഡു സംതിങ് എൽസ് കൂടെ. ഈ മൾട്ടി ടാസ്കിങ് പോസിബിൾ ആണെങ്കിൽ, എനിക്ക് മൾട്ടി ടാസ്കിങ് പോസിബിളാണ്. ഞാൻ പറഞ്ഞില്ലേ, അതായത് ടിക്ടോക്ക് ചെയ്ത് പഠിച്ച്, സ്റ്റഡി ക്യാബ് മാനേജ് ചെയ്ത് പഠിച്ച്. സോ അത് എനിക്ക് പോസിബിളാണ്. അപ്പോൾ പോസിബിൾ ആണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു ഏൺ സം അതർ തിങ്സ്. ഒരുപാട് വേ ഉണ്ട്. അതായത് ഇപ്പോൾ ഒന്നുകിൽ ജോലി ചെയ്യാം, ജോലിയുടെ കൂടെ പഠിക്കാം മാനേജബിൾ ആണെങ്കിൽ. ഇൻ്റർ കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. അതായത് ഇൻ്റർ കഴിഞ്ഞ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് പഠനം ജോലിയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാം. അതല്ലാന്നുണ്ടെങ്കിൽ ടീച്ചിങ്, മെൻറ്ററിങ് തുടങ്ങിയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ എന്ത് ചെയ്യാം. സോ അതർ എന്തെങ്കിലും ഇപ്പോൾ അല്ലെങ്കിൽ കൺസൾട്ടിങ് ചെയ്യാം. പാർട്ടിക്കിൾഷിപ്പിൽ നല്ല നോളജ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഫ്രീലാൻസ് ആയിട്ട് എന്ത് ചെയ്യാം, ഇൻകം ടാക്സ് റിട്ടേൺ, GST റിട്ടേൺ. ഒരു GST റിട്ടേൺ മാസം ഫയൽ ചെയ്താൽ തന്നെ 1000 രൂപ ഏൺ ചെയ്യാം. ഒരു 10 കിട്ടിയാൽ തന്നെ 10,000 രൂപയില്ലേ. സോ സംതിങ് എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും എൻഗേജ്ഡ് ആവാൻ ശ്രമിക്കുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ പാരൻസ് സപ്പോർട്ട്. പാരൻസും കൂടി കുത്തി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് പിടിച്ചാൽ കിട്ടൂല, പിന്നെ ഭയങ്കര ഹെക്റ്റിക്കായിട്ട് ഫീൽ ചെയ്യും. സോ പാരൻസിനെ പറഞ്ഞ് സമ്മതിപ്പിക്കുക, മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളത്. പിന്നെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു വീട്ടിലെയും പ്രശ്നം എൽഡർ സൺ വിത്ത് CA വെരി ഡേഞ്ചറാണ്. ഞാൻ പറയും എൽഡർ ബോയ് അല്ലെങ്കിൽ എൽഡർ ഡോട്ടർ ബോയ്ക്കാളും എൽഡർ ബോയ്, മൂത്ത പയ്യനാണ് CA പഠിക്കുന്നത്. ഭയങ്കര ഡേഞ്ചർ ആക്ച്വലി അത്. കാരണം ഞാൻ യങ്ങർ വണ്ണായിരുന്നു, എനിക്ക് ആ പ്രശ്നമില്ല. വീട്ടിലെ റെസ്പോൺസിബിലിറ്റീസ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ CA പഠനവും ഇതെല്ലാം കൂടി മാനേജ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടായിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഡ്രോപ്പ് ചെയ്യലുണ്ട്. ഇൻ്റർവ്യൂ വെച്ചൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് ജോലിക്ക് വേണ്ടി പോവും, ഫൈനൽ പിന്നെ എഴുതൂല. സോ അത് കുറച്ച് ഡേഞ്ചറാണ്. അപ്പം സാമ്പത്തികമായിട്ടുള്ളൊരു അടിത്തറ കുറച്ചൊക്കെ ചിലപ്പോൾ ഒരു ഏജ് എത്തിക്കഴിഞ്ഞാൽ വേണ്ടി വരും. അതിപ്പോൾ ഫിനാൻഷ്യലി പാരൻസൊക്കെ ഓക്കെ ആണെങ്കിൽ വലിയ സീനില്ല. ഇപ്പോൾ ഫിനാൻഷ്യൽ ഇത് കുറവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നല്ല ബാധിക്കും, ചിലപ്പോൾ ഡ്രോപ്പ് ചെയ്യേണ്ട സാഹചര്യം വരും. പക്ഷെ അത് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, പാരലലി ചെറിയ രീതിയിൽ ഫുള്ളി ഡെഡിക്കേറ്റഡ് ആവരുത് ജോബിന്. ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ പഠനം കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ പഠനം കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ അതർ ഏണിങ്സും കൂടെ കൊണ്ടുപോവുക. പിന്നെ ഇപ്പം എന്താ, നമുക്കൊരു വിശ്വാസമില്ല നമ്മൾ ചെയ്യാവുന്നല്ലേ. ഇപ്പം എൻ്റെ വിശ്വാസം അതായിരുന്നു. ഇപ്പോൾ ഇവൻ തോറ്റാലും എൻ്റെ വിശ്വാസം അതായിരുന്നു, ഞാൻ ചെയ്യാവും. കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി പരിപാടി ഉള്ളൂ എന്നുള്ളത് ഞാൻ ആദ്യം ഡെഡിക്കേറ്റ് ചെയ്തിട്ടൊരു കാര്യമായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഒരു ഗ്രൂപ്പ് കംപ്ലീറ്റ് ചെയ്ത് അടുത്ത ഗ്രൂപ്പിനെ റൺ ചെയ്തുകൊണ്ടിരുന്നത്.
അപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഓടുക, അത്രേ ഉള്ളൂ. ആസ് സൂൺ ആസ് എർലി പോസിബിൾ പാസ്സാവാൻ. അതാ പറയാം, നിങ്ങൾ ഫെയിലിയർ നല്ലതാണെന്ന് വിചാരിച്ചിട്ട് കുറേ ഫെയിൽ ആവാൻ നിൽക്കരുത്. ഫെയിലിയർ നല്ലതാണ്, ബട്ട് റിപ്പീറ്റഡ് ഫെയിലിയേഴ്സ് ഒരിക്കലും നല്ലതല്ല. അത് ഏത് കാര്യത്തിലാണെങ്കിലും. ഒരു തവണ ഒക്കെ ഫെയിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഓക്കെ ആരൊക്കെ നമ്മളെ കൂടെ ഉണ്ട്, ആരൊക്കെ കൂടെ ഇല്ല, ഇതെവിടേക്ക് എത്തുക എന്താണെന്നുള്ളത്. പക്ഷേ റിപ്പീറ്റഡ് ഫെയിലിയേഴ്സ് മാനസികമായിട്ട് നല്ല തളർത്തും. അപ്പം നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല അവിടെ നിന്ന്. ഭയങ്കര ഡേഞ്ചറാണ്. ഇപ്പോഴത്തെ കാലത്തൊക്കെ ഇപ്പം പല കുട്ടികളും, ഇപ്പം കുറേ കുട്ടികളായിട്ട് എനിക്ക് ബന്ധമുണ്ട്. ആക്ച്വലി സ്റ്റഡി ക്യാബ് തുടങ്ങിയതിന് ശേഷം നടങ്ങിയ ഒരു സംഭവം. കുറേ കുട്ടികൾ വിളിക്കും ഓരോ ഇഷ്യൂസ് പറഞ്ഞിട്ട്. ഇപ്പോഴത്തെ കാലത്ത് ഞാൻ പറയുന്ന ഏറ്റവും വലിയൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്, റിലേഷൻഷിപ്പിലൊക്കെ പെട്ടിട്ട് CA കരിയർ ബ്രേക്ക് ആയിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. പകുതി വെച്ചിട്ട് ബ്രേക്കായി പോയിട്ട് പിന്നെ ആഫ്റ്റർ 2 years 3 years ഒക്കെ വേസ്റ്റ് ചെയ്തിട്ട് പിന്നെ CAക്ക് തിരിച്ചു വരും. സോ അതൊക്കെ പോയി. ഇനിയിപ്പോൾ ഇനി പറയാനില്ല. ഇനിയിപ്പോൾ അത്രയും കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് വീണ്ടും പാസ് ഔട്ടായിട്ട് എടുക്കാമെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഡേഞ്ചറാണ്. സോ ഈ ഒരു പഠനകാലത്ത് റിലേഷൻഷിപ്പ് നല്ലതല്ല എന്നാണ് ഞാൻ പറയൽ. ഫസ്റ്റ് പ്രയോറിറ്റി CA ആയിരിക്കണം, അല്ലെങ്കിൽ വല്ല മ്യൂച്വലി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ആളായിരിക്കണം. അതായത് റിലേഷൻഷിപ്പിന് വേണ്ടത് എന്താ? സമയമാണ്. രണ്ടാൾക്കും സമയം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം. ഇവിടെ വേണ്ടത് എന്താ? സമയമാണ്. CAക്ക് അത്യാവശ്യം സമയം ഇരുന്ന് പഠിക്കണം. ഏതിന് കൊടുക്കും സമയം? പാർട്ട്ണർക്ക് കൊടുക്കുമോ അതോ CAക്ക് കൊടുക്കുമോ എന്നുള്ളത് വെരി ഡൗട്ട്ഫുൾ തിങ്ങാണ്. അപ്പോൾ മാനേജബിൾ ആയിട്ട് ഉള്ള കാണുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അതർവൈസ് അത് ഭയങ്കരമായിട്ട് ബാധിക്കും. അതായത് മെൻ്റൽ സ്റ്റെബിലിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ പഠിത്തത്തിന്. അപ്പം ഈ റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ തന്നെ ചിലപ്പോൾ മെൻ്റൽ സ്റ്റെബിലിറ്റി, അപ്പോൾ എല്ലാവരും പറയും ഞാൻ റിലേഷൻഷിപ്പിന് എതിരാണ്, നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അനുഭവം കൊണ്ടല്ല, കാരണം എനിക്ക് ഒരാൾക്കാർ അനുഭവം അറിയാം. അങ്ങനെ ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി ഓക്കെ ആവാതെ പഠിച്ചിട്ട് കാര്യമില്ല. അപ്പം അത് വെരി ഇമ്പോർട്ടൻ്റ്. അത് ഞാൻ കുട്ടികളോട് പറയും, നിങ്ങൾ ഈ സമയത്ത് എന്ത് ചെയ്യണ്ട, അത് ബേസിക്കലി ഇൻ്റർ അല്ലെങ്കിൽ ആ ഫൗണ്ടേഷൻ സമയത്തൊന്നും ഇതിലൊന്നും പോകരുത്. ആർട്ടിക്കിൾഷിപ്പ് സമയത്തൊക്കെ നോക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ പിന്നെ മുരട്ട് സിംഗിളായി മാറും, ആരും ഇല്ലാതാവും. കാരണം ഞാൻ പഠിക്കുകയാണ്, എനിക്ക് ആരും വേണ്ട, ആദ്യം പഠിത്തം പിന്നെ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞ് നടക്കുകയെന്നുണ്ടെങ്കിൽ കണ്ടുപിടുത്തം മാത്രമാവും. അല്ല, എപ്പോഴും ഇത് പഠിത്തം മാത്രമാവും, കണ്ടുപിടുത്തം ഉണ്ടാവില്ല. എല്ലാവരും എൻഗേജ്ഡ് ആവാൻ തന്നെ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്നില്ല. ദാറ്റ് മീൻസ് പഠനത്തിനായിരിക്കണം പ്രയോറിറ്റി. അല്ലെങ്കിൽ പിന്നെ പേഴ്സണൽ തിങ്സ് ഡസ് നോട്ട് അഫക്റ്റ് സ്റ്റഡീസ്, അങ്ങനെ പോകണം. പേഴ്സണൽ തിങ്സിൻ്റെ വൈക്ക് പോട്ടെ, പഠനത്തിൽ ഞാൻ അവിടെ വീക്കയില്ല. അപ്പോൾ അവൾ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, കുഴപ്പമില്ല, പഠനം ഞാൻ ഒഴിവാക്കില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വേണം. അത് ഞാൻ എടുത്ത് പറയുന്നത്, കാരണം ഇപ്പം ഞാൻ ഒരുപാട് സിറ്റുവേഷൻസ് അങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് കുട്ടികളെ. കാരണം ഈ ഒരു സ്റ്റേജിൽ കൂടെ പോയിട്ട് ഇങ്ങനായി ഒരുപാട് കുട്ടികൾ അങ്ങനെ കരിയർ ബ്രേക്കായി പോയിട്ടുണ്ട്. അത് ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും. ഓക്കെ, മനസ്സിലായി. സാർ ഇപ്പോൾ CA ആണ്, CAൻ്റെ ക്ലാസ് എടുക്കുന്നുണ്ട്, CMAക്കും ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു ചോദ്യം, CA ഓർ CMA, മമ്മൂട്ടി ഒരു മോഹൻലാൽ എന്നൊക്കെ ചോദിക്കുന്ന പോലെ ഇത് ആക്ച്വലി ഇതൊരു കോൺട്രവേഴ്ഷ്യൽ തിങ്ങാണ്. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ CAക്കാർ പറയും CMA അത്ര വെറുത്തല്ല. ഓക്കെ, CMAക്കാർ പറയും CA മാത്രമല്ല ഞങ്ങൾ ഒരുപോലെയാണല്ലോ എന്ന് പറയും. ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കമൻറ്റിൽ അങ്ങേയറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റ് ആയിരുന്നു. ഞങ്ങളാണ് സൂപ്പർ. ആക്ച്വലി സ്പീക്കിംഗ്, എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ സിലബസ് ആർ സെയിം. രണ്ടിലും പഠിക്കാനുള്ള കണ്ടൻറ്റ് സെയിം, ഏകദേശം സെയിമാണ് കണ്ടൻറ്റ്. ഒന്ന് ഈസിയാണ്, ഒന്ന് ടഫാണെന്നില്ല കണ്ടൻറ്റ് വൈസ്. പക്ഷേ എക്സാം വൈസ് ഈസി CMA. ക്രാക്ക് ചെയ്യാൻ ഒന്നും കൂടെ എളുപ്പം CMA ആണ്. അതിപ്പം CMAയുടെ ഫൗണ്ടേഷൻ റൂട്ടാണെങ്കിലും വളരെ എളുപ്പമാണ്. ഇപ്പം ഇൻ്റർ ആണെങ്കിലും എക്സാം വൈസ് പാറ്റേണൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ CAൻ്റെ അത്ര ടഫല്ല. പക്ഷേ CA അത്യാവശ്യം എക്സാം വൈസ് പാറ്റേണൊക്കെ ടഫാണ്. കണ്ടൻറ്റ് സെയിമാണ്. അതായത് സിലബസ് പഠിക്കാനുള്ള ഇപ്പം ഞാൻ ഇൻഡയറക്റ്റ് ടാക്സ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ CAക്ക് പഠിപ്പിക്കുന്നതും CMAക്ക് പഠിപ്പിക്കുന്നതും ഒരേ സാധനം, സെയിം സാധനം. പക്ഷേ എക്സാം സ്റ്റൈൽ വ്യത്യാസമുണ്ട്. അതിലാണ് ഇതിൻ്റെ പോയിൻ്റ് എടുക്കുന്നത്. അപ്പം CA = CMA എന്ന് പറയുന്ന ആളാണ് ഞാൻ, ബൈ ടോപ്പിക് വൈസ്, കണ്ടൻറ്റ് വൈസ്. പക്ഷേ എക്സാം വൈസ് CA ഈസ് ഗ്രേറ്റർ ദാൻ CMA എന്ന് പറയും. ആൻഡ് ഒറ്റ വ്യത്യാസം ഇവർ തമ്മിലുള്ളൂ. അതായത് പ്രാക്ടീസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ CA കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യാം, CMA കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യാം. ഇൻകം ടാക്സ് ഓഡിറ്റ് CAക്ക് മാത്രമേ ഇപ്പോൾ പറ്റുള്ളൂ, CMAക്ക് പറ്റില്ല. പക്ഷേ ഉടനെ തന്നെ CMAക്ക് പറ്റും എന്ന് തന്നെ പറയുന്നുണ്ട്. കാരണം അതിന് വേണ്ടിയിട്ടുള്ള മുറവിളി കൂട്ടുന്നുണ്ട് CMA. സോ ഉടനെ ചിലപ്പോൾ അത് കിട്ടുമായിരിക്കാം. അത് കിട്ടിക്കഴിഞ്ഞാൽ CAക്കാർക്ക് ഒരു അടിയാണ് ആക്ച്വലി അത്. കാരണം CA ഈസ് പ്രയോറിറ്റി ഓൺ ദി ബേസിസ് ഓഫ് ഈ പറഞ്ഞ കേസിൽ ഇൻകം ടാക്സ് ഓഡിറ്റ് ഞങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നടക്കുന്നതാണ് CA. അപ്പോൾ ആ ഒരു പ്രയോറിറ്റി പോയി കഴിഞ്ഞാൽ ചിലപ്പം അത് എന്താ പറയുക, ഒരു വീക്ക് പോയിൻ്റ് ആയിരിക്കാം. പക്ഷേ അത് ആവോ ഇല്ലെന്ന് അറിയില്ല. ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൾ അവരുടെ കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ ആണത്. അത് ആവുമെന്ന് പറയുന്നുണ്ട്, CMAക്ക് ടാക്സ് ഓഡിറ്റ് കൊടുക്കും എന്ന് പറയുന്നുണ്ട്. അപ്പം ഓരോന്ന് CA ആണെങ്കിലും CMA ആണെങ്കിലും CS ആണെങ്കിലും അവരുടെ ഒരു യുണീക്നെസ് ഉണ്ട്. അതായത് CAക്ക് ഒരു യുണീക്നെസ് ഉണ്ട്, അവർ പഠിക്കുന്ന സാധനങ്ങൾ. ഇപ്പം CMA കൂടുതൽ ഇപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് കുട്ടികൾ ഈ പറഞ്ഞ കോസ്റ്റിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവരുടെ പണി എന്താ വെച്ച് കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് സെക്ടേഴ്സിൽ MRP ഫിക്സേഷനൊക്കെ ഇല്ലേ, അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ MRP ഫിക്സ് ചെയ്യുന്ന നല്ല രസമുള്ള ജോബാണത്. അത് CMAക്കാർ ചെയ്യുന്ന ജോബാണത്, MRP ഫിക്സേഷനൊക്കെ. ഇപ്പം ഞങ്ങളെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫിനാൻഷ്യൽ അനാലിസിസ്, ഒരു ഫിനാൻസ് മാനേജ്മെൻറ്റ്, ഈ പറഞ്ഞ ടാക്സിൻ്റെ ഏരിയ, കംപ്ലയൻസസ്, ഇതൊക്കെ നോക്കുന്നതായിരിക്കും. കോസ്റ്റിംഗ് റിലേറ്റഡ് സാധനങ്ങളാണ് കൂടുതൽ CMAക്കാർ ചെയ്യുക. അപ്പം ലീഗൽ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനിയുടെ സാധനങ്ങളാണ് CS ചെയ്യുക, കമ്പനി സെക്രട്ടറി. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ ഡ്യൂട്ടി ഉണ്ട്.
പിന്നെ എന്താ വെച്ചാൽ നമ്മൾ എടുക്കുന്ന സ്പെഷ്യലൈസേഷൻ. അപ്പോൾ ഈ ഡോക്ടർ ആയി കഴിഞ്ഞാൽ ചില ആൾക്കാർ പീഡിയാട്രീഷ്യൻ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെത് അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്യില്ലേ, സെയിം ലൈക്ക് സി എക്കും അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്യാമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഞാൻ ജോബിന് വേണ്ടി നോക്കുകയാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി നോക്കുക ഇൻഡയറക്റ്റ് ടാക്സ് ഫീൽഡായിരിക്കും. കാരണം എനിക്ക് ഗ്രിപ്പുള്ള ഫീൽഡ് അതാണ്. സോ ഞാൻ എന്ത് ചെയ്യും, ഇൻഡയറക്റ്റ് ടാക്സ് ഫീൽഡിലേക്ക് എനിക്ക് ഫോക്കസ് ചെയ്ത് പോകാം. അതിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സിൽ ഫോക്കസ് ചെയ്യാൻ രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇനി അതല്ല റിസ്ക് മാനേജ്മെൻറ്റ് ആണെങ്കിൽ അതിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആണെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്ത് പോകാം. സോ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാം ഒരു ഫീൽഡ്. അത് സി എക്ക് ഏറെ പാടെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല എൻ്റെ ഫീൽഡ് ഏതാണെന്നുള്ളത്. ആർട്ടിക്കിൾഷിപ്പ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ എനിക്ക് മനസ്സിലായി ആർട്ടിക്കിൾഷിപ്പ് സമയത്ത് എനിക്ക് ഗ്രിപ്പുള്ള ഫീൽഡ് ടാക്സ് ആണ്. അപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ സാറ് ആക്ച്വലി ഓഫീസ് നിർത്തി. എൻ്റെ ആർട്ടിക്കിൾഷിപ്പൊക്കെ കഴിഞ്ഞ് ആഫ്റ്റർ 2 years സാർ ഓഫീസ് നിർത്തി. കാരണം സാറിന് ടാക്സ് റിലേറ്റഡ് മാറ്റേഴ്സിന് വലിയ താല്പര്യമില്ല. സാർ ആഫ്റ്റർ ദാറ്റ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൺസൾട്ടിങ് സ്ഥാപനം തുടങ്ങി. അതായത് സാറിന് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റാണ് ഇഷ്ടം. സാർ ആഫ്റ്റർ ദാറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൺസൾട്ടിങ് ആയി. കാരണം സാറിന് ഇഷ്ടമുള്ള ഫീൽഡ് അതാണ്. അപ്പം ആ ഫീൽഡിലോട്ട് പോയി ആളിപ്പോൾ ചെയ്യുന്നത് ഷെയർ മാർക്കറ്റ്, മറ്റേ ബ്രോക്കറേജ് സർവീസ്, ഇൻഷുറൻസിൻ്റെ സർവീസ്, ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആളുടെ ഫീൽഡ് മ്യൂച്വൽ ഫണ്ട്, ഇതിൻ്റെയൊക്കെ കൺസൾട്ടിങ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരാളുടെ അടുത്ത് ഫണ്ട് ഉണ്ട്, ആ ഫണ്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന പരിപാടിയാണ് ആൾ ചെയ്യുന്നത്. അതൊരു ഡിഫറെൻറ്റ് ഫീൽഡ്, റിസ്ക്കാണ് കുറച്ചും കൂടി. കാരണം ആ ഫണ്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടെയും പണിയല്ലേ. ഒരു വെൽത്ത് മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു സംഭവമാണ് ഇപ്പോൾ ആൾ ചെയ്യുന്നത്. അപ്പം നമ്മൾക്ക് ഇഷ്ടമുള്ള ഫീൽഡ് ചൂസ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. ഇത് CMA-യിലേക്ക് വരുമ്പോഴും ഈ കൺസൾട്ടിംഗ് എന്ന് പറയുന്ന ആ മേഖലയുണ്ട്. CMA പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. CMA-യിൽ കോസ്റ്റ് ഓഡിറ്റ് ഈ പറഞ്ഞ CMA ഒക്കെ ചെയ്യാൻ പറ്റാം. പക്ഷേ കോസ്റ്റ് ഓഡിറ്റ് ലിമിറ്റേഷൻ ഉണ്ട്, ഇൻഡസ്ട്രീസ് അധികം വേണം. ഇപ്പോൾ നമ്മളെ കേരളത്തിൽ ഇൻഡസ്ട്രീസ് ഇല്ല, മാനുഫാക്ചറിങ് സെക്ടേഴ്സ് കുറവല്ലേ, കാരണം ഇവിടെ ലേബർ ചാർജ് കൂടുതലാണ്. ഇപ്പം അങ്ങനത്തെ ഒരുപാട് കേസ് ഉണ്ട്. അപ്പോൾ ഈ അങ്ങനെ നോക്കുമ്പോൾ കുറച്ചും കൂടി നോർത്ത് സൈഡൊക്കെയാണ് ഈ പറഞ്ഞ ഇൻഡസ്ട്രി സെക്ടേഴ്സ് വരുന്ന ഏരിയയിലാണ് CMA കുറച്ചും കൂടി ബെറ്റർ ആവും. CMAക്ക് കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. അപ്പോൾ അല്ല ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. ഇവിടെ ഇപ്പം GST, ഇൻകം ടാക്സ് എല്ലാം ചെയ്യാം. അപ്പോൾ ഈവൻ കമ്പനി ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ CAക്ക് ചെയ്യാം, CMAക്ക് ചെയ്യാം, CS ചെയ്യാം. ഈ രണ്ടുപേർക്കും ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഏരിയാസ് ഉണ്ട്. ഒരിക്കലും ഒന്ന് ബെറ്റർ ഒന്ന് മോശം എന്നില്ല. അവർക്ക് അവരുടേതായ റെസ്പോൺസിബിലിറ്റി, അവരുടെ ഡ്യൂട്ടീസ് ഉണ്ട്. അപ്പം അങ്ങനെ ഇപ്പോൾ ഇവിടെ എറണാകുളം ആണെങ്കിലും ഇപ്പം കൊച്ചി, ഇവിടെ കാലിക്കറ്റ് ആണെങ്കിലൊക്കെ ഒരുപാട് ഈ പറഞ്ഞ CMA പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, CMA ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പം ഒരു കുട്ടി CA വേണോ CMA വേണോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയാണെങ്കിൽ അതിലൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാർ ആ കുട്ടിയോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ എന്തായിരിക്കും, എന്തൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ഇതിലേക്ക്? ഇപ്പോൾ സാർ ഒരു കാര്യം പറഞ്ഞു, എൻ്റെ എക്സാമിൻ്റെ ഒരു ടഫ്നെസ്, പക്ഷേ അതല്ലാതെയും ഇൻക്ലൂഡ് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും, എന്തൊക്കെ ചോദ്യങ്ങൾ സ്വയം ചോദിക്കേണ്ടി വരും ഞാൻ ഇതിൽ ഏത് കോഴ്സ് എടുക്കണം എന്നുള്ളതിന്? ഒന്ന് പറയാനുള്ളത്, ഇപ്പോൾ കുറേ കുട്ടികൾ ഇത് ചൂസ് ചെയ്യുന്നത് CA വേണ്ട, ടഫാണ്, CMA എടുക്കാൻ ഈസിയാണ്. അങ്ങനെ ഇല്ല, രണ്ടും ഒരുപോലെ തന്നെയാണ് പഠിക്കാൻ. കുറേ കുട്ടികൾ അങ്ങനെ എടുക്കുന്നവരുണ്ട്. അങ്ങനെ എടുക്കരുത്. നമ്മളുടെ ഒരു ഇപ്പം നമുക്ക് ഇൻഡസ്ട്രിയൽ മേഖല, അപ്പോൾ ഈ ഏരിയയിലെ കോസ്റ്റിങ്ങിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസൊക്കെയാണ് കൂടുതൽ ഇഷ്ടം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, CMA ചൂസ് ചെയ്യുക. അതർവൈസ് ഒരു CFO ലെവലിലൊക്കെ ഇരിക്കാൻ, അല്ലെങ്കിൽ ഈ ഫിനാൻഷ്യൽ അനാലിസിസ്, ഈ പറഞ്ഞ ബാലൻസ് ഷീറ്റ് ചെയ്യാൻ അങ്ങനത്തേലൊക്കെ കൂടുതൽ നോക്കാൻ, അങ്ങനത്തെ ഒരു റിപ്പോർട്ടിംഗ് മേഖലയിലൊക്കെയാണ് കൂടുതൽ ഇഷ്ടം എന്നുണ്ടെങ്കിൽ CA ചൂസ് ചെയ്യുക. ടാക്സേഷൻ മേഖലയിലൊക്കെയാണെന്നുണ്ടെങ്കിൽ, അതായത് ഫസ്റ്റ് നമ്മൾ അസസ് ചെയ്യേണ്ടത് ഈ പഠനം കഴിഞ്ഞിട്ട് നമ്മൾ എത്തേണ്ട മേഖലയെ കുറിച്ച് ചെറിയൊരു അനാലിസിസ് വേണം. അപ്പം ഏതൊരു കോഴ്സ് എടുക്കുമ്പോഴും ഇത് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതിൻ്റെ കുറച്ചൊരു കാര്യങ്ങൾ നമ്മൾ അറിയണ്ടേ. അപ്പോൾ അങ്ങനെ CMA കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് നോക്കുക, CA കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇതിൽ എനിക്ക് ഗ്രിപ്പുള്ള ഫീൽഡ് ഏതാണോ അത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ CS ചൂസ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്, CS നോക്കി ചൂസ് ചെയ്യുന്നവരുണ്ട്. കാരണം അവർക്ക് ഈ പറഞ്ഞ ലീഗൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുമാണ് കൂടുതൽ താല്പര്യം. ഇപ്പം ഒരു കമ്പനി സെക്രട്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ളത് നിർബന്ധം. അപ്പോൾ അവരുടെ പണി എന്ന് വെച്ചാൽ കംപ്ലയൻസസ് നോക്കുന്നത്, കമ്പനിയുടെ കംപ്ലയൻസ് ഒക്കെ കറക്റ്റ് തന്നെ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ, അത് ഇഷ്ടമുള്ളവരുണ്ട്, അങ്ങനെ ചൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമ്മളുടെ ഇഷ്ടം നോക്കി നമ്മൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് ചൂസ് ചെയ്യുക എന്നുള്ള ഒരു, ഇപ്പം ചില ആൾക്കാർ വെറുതെ റെപ്യൂട്ടേഷൻ മാത്രം അങ്ങനെയല്ല, അപ്പോൾ CA ആയിക്കഴിഞ്ഞാൽ ഞാൻ CA അല്ലേ, അങ്ങനെ നോക്കുന്നവരുണ്ട് കേട്ടോ. ചില ആൾക്കാർ CA അങ്ങനെ ഒരു നോക്കുന്നവരുണ്ട്. അതിനപ്പോൾ CA മുമ്പും CA കഴിഞ്ഞതിൻ്റെ ശേഷം എനിക്ക് കിട്ടുന്ന തന്നെ മനസ്സിലാവും. പിരിവാരുടെ എണ്ണമൊക്കെ കൂടി വീട്ടിൽ, മറ്റേ പിരിവാർ അങ്ങനെ വരാറില്ലായിരുന്നു. ഇപ്പോൾ CA-കാരനുണ്ടെന്ന് പറഞ്ഞിട്ട് പിരിവാർ വരും. ഇപ്പോൾ +2 കഴിഞ്ഞ് CA-യിലേക്ക് വരുന്നവരുണ്ട്, ഡിഗ്രി കഴിഞ്ഞ് വരുന്നവരുണ്ട്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് വരുന്ന ഒരാൾക്ക് ഓൾറെഡി അവരുടെ ഒരു 3 വർഷം അവർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കരിയറിൻ്റെ, അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫിൻ്റെ പ്രധാന ഭാഗം കഴിഞ്ഞു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇനി അങ്ങോട്ട് ജോലിയൊക്കെ എടുക്കേണ്ട പ്രായമാണ്. ഇപ്പോൾ വീണ്ടും ഒരു 3 വർഷം പഠിക്കാൻ വേണ്ടി വരികയാണ് അവർ. അങ്ങനെ വരുന്നവരോട് സാറിന് എന്താ പറയുള്ളത്? അവിടെ ഒരു എന്തായാലും ടെൻഷൻ ഉണ്ടാവുമല്ലോ ഇവർക്ക്. അപ്പം +2 കഴിഞ്ഞ് ചെയ്താൽ മതിയായിരുന്നു, ഇപ്പം ഞാൻ വൈകിയില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. എന്താണ് സാറിന് ഡിഗ്രി കഴിഞ്ഞ് CA എടുക്കാൻ വരുന്നതിനോട് പറയുള്ളത്? അതിൽ മെയിനായിട്ട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എന്നോട് ഇങ്ങനെ ചോദിക്കുന്നവരുണ്ട്, ഞാൻ +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് പോകണോ ഡയറക്റ്റ്ലി CAക്ക് വരണോ, അത് വെച്ച് തുടങ്ങാം. ഇത് നമുക്ക് അങ്ങനെ പറയാം. അപ്പം ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു ഹാവ് എ സ്റ്റേബിൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഏകദേശം ഓക്കെയാണ്, കുറച്ച് ഡിലേ ആയാലും കുഴപ്പമില്ല CA ആവാൻ എന്നുള്ളൊരു കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ ചൂസ് ഡിഗ്രി.
കാരണം വെച്ചാൽ കോളേജ് ഈസ് കോളേജ്, അത് വേറെ എവിടെയും കിട്ടില്ല. അപ്പോൾ കോളേജ് ലൈഫ് വേണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റും കൂടി ഉണ്ടെങ്കിൽ ടു ഡിഗ്രി. ഒരിക്കലും പിന്നീട് വന്നിട്ട് റിഗ്രറ്റ് അടിക്കരുത് കോളേജ് കിട്ടിയില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അതായത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും കൂടി ഓക്കെയാണ്. കാരണം 3 വർഷമാണ് നമ്മളവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫോർ എൻജോയ്മെൻറ്റ്. ഡിഗ്രി പറഞ്ഞാൽ അറിയാമല്ലോ, കോളേജ് ഈസ് ലൈക്ക് എൻജോയ്മെൻറ്റ് ടൈപ്പാണ്. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ജസ്റ്റ് ഗോ വിത്ത്. പിന്നെ ഡിഗ്രിയിൽ അത്യാവശ്യം ഈ എൻജോയ്മെൻറ്റിൻ്റെ കൂടെ തന്നെ നിങ്ങൾ അത്യാവശ്യം പഠിക്കാനും തയ്യാറാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് യു ലോട്ട് ഇൻ ഇൻ്റർ. സി എയിൽ നല്ല ഇൻ്ററിൽ നല്ല ഹെൽപ്പ് ചെയ്യും. സി എം എയിലാണെങ്കിൽ ഞാൻ കണ്ടിടത്തോളം ഈ പറഞ്ഞ ഡിഗ്രി റൂട്ടിലൂടെ വന്ന സി എ ഇൻ്റർ സി എം എ സ്റ്റുഡൻസ് ഒക്കെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഒക്കെ പാസ്സായി പോയിട്ടുണ്ട്. ബികോം എടുത്ത കാര്യം പറയുന്നത്. കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അങ്ങനെ ഡിഗ്രി കഴിഞ്ഞ് വന്നവരൊക്കെ അധികം അറ്റംപ്റ്റ് എടുക്കാതെ തന്നെ വേഗം പാസ്സായിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ കാര്യം ഏകദേശം ഓൾമോസ്റ്റ് തിങ് ഒരു ഡിഗ്രി മര്യാദക്ക് പഠിച്ചവരെ കുറിച്ചാണ് പറയുന്നത്, എൻജോയ് ചെയ്ത ആൾക്കാരെ കുറിച്ചല്ല പറയുന്നത്. കുറച്ചൊക്കെ അത്യാവശ്യം നോളജുള്ള ആൾക്കാർ ഇൻ്ററിൽ അങ്ങനെ കഷ്ടപ്പെടാറില്ല, അവർ പെട്ടെന്ന് തന്നെ ക്വാളിഫൈഡ് ആയി പോകും. പിന്നെ അവർക്ക് ഒച്ച നോക്കേണ്ടി വരെ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനലിൽ മാത്രമാണ്. അപ്പം അതൊരു നല്ല റൂട്ട് തന്നെയാണ്, ഒരിക്കലും മോശം എന്നല്ല. ഇറ്റ്സ് എ ഗുഡ് തിങ് ആക്ച്വലി. ഡിഗ്രി ഇപ്പോൾ 4 ഇയർ ആയതുകൊണ്ട് കുറച്ചും കൂടി ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി 4 വർഷം അതിന് വേണ്ടി കൊടുക്കണം എന്നുണ്ട്. പക്ഷേ ഇത് കോളേജ് ലൈഫ് എൻജോയ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ജീവിതം ഇമ്പോർട്ടൻ്റ് ആണല്ലോ. നമ്മൾ ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ പറഞ്ഞ ജീവിക്കാൻ മറന്നു പോയിരുതെന്ന് പറയും, അത് ചെയ്യരുത്. ഇപ്പം ഒരുപാട് ആൾക്കാർ ചെയ്യുന്നത്, ഇവൻറ്റോ ഞാനടക്കം ചെയ്തൊരു കാര്യമാണ് ജീവിക്കാൻ മറന്നുപോയി എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം പഠനം മെയ് നവംബർ ഈ പറഞ്ഞ എക്സാം ടാർഗറ്റ് ചെയ്യുക, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, ഇത് മാത്രമാണ് പോകുന്നത്. അതിൻ്റെ ഇടയിൽ വേറൊരു ടൈപ്പ് ഓഫ് എൻജോയ്മെൻറ്റ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നെഗറ്റീവായിട്ട് പറയല്ല, പക്ഷെ അത് ഇപ്പം ഞാൻ പിള്ളേരോട് പറയില്ല. അതായത് ഇപ്പോൾ ഒരു കല്യാണം വന്ന് പല ആൾക്കാരും പറയും കല്യാണത്തിന് പോലും പോവാതെ നിങ്ങൾ എന്ത് ചെയ്യണം, സി എ പഠിക്കണം. വേണ്ട, എമർജൻസി സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ പോകാതിരുന്നാൽ മതി, എക്സാം ടൈമൊക്കെ ആണെങ്കിൽ. അല്ലാത്ത സമയമാണെങ്കിൽ പൊക്കോ, കുഴപ്പമൊന്നുമില്ല, പോയിട്ട് തിരിച്ചു വന്നാൽ മതി. ബട്ട് യൂട്ടിലൈസ് ദാറ്റ് ഡേ. കംപ്ലീറ്റ്ലി കല്യാണത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യരുത്, ആ ദിവസം പഠിച്ചിട്ടുണ്ടായിരിക്കണം, അത്രയേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ മൊത്തം കംപ്ലീറ്റ്ലി ഒരു ഇതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ട് പിന്നെ ലാസ്റ്റ് പോയിട്ട് നിങ്ങൾ ഇതൊന്നും ആയില്ലല്ലോ എന്ന് തോന്നരുത്. ആൻഡ് മേക്ക് സം ബഞ്ച് ഓഫ് ഫ്രണ്ട്സ്. ഞാൻ ചെയ്യാത്ത മറ്റൊരു കാര്യമാണ് ഫ്രണ്ട്സിനെ ഡെവലപ്പ് ചെയ്തില്ല എന്നുള്ളത്. ഒരു സെൽഫിഷ് ടൈപ്പ് ഫോർ സ്റ്റഡി പർപ്പസിന് ഞാൻ കൂടുതലും എന്നെ തന്നെ ഫോക്കസ് ചെയ്ത് എനിക്ക് ഞാൻ മതി, ഞാൻ തന്നെ ഇത് ബെറ്റർ ആക്കാന്നുള്ള അങ്ങനെ ഫോക്കസ് ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. വേറെ ആരായിട്ടും കോൺടാക്റ്റ് വെക്കൂല. സി എ നെഗറ്റിവിറ്റി വരുന്നു വിചാരിച്ചിട്ടാണ് വെക്കാത്തത്. വേറെ ഉള്ളവരോട് വെച്ച് കഴിഞ്ഞാൽ എടാ നീ എത്ര പഠിച്ചടാ, ഞാൻ എത്ര പഠിച്ച്, നീ അങ്ങനെ പഠിച്ചത് അങ്ങനെ പറയുന്നു, ഞാൻ അതായിരുന്നു ദിവസം. അപ്പം അങ്ങനെ ചെയ്യരുത്. ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റഡി സർക്കിൾ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ബിൽഡ് ചെയ്യുക, ഈ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക നിങ്ങൾ തമ്മിൽ തന്നെ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പഠനം മാത്രമല്ല, പഠനം കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോബ് റിലേറ്റഡ് ആയിട്ട് റെഫറൻസ് കിട്ടാനും പുതിയ ഫീൽഡ് കിട്ടാനും ഇതിനൊക്കെ അത് ഭയങ്കര ഹെൽപ്പ് ചെയ്യും ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റഡീസിന്. ഇപ്പോൾ ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസ് എടുത്തപ്പോൾ തന്നെ അവിടെ ഒരു 6 കുട്ടികളുണ്ടായിരുന്നു. ഈ 6 കുട്ടികളും ആക്ച്വലി ഡിഗ്രി കഴിഞ്ഞ് വന്നവരാ. അവർ 6 ആൾക്കാരും പല പല സ്ഥലത്തുള്ളവരാണ്. ഇവർ ആക്ച്വലി ഒരു കോൺടാക്റ്റ് ക്ലാസ്സിൽ നിന്ന് കിട്ടിയിട്ട് ഇവർ 6 ആളും ഒരു വാടക വീടെടുത്ത് താമസിക്കാൻ തുടങ്ങി. അതിന് എന്ത് ചെയ്ത് ഇവർ പഠിക്കാൻ തുടങ്ങി. ഒരു കളി ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കളിയുണ്ട്, പഠിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പഠിക്കും. ഇൻസ്റ്റിറ്റ്യൂട്ട് യൂസ് ചെയ്തിട്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിക്കും. ഞാൻ കണ്ടിട്ടുണ്ട് അവർ രാവിലെ പുലർച്ചെ 5 മണി വരെയൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ടായില്ല. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് അലോ ചെയ്തിട്ടുണ്ട് പഠിക്കാൻ, അവിടെ ഇരുന്ന് പഠിക്കും. ഇവർ എൻ്റെ കൂടെ വരും, ചായ അടിക്കാനൊക്കെ ഉണ്ടാവും. എൻ്റെ ഒരു ഫ്രണ്ട്സ് പോലെ തന്നെയാണ് ഈ ആൾക്കാർ, ഈ സർക്കിൾ. ഇവരൊക്കെ പാസ്സായി. അതായത് ഇവർ കോളേജ് ചെയ്ത് വന്നവരാ. അതായത് കറക്റ്റ് റൂട്ടീനിൽ ഇവരെന്ത് എൻജോയ് ചെയ്യുന്നതുകൊണ്ട് കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ ട്രിപ്പൊക്കെ പോകാറുണ്ട്. ഒരു 6 ആൾക്കാർ കൂടി ട്രിപ്പൊക്കെ പോകും. ഞാൻ അടുത്ത എക്സാം കഴിഞ്ഞിട്ട് എന്നോട് എന്താ പറയുക നമുക്ക് ട്രിപ്പ് പോകണം, എന്നെ വിളിച്ചിട്ടുണ്ട് ട്രിപ്പ് പോകാൻ. അപ്പോൾ അവർ ഫസ്റ്റ് ഗ്രൂപ്പ് എല്ലാം പാസ്സായി. അപ്പോൾ അവർ സെക്കൻഡ് ഗ്രൂപ്പ് എഴുതിയിട്ടുണ്ട് ഓൾറെഡി, CMA പഠിക്കുന്നത്. അപ്പം അതാ പറഞ്ഞത്, അതായത് എല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളുടെ ഇവർ തമ്മിൽ പഠിക്കുക. അതായത് ഇവർ തമ്മിൽ എന്ത് ചെയ്യും, ഒരാളിങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആക്ച്വലി. അത് അങ്ങനെ ചെയ്യുക. അങ്ങനെ അപ്പോൾ ഞാൻ ഇപ്പോൾ എല്ലാവരോടൊക്കെ പറയും നിങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഒരു ബിൽഡ് ചെയ്യും. അപ്പം അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇന്നലെ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു, ആൾ ACCA പഠിക്കുന്നത്. അപ്പോൾ ACCA പഠിച്ചപ്പോൾ ആൾ ഞാൻ കൊമേഴ്സ് കഴിഞ്ഞിട്ട് തന്നെയാണ് സാറേ ACCA എടുത്തത്, പക്ഷേ എനിക്ക് ക്ലാസ്സിലെടുക്കുന്ന വലിയ വ്യക്തമാവാത്ത പോലെ, അക്കൗണ്ട്സൊക്കെ എന്തോ പോലെ, എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ ഞാൻ ചോദിച്ചു എല്ലാവർക്കും ഇഷ്യൂ ഉണ്ടോയെന്ന് ചോദിച്ചു. ഇല്ല, എല്ലാവർക്കും ഇഷ്യൂ ഇല്ല, എനിക്ക് മാത്രമേ ഇഷ്യൂ. ഞാൻ പറഞ്ഞു ഈ ഒരു കാര്യം ചെയ്യും, എൻ്റെ ക്ലാസ്സിൽ നല്ല പറഞ്ഞുതരാൻ പറ്റുന്ന ഒരാളെ ഫ്രണ്ടാക്കി വെക്കുമെന്ന് പറഞ്ഞു. ഒരു പറഞ്ഞുതരാൻ പറ്റും അത്യാവശ്യം ഒരാളെ, നല്ലൊരാളെ ഫ്രണ്ട് ഒരു സംസാരിച്ചിട്ടൊന്ന് ഒരു ഹോൾഡാക്കി വെക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, ആ വെക്കാം എന്ന് പറഞ്ഞു. അതിന് 2 ദിവസം കഴിഞ്ഞിട്ട് ആൾ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു സാർ ഇപ്പോൾ സെറ്റാണ്, ആൾ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് കാര്യങ്ങൾ, അപ്പോൾ ഞാനും എനിക്ക് നല്ല മനസ്സിലാവുന്നുണ്ട്, ഇപ്പോൾ ഓക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്പാവുന്ന ഒരു സംഭവം, തമ്മിൽ പറഞ്ഞു കൊടുത്ത് പഠിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു എൻ്റെ വേറെ സ്റ്റുഡൻറ്റ് ഉണ്ടായിരുന്നു. അവൻ്റെ പണി എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. അവർക്ക് ഭയങ്കര ഇഷ്ടം പറഞ്ഞു കൊടുക്കാൻ. അത് അവനക്ക് മറ്റുള്ളവർ ഇഷ്ടം ഉണ്ടായിട്ടല്ല, അവൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ആരാ പഠിക്കുന്നത്? ആ കേൾക്കുന്ന ആൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ആരാ പഠിക്കുന്നത്? ഈ പറഞ്ഞു കൊടുക്കുന്ന ആളാണ് പഠിക്കുന്നത്. ഇവൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും, ആബ്സെൻ്റ് ആയാൽക്കൊക്കെ ഇവൻ പറഞ്ഞു കൊടുക്കും. ഞാനിവൻ ക്ലാസ്സൊക്കെ എടുത്ത് ഞാൻ എന്നിട്ട് എനിക്ക് എന്തെങ്കിലും കുട്ടികളുടെ ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് ഡൗട്ട് ചോദിച്ചാൽ ഞാൻ അവനോട് പറയും ഈ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് തരുമെന്ന് പറയും. എന്നിട്ട് ഇപ്പം വോയിസ് അയച്ചു തരും എനിക്ക്, അല്ലെങ്കിൽ വീഡിയോ അയച്ചു തരും, ക്ലാസ് എടുക്കുന്ന വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ട് ഒരു സാർ ഇത് അയച്ചു കൊടുത്തേക്കെന്ന് പറയും. അങ്ങനെ ആൾ ഹൈ സ്കോറാണ് ചെയ്തത്. അതായത് എല്ലാ സബ്ജക്റ്റിലും ഏകദേശം 80 സംതിങ് ഉണ്ട്, ടാക്സിൽ 90 സംതിങ് ഉണ്ട്.
സോ അത് ചോദിച്ച് എന്ത് ചെയ്ത് ആൾക്ക് പറഞ്ഞെടുത്ത് ആൾ പഠിക്കാൻ തുടങ്ങി. അത് നല്ലൊരു വേ ഓഫ് മെത്തേഡ് ഓഫ് സ്റ്റഡിയാണത്. പക്ഷെ എല്ലാവർക്കും കംഫർട്ടബിൾ ആവുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിക്കാൻ മറക്കരുത്. അതായത് കോളേജ് വഴി പോകണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ വിത്ത് കോളേജ്. ഇപ്പോൾ ചില കുട്ടികൾ എന്നോട് ചോദിക്കും, സാറേ ഞാൻ +1 പഠിക്കുകയാണ്, +1 തന്നെ ഞാൻ CA തുടങ്ങട്ടെ. ഞാൻ പറയും, പൊന്നു മോനെ വേണമെന്നില്ല. കാരണം +1 +2 ആ മൊമെൻറ്റ് ഇന്ന് എൻജോയ് ചെയ്യും, അതിന് വേറെ കിട്ടൂല. +2 കഴിഞ്ഞിട്ട് സാവധാനം എന്ത് ചെയ്യുക, ഫൗണ്ടേഷൻ ഉണ്ട്. ഫൗണ്ടേഷൻ നല്ല രീതിയിൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും നന്നായിട്ട് ക്ലാസ് എടുത്ത് തരും. സോ ഫൗണ്ടേഷൻ നല്ല രീതിയിൽ പഠിച്ചിട്ട് എന്ത് ചെയ്തോ, നീ വന്നോ, നല്ല ഡിഗ്രിക്ക് പോകണമെങ്കിൽ ഡിഗ്രി പോയിട്ട് വന്നോ. സോ അങ്ങനെ എടുത്ത് ചാടണം എന്നുള്ളത് ഞാൻ പറയില്ല, അത് എൻ്റെ അനുഭവം കൊണ്ട് പറയാണ്. നെഗറ്റീവായിട്ട് ഇപ്പോൾ +1 തൊട്ടേ തുടങ്ങിയാലല്ലേ സംഭവം ഒന്ന് വർക്കൗട്ട് ആവുള്ളൂ എന്ന് എൻ്റെ ആസ്പെക്റ്റിലില്ല. യു ഷുഡ് എൻജോയ് ഓൾ ദി മൊമെൻറ്റ്സ്. എല്ലാവരും സമയം എൻജോയ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ലൈഫ് ഒരു അറ്റെത്തി കഴിഞ്ഞാൽ പിന്നെ തോന്നും ഇനി എന്താ എന്നുള്ളത്. കാരണം ഓരോ ഏജ് എത്തുമ്പോൾ നമുക്ക് ഓരോ റെസ്പോൺസിബിലിറ്റീസ്, ഓരോ സാഹചര്യം വരില്ലേ. ഇപ്പം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു 20-22 വരെയാണ് കോളേജ് പഠനം സമയം. 22 കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ പുരുഷനായി, പയ്യനല്ല, പുരുഷനായി. 25-26 കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായി, ഏകദേശം സെറ്റിലാവാനായി. അതായത് ഭാര്യയായി, കുട്ടികളായി, പ്രശ്നങ്ങളായി അല്ലേ. ഭാര്യയ്ക്ക് ഹോസ്പിറ്റലിൽ പോകണം, മറ്റ് കേസുകൾ, കുട്ടികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, സ്കൂളിൽ കൊണ്ടുപോകണം, സ്കൂളത്തെ കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ, ഡ്യൂട്ടീസ് വന്ന്. പിന്നെ അതിൻ്റെ അവിടെ വേറൊരു സമയമുള്ള. സോ ഉള്ള സമയം പ്രോപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ലൈഫ് ഷോർട്ട് സ്പാൻ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. ഓഫ് കോഴ്സ് ഷോർട്ട് സ്പാൻ ഓഫ് ടൈം നമുക്ക് ആകല്ലേ. ആ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ നമ്മൾ ഒന്നും ഈ ഒരു കോഴ്സിന് വേണ്ടി മൊത്തം ഡെഡിക്കേറ്റ് ചെയ്ത് പിന്നെ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കാര്യമില്ല. ഈ +2 സയൻസ് എടുത്ത കുട്ടികൾ പിന്നീട് CA വരുമ്പോൾ അവർക്കും കുറേ ആശങ്കകൾ ഉണ്ടാവാറുണ്ട്. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഭാഗം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നീറ്റിൻ്റെയൊക്കെ റിസൾട്ട് വരാനൊക്കെ പോവുകയാണ്. അപ്പം ചിലപ്പോൾ മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് ഒക്കെ എടുത്ത് ഇത് വർക്കാവാത്ത കുട്ടികളുണ്ടാവും. നന്നായിട്ട് പഠിക്കുന്നൊക്കെ ഉണ്ടാവും, ചെറിയ മാർക്ക് മതി റാങ്ക് ഭയങ്കരമായിട്ട് മാറാൻ. ഇതല്ല എൻ്റെ വഴി എന്ന് മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ പാരൻസിൻ്റെ ഒക്കെ പ്രഷർ കൊണ്ട് ഇതെടുത്ത് ഒരു പോയിന്റ് കഴിഞ്ഞ് ഇല്ല ഞാൻ ഇതിലില്ല എന്നൊക്കെ പറഞ്ഞ കുട്ടികളുണ്ട്. ഇവർ പിന്നെ CA വരുമ്പോൾ അവരുടെ പ്രശ്നം, ഞാൻ ഇത്രയും കാലം സയൻസ് ആയിരുന്നു, ഇനിയിപ്പോൾ ഈ കൊമേഴ്സ് ഫീൽഡിലേക്ക് പോകുമ്പോൾ ഇവിടെയും ഞാനൊരു പരാജയമാകുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരോട് എന്താ പറയാനുള്ളത് സാർ? ഇതേ സംഭവം തന്നെ എനിക്ക് മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഈ നീറ്റ് ഞാൻ പഠിച്ച് ആക്കി, പക്ഷേ സെറ്റായില്ല, ഞാൻ ഇനി CA എടുത്താൽ കൊള്ളാമെന്നുണ്ട്, എന്താ ചെയ്യണ്ടേ, ഇതൊന്ന് വർക്കൗട്ട് ആവുമോ, ഈ സെയിം ചോദ്യം. അപ്പം അതേമാതിരി ഇങ്ങനെ ചോദിക്കും, ഞാൻ സയൻസ് ആയിരുന്നു, അപ്പോൾ സയൻസ് കഴിഞ്ഞിട്ട് ഇനി കൊമേഴ്സിലോട്ട് വരുമ്പോൾ അതൊരു മണ്ടത്തരാവോ, അല്ലെങ്കിൽ എനിക്കത് ഒപ്പം എത്താൻ പറ്റുമോ? ഞാൻ ഒറ്റ കാര്യം പറയുള്ളൂ, ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ സയൻസ് ആൻഡ് കൊമേഴ്സ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ +1 +2 നമ്മൾ കൊമേഴ്സ് പഠിക്കുന്നത് ശരിക്കുള്ള കൊമേഴ്സ് അല്ല, കാണാപ്പാട പഠിക്കുന്നത്. എനിക്ക് ഫുൾ മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ അക്കൗണ്ടൻസിയിൽ, ഞാൻ തോറ്റതേ ഇല്ല അക്കൗണ്ടൻസിയിലാണ്. വൈ? അക്കൗണ്ടൻസി അറിയേണ്ടല്ലോ, പക്ഷേ അറിയേണ്ട രീതിയിൽ ഞാൻ അറിഞ്ഞിട്ടില്ല. +1 +2 അതായത് എനിക്ക് സ്കൂൾ സിലബസ് മൊത്തം അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് ഇൻ എ റൈറ്റ് വേ, കറക്റ്റ് വേയിലല്ല പഠിപ്പിക്കുന്നത്. ഞാൻ സ്കൂൾസിനെ കുറ്റം പറയല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്തത് എന്താ, ക്ലാസ്സിൽ ഇപ്പം എക്സാമ്പിളായിട്ട് കേൾക്കുന്നതൊക്കെ മനസ്സിലായി, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന സാധനമുണ്ട്, BRS. കുറേ സാധനം ആഡ് ചെയ്യണം, കുറേ സാധനം ലെസ് ചെയ്യണം. സ്കൂളിൽ ഒരിക്കലും പറഞ്ഞില്ല എന്തുകൊണ്ട് അത് ആഡ് ചെയ്യുന്നത്, എന്തുകൊണ്ട് ലെസ് ചെയ്യുന്നത്. ദർ ഇസ് എ കൺസെപ്റ്റ് ബിഹൈൻഡ് ദാറ്റ്. അതിൻ്റെ ഉള്ളിലൊരു കൺസെപ്റ്റ് ഉണ്ട്. സാറ് പറഞ്ഞ് ഇത്തിരി സാധനം ആഡ് ചെയ്യും, ഇത്തിരി സാധനം ലെസ് ചെയ്യും, ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുള്ളൂ. ആ രീതിയിലാണ് പഠിപ്പിച്ചിരുന്നത്. ദെൻ ഞാൻ ചെയ്തൊരു കാര്യം, എക്സാം പോയിന്റ് എടുക്കും, എക്സാം പോയിന്റ് ബുക്ക് എടുക്കും, എന്ത് ചെയ്യും, എല്ലാ ക്വസ്റ്റ്യനും ചെയ്യും. സെയിം ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, സ്കൂളിൽ ക്വസ്റ്റ്യൻ ഇടുന്നത് എങ്ങനെയാണ്, അതായത് മെയിൻ എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നത് രാമു എന്നുള്ളതിന് രാമു രാധ എന്നാക്കും. എമൗണ്ട് 1 ലക്ഷം എന്നുള്ളത് ചിലപ്പോൾ 2 ലക്ഷം ആക്കിയിട്ട് ക്വസ്റ്റ്യൻ തരും. ഈസി ആയിട്ട് ആൻസർ ചെയ്ത് പോരും. ഇതാണ് കൊമേഴ്സ്. ആക്ച്വലി സ്പീക്കിംഗ് സയൻസ് ആണോ ഹ്യൂമാനിറ്റീസ് ആണോ കൊമേഴ്സ് ആണോ ഈസി എന്ന് വെച്ചാൽ ഞാൻ പറയും കൊമേഴ്സ് ഈസ് ഈസി. +1 +2 ഏറ്റവും ഈസിയുള്ള സാധനം കൊമേഴ്സാണ്, സ്കോർ ചെയ്യാൻ, മാർക്ക് സ്കോർ ചെയ്യാൻ. ഹ്യൂമാനിറ്റീസ് ഈസി അല്ല. ഹ്യൂമാനിറ്റീസ് അത്യാവശ്യം വായിച്ച് പഠിക്കണം, മനസ്സിലാക്കണം. പക്ഷേ ഇത് ഈസിയാണ് ആക്ച്വലി കൊമേഴ്സ്. ഇത് പറയുമ്പോൾ എല്ലാ ആൾക്കാർ ഒഫൻഡ് ചെയ്യുമെന്ന് അറിയില്ല, അങ്ങനെ പറഞ്ഞതല്ല. ദാറ്റ് മീൻസ് ആക്ച്വലി ഈസി. അങ്ങനെയാണ് എൻ്റെ നോളജ് കറക്റ്റ് എനിക്ക് വ്യക്തമായത് ഫൗണ്ടേഷനിൽ ഇരുന്നപ്പോഴാണ് മനസ്സിലായത് ഞാൻ പഠിച്ചതൊന്നുമല്ല കൊമേഴ്സ് എന്നുള്ളത്. അപ്പോൾ ആക്ച്വലി സയൻസ് എടുത്ത ഒരാൾ വന്നാലും കൊമേഴ്സ് എടുത്ത് വന്നു സെയിം എഫക്ട്, പക്ഷേ സീറോ എന്നുള്ളത് തന്നെയാണ്. അതായത് ഇവിടെ വരുമ്പം കൊമേഴ്സുകാർ ചിലപ്പോൾ കുറച്ച് സ്പീഡായിരിക്കും. ഇപ്പോൾ അക്കൗണ്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ കുറേ ഈ പറഞ്ഞ സയൻസുകാർ പറയും എനിക്ക് ഒപ്പം എത്താൻ പറ്റുന്നില്ല. കാരണം 2 കൊല്ലം ഇരുന്ന് കാണാപ്പാടം പഠിച്ച് എഴുതിയല്ലേ വരും. അതായത് ജേണൽ എൻട്രി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പർച്ചേസിൻ്റെ ജേണൽ എൻട്രി എന്ന് വെച്ചാൽ ഏത് കുട്ടി പറയും പർച്ചേസ് അക്കൗണ്ട് ടു ക്യാഷ്, എന്താ അങ്ങനെ ഡെബിറ്റായി എന്താ ക്രെഡിറ്റായി അറിയില്ല. സാർ അങ്ങനെ പറഞ്ഞു, പർച്ചേസിനെ ഡെബിറ്റ് ചെയ്യാൻ പറഞ്ഞു, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്തിന് പർച്ചേസിനെ ഡെബിറ്റ് ചെയ്ത്, എന്തിനാ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു അറിയില്ല. സോ ആ ഒരു എന്താ പറയുക സംഭവം ഉണ്ട്. അതായത് എന്തിനാണ് ഇവർ ചെയ്തതെന്ന് അറിയില്ല കൊമേഴ്സുകാർക്ക്. അത് ഞാൻ ഇവിടെ പഠിക്കുന്നത് ഫൗണ്ടേഷനിലാണ് പഠിക്കുക, CA പഠിക്കുക. CA വ്യക്തമായിട്ട് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും അടിപൊളിയായിട്ട് ഫൗണ്ടേഷൻ പറഞ്ഞുതരും. ആ ഫൗണ്ടേഷനിൽ നല്ലൊരു ഇരുന്നാൽ മതി സയൻസുകാർ. ഇനീഷ്യലി അക്കൗണ്ട്സിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അക്കൗണ്ട്സ് മാത്രമേ ഏകദേശം ഉള്ളൂ, ബാക്കിയൊക്കെ കുറച്ചൊക്കെ പുതിയ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്നത് ബിസിനസ് ഉണ്ട്. ബിസിനസ് നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഉള്ളത് ലോ പുതിയതാണ്, കൊമേഴ്സുകാർക്കും പുതിയതാണ്, ഈ പറഞ്ഞ സയൻസുകാർക്കും പുതിയതാണ്. പിന്നെ എക്കണോമിക്സ് ആണല്ലേ,
എക്കണോമിക്സ് ഈ പറഞ്ഞ +2 പഠിച്ച കുറേ കാര്യങ്ങളാണ്. ഇറ്റ്സ് എ തിയറി. അതും ഭയങ്കര നോളജ്, ഭയങ്കര സംഭവമല്ല. പിന്നെ ഉള്ള ഏതാ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, നമ്മളെ മാത്സ്. അത് പിന്നെ സയൻസുകാരിക്കാനും പുലികൾ അവിടെയാണ് സയൻസുകാർക്ക് ഗ്രിപ്പുള്ള ഒരു സാധനം ഉണ്ടാവുക. അവിടെ കൊമേഴ്സുകാർ വീക്കായിരിക്കും. കാരണം ആ മാത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി സ്പീക്കിംഗ് +1 +2 10th ഉള്ള മാത്സാണ്. കൊമേഴ്സുകാരെ സംബന്ധിച്ചിടത്തോളം കൊമേഴ്സ് വിത്ത് മാത്സ് ആണെങ്കിലേ അവിടെ ബെനിഫിറ്റ് ചെയ്യുള്ളൂ, അല്ലാത്തവർ അവിടെ പണി പോളും. സോ ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ സയൻസ് ആൻഡ് കൊമേഴ്സ്. എൻ്റെ സാറ് സയൻസ് ആയിരുന്നു, എൻ്റെ CA സാറ് പാട്ട് സാറ് സയൻസ് ആയിരുന്നു. ആൾ വേഗം പാസ്സായ ആളാണ്, ഒക്കെ ആൾ വേഗം പാസ്സായ ആളാണ്. അവർ ഈ എൻട്രൻസ് എക്സാമിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട് ഉണ്ടാവുമല്ലോ. ഞാൻ പറയുന്നത് ബുക്കിഷ് നോളജിന് അപ്പുറത്തേക്കുള്ള ആ ഡെഡിക്കേഷനും അതൊക്കെ ഇവിടെ വേറെ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവില്ല, ആ ഒരു ശീലം. ഡെഫിനറ്റ്ലി ആ ഒരു കൺസിസ്റ്റൻസി അവരവിടെ എടുത്തൊരു ഡെഡിക്കേഷൻ ഇല്ലേ, ആ ഡെഡിക്കേഷൻ അതേ ലെവലിൽ തന്നെ നിങ്ങൾ ഇവിടെ വരെ ഫോളോ ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് ഈസി ആയിട്ട് പറ്റും. അത് പറ്റായികയില്ല. പിന്നെ അവർക്ക് സ്വയം തോന്നരുത് ഞാൻ സയൻസ് അല്ലേ എനിക്കിത് പറ്റുമോ, അങ്ങനെ ഒരു സെൽഫ് കോൺഫിഡൻസ് കുറവ് പാടില്ല. അത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഒരു പ്രശ്നമുള്ള കാര്യമില്ല. സയൻസുകാർക്ക് ഡെഫിനറ്റ്ലി CA എടുക്കാം. ഒരുപാട് സയൻസുകാർ എടുക്കുന്നുണ്ട്. CA ഒരുപാട് CAക്കാരെ പരിചയമുള്ള ആളെന്നുള്ള നിലക്കൊക്കെ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ റീസെൻ്റായിട്ട് ടെക്നോളജിക്കലി ഭയങ്കര അഡ്വാൻസ്മെൻറ്റ്സ് വരുന്നു, AI ഇൻ്ററേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പം എങ്ങനെയാണ് ഒരു CAക്കാരൻ്റെ പ്രൊഫഷനിൽ ഇതിൻ്റെ കടന്നു വരവ് ബാധിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഹെൽപ്ഫുൾ ആവുന്നത്? ഇത് നെഗറ്റീവായിട്ടാണോ പോസിറ്റീവായിട്ടാണോ? നമ്മൾ എങ്ങനെ ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ റെഡി ആവണം? AI ടെക്നോളജി ആക്ച്വലി സ്പീക്കിംഗ്, ഈവൻ ദോ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞു ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് പേപ്പർ വാല്യൂഷൻ വരെ AI വാല്യൂഷൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്, ഹ്യൂമൻ ചെക്കിംഗ് അല്ല AI വാല്യൂ ചെയ്യും. ഇപ്പോൾ റീസെൻ്റായിട്ട് CAയുടെ റിസൾട്ട് 30 ഡേയ്സിൻ്റെ ഉള്ളിൽ എങ്ങനെ വന്നേ. 30 ഡേയ്സിൻ്റെ ഉള്ളിൽ ഒരു ആൾ നോക്കിയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുക? അപ്പോൾ എല്ലാവരും പറഞ്ഞ് ഹ്യൂമൻ ചെക്കിംഗ് അല്ല AI വാല്യൂഷനാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞ് അത് നല്ലതല്ലല്ലോ, AI വാല്യൂഷൻ ആകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. ഇല്ല, AI വാല്യൂഷൻ ആകുമ്പോൾ ഹ്യൂമൻ വാല്യൂഷനെ കാട്ടിയും ബെറ്റർ ആയിരിക്കും. ഒരു മനുഷ്യൻ മാനസികാവസ്ഥ വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ. അയാൾ ഭാര്യനോട് വഴക്കിട്ടിട്ടാണ് പേപ്പർ നോക്കുന്നതെന്നുണ്ടെങ്കിൽ അയാളുടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണ്. പക്ഷേ AIക്ക് അങ്ങനെ ഇല്ല, AIക്ക് ഭാര്യ ഇല്ലല്ലോ, AIക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ AI ചെക്ക് ചെയ്യുമ്പം കൺസെപ്റ്റ് ഓക്കെ പക്കായിട്ട് എഴുതിയിട്ടുണ്ടോ നോക്കുന്നത്. ഓക്കെ, അപ്പം എക്സാമിനേഷൻ കേസിലായിട്ടാണ് പറയുന്നത്. കൺസെപ്റ്റ് ഓക്കെ ആണെങ്കിൽ മാർക്കിന് ഫുൾ കിട്ടൂലേ. മറ്റത് എന്ത് ചെയ്യണം, ഇപ്പോൾ ഓഡിറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓഡിറ്റിൽ കീവേഡ്സ് കൊടുത്ത് കണ്ടാൽ മാത്രമേ നമ്മളെ ആൾക്കാരെന്ത് ചെയ്യുള്ളൂ, പേപ്പർ വാല്യൂ ചെയ്യുന്ന ആൾ മാർക്ക് തരുള്ളൂ. ഇവിടെ അങ്ങനെ വേണ്ടി വരില്ല. AI ചെക്കിങ്ങിലാണെന്നുണ്ടെങ്കിൽ AI എന്തേ നോക്കുള്ളൂ, ഈ പറഞ്ഞ കറക്റ്റ് സാധനം അതിലുണ്ടാ, അവർ പ്രോപ്പറായിട്ട് എഴുതിയിട്ടുണ്ടാ, നോളജബിൾ ആണോ ഇയാൾ എന്നുണ്ടെങ്കിൽ മാർക്ക് തരും. അതാണ് ഈ എക്സാമിനേഷൻ വൈസ്. കുറേ ഇപ്പോൾ അങ്ങനത്തെ ടോക്കിങ്സ് ഉണ്ട്. എക്സാമിനേഷൻ ഇപ്പോൾ ഒരു പേപ്പർ ചെക്കിങ് ലേറ്റസ്റ്റ് ഉള്ള ഒരു കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ ആണ്. ഇപ്പം AI ആണ് ചെക്ക് ചെയ്യുന്ന പേപ്പേഴ്സ് എന്നുള്ളത്. അപ്പോൾ അത് നല്ലത് ആക്ച്വലി. AI ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ മാർക്ക് കിട്ടുക ചെയ്യുക, ഹ്യൂമൻസിനെ പോലെയല്ല. ഇനി നമ്മളെ ഇൻഡസ്ട്രി സെക്ടറിൽ വരുമ്പോൾ, അപ്പോൾ ഇൻഡസ്ട്രി സെക്ടറിൽ ഇപ്പോൾ ICA ഒക്കെ CA ഒക്കെ ഈ AI ടെക്നോളജിയിൽ എങ്ങനെ ബെറ്റർ ആക്കാൻ നമ്മളെ ഇതിലോട്ട് നമ്മളെ ഈ പറഞ്ഞ പ്രാക്ടീസ് ആണെങ്കിലും എംപ്ലോയ്മെൻറ്റിലും എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള കോഴ്സ് അടക്കം അവർ കൊണ്ടുവരുന്നുണ്ട്. ആഫ്റ്റർ പ്രാക്ടീസ് നമ്മളിപ്പം എനിക്ക് വേണമെങ്കിൽ ആ കോഴ്സിന് രജിസ്റ്റർ ചെയ്യാം, സംതിങ് എമൗണ്ട് ഉണ്ട്, അവർ പറഞ്ഞു തരും എന്തൊക്കെയാണ് ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. അത് അപ്ഡേഷൻസ് ഈവൻ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ മെമ്പേഴ്സിന് വേണ്ടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വറീഡ് ആവേണ്ട കാര്യമില്ല. ഇപ്പോൾ എല്ലാവരും പറയും AI വന്നു കഴിഞ്ഞാൽ നമ്മളെ പണി പോകില്ല. അതിനുള്ള കാര്യങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ അതിനുള്ള മെഷേഴ്സ് എടുക്കുന്നുണ്ട്. നമ്മൾ ICA തന്നെ അതിനുള്ള മെഷേഴ്സ് എടുക്കുന്നുണ്ട്, അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. സോ AI വരുന്നത് നല്ല തന്നെയാണ് നമ്മളെ ഹ്യൂമൻ. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് ചിലപ്പോൾ ബാധിക്കില്ല. പക്ഷെ നമ്മളെ കീഴിലുണ്ടായിരുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നില്ല, അതായത് ബേസിക് അക്കൗണ്ടൻസ്, ജൂനിയർ അക്കൗണ്ടൻസ്, അവിടെയൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇത് ബാധിക്കാം. അവിടെയൊക്കെ ഇത് എന്ത് ചെയ്യാം, ഇതിൻ്റെ പ്രശ്നങ്ങൾ വന്നേക്കാം. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ അല്ലെങ്കിൽ CMAനെ സംബന്ധിച്ചിടത്തോളം AI കൊണ്ട് ഒരു പ്രശ്നം വരാൻ ചാൻസ് ഇല്ല. പിന്നെ AI എത്രത്തോളം ഇവിടം വരെ എത്തും. ഇപ്പം ഇതെന്ന് പറയാൻ തുടങ്ങിയത് എപ്പോഴല്ലേ എത്തിയേ, ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുക. 2 കൊല്ലം മുമ്പ് ഇതന്നെ പറഞ്ഞിരുന്നു, AI വന്ന പണിവാളും, AI വന്ന പണിവാളും. ഇപ്പോഴും എന്താ പറയുന്നത്, AI വന്ന പണിവാളും, AI വന്ന പണിവാളും. 2 കൊല്ലം കഴിഞ്ഞാൽ എന്താ പറയുക, AI വന്ന പണിവാളും, AI വന്ന പണിവാളും സെയിം. അതിനപ്പുറത്തോട്ടൊരു ഇത് വരാൻ പറയാൻ പറ്റില്ല എങ്ങനെ വരും. പക്ഷേ അതിനുള്ള മെഷേഴ്സ് എന്തായാലും ആരെടുക്കുന്നുണ്ട്, ICA എടുക്കുന്നുണ്ട്. കാരണം ഞാൻ കണ്ടു അവർ കോഴ്സസ് അതിന് വേണ്ടിയിട്ടുള്ള AI ലെവൽ 1 ലെവൽ 2 എന്നുണ്ട് പല കോഴ്സസ് അവർ കൊണ്ടുവരുന്നുണ്ട്. ഇത് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള, നമുക്ക് തന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഒരു കുട്ടി CA എടുക്കാൻ തീരുമാനിച്ചാൽ വൈ ഷുഡ് ദാറ്റ് സ്റ്റുഡൻറ്റ് കം ടു ട്രിപ്പിൾ ഐ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാറിൻ്റെ ആൻസർ എന്തായിരിക്കും? ഒന്ന്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യുമ്പം അതിൽ വേണ്ട ഏറ്റവും വലിയൊരു കാര്യം അവിടുത്തെ ഫാക്കൾട്ടീസാണ്. ഒരു ഫാക്കൾട്ടീസ് അത് ആക്ച്വലി നല്ല ഫാക്കൾട്ടീസ്, ഒരു ബഞ്ച് ഓഫ് ഫാക്കൾട്ടീസ് തന്നെ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൾട്ടീസ് തന്നെ ആക്ച്വലി ട്രിപ്പിൾ ഐയിലുണ്ട്. 1. 2, ഇപ്പോൾ ഞാൻ ട്രിപ്പിൾ ഐയിൽ റീസെൻ്റ് ജോയിനില്ല. അപ്പോൾ ഞാൻ കണ്ടൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് എ ഗ്രൂപ്പ് ഓഫ് മെൻറ്റേഴ്സ്. അത്യാവശ്യം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന മെൻറ്റേഴ്സ് ഉണ്ട് ഇവിടെ. ഞാൻ ശ്രദ്ധിച്ചു അത്. അപ്പോൾ ഞാൻ ഒരു ക്വാളിറ്റി അതാണ്, അത്യാവശ്യം നല്ല അതിനായിട്ട് ഇരിക്കാൻ പറ്റുന്ന മെൻറ്റേഴ്സ് ഉണ്ട്. ആക്ച്വലി മെൻറ്റേഴ്സ് ശരിക്കും വേണം. കാരണം ഞാൻ കുറേ കാലം മെൻറ്ററായിട്ട് നിന്ന ഒരാളാണ്. മെൻറ്ററായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്തല്ല, പാരലലി വിർച്വലായിട്ട് മെൻറ്ററായിട്ട് നിന്ന ആളാണ്. അങ്ങനെ ഈ കുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും.
ആ പ്രശ്നങ്ങൾ ഇൻഡിവിജ്വലി ചിലപ്പോൾ ഫാക്കൾട്ടിക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റില്ല. ഹി വിൽ ബി ബിസി, അതായത് ആൾക്കാരുടെ ഷെഡ്യൂളും ഒക്കെ ബിസി ആയിരിക്കും. അവർക്ക് പിന്നെ ഇൻഡിവിജ്വലി ഇടപെടാൻ പറ്റുന്ന ആൾക്കാർ മെൻറ്റേഴ്സാണ്. സോ അങ്ങനെ കുറേ മെൻറ്റേഴ്സ് ട്രിപ്പിളിലുണ്ട്. അത് വലിയൊരു എന്താ പറയുക ഇമ്പോർട്ടൻസ്. പിന്നെ എന്താ ഞാൻ ഇപ്പം വന്നപ്പോൾ ശ്രദ്ധിച്ച കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെ കുട്ടികളോട് എടുക്കുന്ന ഒരു നമ്മൾ ഇടുന്നൊരു എഫേർട്ടില്ല, അതായത് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു എഫേർട്ട് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ട്രിപ്പിൾ ഈസ് ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ബി.കോം കഴിഞ്ഞിട്ട് ഒരാൾ CA ഓർ CMA എടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ബി.കോം പഠനകാലത്ത് അവർ പഠിച്ച കാര്യങ്ങൾ എത്രമാത്രം ഇവിടെ ഹെൽപ്ഫുൾ ആവും, പ്രത്യേകിച്ച് ഇൻ്ററിലേക്ക് വരുന്ന സമയത്ത്? ഈ CA അല്ലെങ്കിൽ CMA ഇൻ്ററും ബി.കോമിൽ പഠിച്ച കാര്യങ്ങളും ടോപ്പിക് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി സിമിലറാണ്. അവിടെ ഓഡിറ്റ് ഉണ്ട്, കോസ്റ്റിംഗ് ഉണ്ട്, മാനേജ്മെൻറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഇൻകം ടാക്സ് ഉണ്ട്, GST ഉണ്ട്. ഇതൊക്കെ തന്നെയാണ് എവിടെയുള്ള ഇൻ്ററിലുള്ള. അപ്പം സിലബസ് വൈസ് ഏകദേശം സെയിമാണ്. പക്ഷേ ബി.കോമിൽ എങ്ങനെയായാലും ആ ലെവലിൽ പഠിത്തം എത്തില്ലല്ലോ. അല്ലെങ്കിൽ എക്സാം ആണെങ്കിലും ഒരു പ്രൊഫഷണൽ സ്റ്റൈൽ എക്സാം അല്ല. ആ സെയിം കണ്ടന്റ് തന്നെ ഒരു പ്രൊഫഷണൽ സ്റ്റൈലാക്കി അങ്ങനെ ഉണ്ടാവും. അതാണ് ഇൻ്റർ. സിംപ്ലി പറയുകയാണെങ്കിൽ അതാണ് ഇൻ്റർ. അപ്പോൾ ഈ ഡിഗ്രി അല്ലെങ്കിൽ ബി.കോം ലെവലൊക്കെ അത്യാവശ്യം പഠിച്ച ഒരാൾ, അതായത് ഒരു അത്യാവശ്യം ലെവലിൽ പഠിച്ച ഒരാൾ സംബന്ധിച്ചിടത്തോളം ഇൻ്റർക്ക് എത്തുമ്പം അത്ര വലിയ ഹെക്ടിക് ആയിട്ട് ഫീൽ ചെയ്യില്ല. ഒരു ഇതെന്താണ് ഇത് എന്നുള്ളൊരു ഫീൽ. ഫ്രഷായിട്ട് ഇപ്പം ഫൗണ്ടേഷൻ കഴിഞ്ഞ് ഡയറക്റ്റ്ലി ഇൻ്റർക്ക് എത്തുമ്പോൾ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു ഇതെന്താ അങ്ങനെയെന്നൊരു ഫീലിംഗ് ഉണ്ടാവും. പക്ഷേ ആ ഫീലിംഗ് ആർക്കുണ്ടാവില്ല, ഡിഗ്രി കഴിഞ്ഞ വന്ന ആൾക്കുണ്ടാവില്ല. ഞാൻ കണ്ടിടത്തോളം ഡിഗ്രി കഴിഞ്ഞിട്ട് വന്ന ഒട്ടുമിക്ക സ്റ്റുഡൻസും, ചില ആൾക്കാർ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ചില ആൾക്കാർ ഈവൻ ദോ ഫസ്റ്റ് അറ്റംപ്റ്റ് അഥവാ ചെറിയ മാർക്കിന് പോയി കഴിഞ്ഞാലും സെക്കൻഡ് അറ്റംപ്റ്റിൽ എന്തായാലും പാസ്സാവും. കാരണം അറ്റംപ്റ്റ്സ് ടൂ മച്ച് എടുക്കില്ല ഈ പറഞ്ഞ ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർ. അതിനർത്ഥം ഡിഗ്രി വഴി വരണം എന്നല്ല, ഞാൻ പ്രൊമോട്ട് ചെയ്യല്ല അത്. ദാറ്റ് മീൻസ് ഫൗണ്ടേഷൻ വഴി വന്നാൽ തന്നെ ഓക്കെ. പക്ഷേ ഡിഗ്രി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇയർ പോവില്ലേ എന്നുള്ള ചോദ്യമുണ്ട്. ഇയർ പോവില്ല, കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പാസ് ഔട്ട് ആകാൻ പറ്റും ഇഫ് നിങ്ങൾ ഡിഗ്രി അത്യാവശ്യം നല്ല രീതിയിൽ, അതായത് ബി.കോം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ. സാറിന് ഇത്രയും കാലത്തെ ഒരു ഫാക്കൽറ്റി എന്നുള്ള രീതിയിലുള്ള എക്സ്പീരിയൻസിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിൻ്റെ എന്തെങ്കിലും സ്റ്റോറീസ് എന്തെങ്കിലും ഷെയർ ചെയ്യാൻ, കേൾക്കുന്ന കുട്ടികൾക്ക് ഒരു പക്ഷേ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അവരെ ഇൻസ്പയർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു സ്റ്റോറി ഉണ്ടോ? യെസ്, ഉണ്ട്. ഇപ്പോൾ പല ആൾക്കാരും അവരുടെ സിറ്റുവേഷൻസിനെ ഇങ്ങനെ നമ്മളിങ്ങനെ എന്താ പറയുക പ്രായി പറയാറുണ്ട്. അതായത് ഇങ്ങനെ എനിക്ക് സിറ്റുവേഷൻ മോശമാണ്, എൻ്റെ കണ്ടീഷൻ മോശം, എൻ്റെ വീട്ടിലെ സാഹചര്യം ഇങ്ങനെ ഇല്ല, എനിക്ക് പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് സ്വയം ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാസിക്കായിട്ട് എനിക്ക് എൻ്റെ ഫേവറേറ്റ് സ്റ്റുഡൻറ്റ് കൂടിയാണ് ആൾ. അപ്പോൾ ആളെ പേരും കാര്യങ്ങളും ഞാൻ പറയുന്നില്ല. ആൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആളെ ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു പേഴ്സണാണെന്ന് വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ക്ലാസ്സിൽ ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടി, ഭയങ്കര ആക്റ്റീവ്. ഞാനിങ്ങനെ പെൺകുട്ടികളെങ്ങനെ ചൊറിയും, അതായത് ഇങ്ങനെ ഗേൾസിനെ പറ്റി ഇങ്ങനെ ചെറിയ കുറ്റമൊക്കെ പറയും. അപ്പം ഗേൾസിനെ ഒന്ന് ആക്റ്റീവാക്കാൻ വേണ്ടി പറയുന്ന. അപ്പം ഈ കുട്ടി ഭയങ്കരമായിട്ട് തിരിച്ചു പറയും, നിങ്ങളെന്താ ഗേൾസിനെ അങ്ങനെ പറയുന്നത്, എങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര ആക്റ്റീവ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പേഴ്സണൽ ഇഷ്യൂസ് ഉള്ള ആളാണ്. ഭയങ്കര ആക്റ്റീവ്, ക്ലാസ്സിൽ നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കുന്നു. അങ്ങനെ പിന്നീട് ഞാൻ അറിഞ്ഞു ആൾക്കൊരു കുട്ടിയുണ്ടെന്ന്. ദാറ്റ് മീൻസ് ആൾക്കൊരു ഓൾറെഡി ഒരു കുട്ടിയുണ്ട്, ഒരു ചെറിയ കുട്ടിയുണ്ട്. അപ്പോൾ ഓക്കെ, മാരീഡ് ആയിട്ടുള്ള ഒരാൾ പഠിക്കുന്നത് ഓക്കെ, ഗ്രേറ്റ് തിങ്, ഭയങ്കര ഗ്രേറ്റ് ആയിട്ടുള്ള ആ കാര്യം തന്നെയാണ്. പിന്നീട് ഞാൻ ആൾ പേഴ്സണലി ഡൗട്ടൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കും. അങ്ങനെ ആൾ പേഴ്സണലി അങ്ങനെ എന്താ പറയുക കമ്പനി ആയപ്പം അങ്ങനെയാണ് ഞാൻ ആളുടെ പേഴ്സണൽ തിങ് അറിയുന്നത്. അതായത് എന്താ പറയുക, ആൾ അറ്റ് ദി ഏജ് ഓഫ് 19 കല്യാണം കഴിഞ്ഞാൽ 19ാമത്തെ വയസ്സിൽ തന്നെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് 5 വർഷം പഠിക്കാൻ സമ്മതിച്ചിട്ടില്ല, പഠിക്കാൻ പോയിട്ടില്ല. അതിൻ്റെ ഇടയിൽ ഒരു കുട്ടിയായി. അങ്ങനെ ആഫ്റ്റർ 5 years സം ഇഷ്യൂസ് ഉണ്ടായി പേഴ്സണലി. അതായത് പേഴ്സണൽ വിവാഹശേഷം ഉണ്ടാകുന്ന കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആൾ സ്വയം തീരുമാനം എടുക്കുന്നത് എനിക്ക് പഠിക്കണം. ആഫ്റ്റർ 5 years ആണ് പിന്നെ എൻ്റെ ക്ലാസ്സിലിരിക്കുന്നത്. സോ അതെന്ന് വെച്ചാൽ ഇത് ഈസി അല്ല. അതും വിത്ത് എ കിഡ് ആഫ്റ്റർ 5 years ആ കിഡിൻ്റെ കാര്യമൊക്കെ നോക്കി എല്ലാം കൂടി ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഈസിയുള്ള കാര്യം. ഞാൻ ചിന്തിക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി അറ്റ് ഓൾ. 3 വർഷം ആർട്ടിക്കിൾഷിപ്പ് കഴിഞ്ഞ് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ 5 വർഷം കംപ്ലീറ്റ്ലി ബ്രേക്ക് എടുത്തിട്ട് ഈ പറഞ്ഞാൽ തിരിച്ചു വന്ന് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസിയല്ല. ആൾ ഭയങ്കര ആക്റ്റീവ്, ക്ലാസ്സിൽ ഭയങ്കര എന്താ പറയുക ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കുന്നു. വീട്ടിൽ പോയി കഴിഞ്ഞാൽ കുട്ടീനെ നോക്കണം, അത് കഴിഞ്ഞ് എന്ത് ചെയ്യും ഈ പഠിത്തം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. സോ ഫൈനലി ഈ പറഞ്ഞ ആളുടെ ഡിവോഴ്സ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. ആൻഡ് എക്സാമും ഡിവോഴ്സും ഒരേ സമയത്താണ് ഏകദേശം വന്നത്. ഹൈലി മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം. അതായത് എല്ലാവരും എന്ത് ചെയ്യും, തീരെ കഴിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ആൾക്ക് പേഴ്സണലി ഒരുപാട് എന്താ പറയുക ഈ പറഞ്ഞ മാരേജുമായി ബന്ധപ്പെട്ട ഇഷ്യൂസും പേഴ്സണലി നല്ലോണം ഉണ്ടായി. മാനസികമായിട്ട് തകർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായി. സോ ആൾ പക്കായിട്ടത് മാനേജ് ചെയ്തു എന്നുള്ളത് ഭയങ്കരമായിട്ടൊരു കാര്യമായിരുന്നു. അങ്ങനെ ആളെന്ത് ചെയ്തു, ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ച് പഠനത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യാതെ ആൾ പഠിച്ച് അറ്റംപ്റ്റ് പാസ്സായി വിത്ത് ഗ്രേറ്റ് മാർക്സ്. നല്ല മാർക്കോട് കൂടി പാസ്സായി. 60+ ഒക്കെ ഉണ്ടായിരുന്നു ടാക്സിൽ എൻ്റെ സബ്ജക്റ്റിൽ. ബാക്കിയിൽ അത്യാവശ്യം നല്ല മാർക്കോട് കൂടി ആൾ പാസ്സായി. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സാഹചര്യം ഓക്കെ അല്ലെങ്കിലും ഇഫ് വി ആർ ഡെഡിക്കേറ്റഡ് നമുക്ക് എന്ത് ചെയ്യാം, പാസ്സാവും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ശേഷം ഡിവോഴ്സ് കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ആളെന്ത് ചെയ്തു, ഈ പറഞ്ഞ വീണ്ടും അടുത്ത
അടുത്ത ഗ്രൂപ്പ് പഠിക്കാൻ തുടങ്ങി. അടുത്ത ഗ്രൂപ്പ് പഠിച്ചു, അതും പാസ്സായി. രണ്ടും ഗ്രൂപ്പും ഓരോ അറ്റംപ്റ്റ് വെച്ച് പാസ്സായി. ദാറ്റ് മീൻസ് ഒക്കെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സായി. ആൻഡ് ആഫ്റ്റർ ദാറ്റ് എന്ത് ചെയ്തു, ആളെന്നോട് ചോദിച്ചു, CMA ഇൻ്റർ ഞാൻ പാസ്സായല്ലോ, എനിക്കിനി CMA ഇൻ്റർ വെച്ചിട്ട് CAക്ക് ഡയറക്റ്റ് എൻ്റർ ചെയ്തൂടെ ചോദിച്ചു. ജസ്റ്റ് ഒരു സംശയം പോലെ. ഞാൻ പറഞ്ഞു, എന്തിനാ CMA ഇൻ്റർ കഴിഞ്ഞ് CAക്ക് പോകുന്നത്, CMA ഫൈനൽ വേഗം ചെയ്യാൻ നോക്കുമെന്ന് പറഞ്ഞു. ഞാൻ വേണ്ട, എനിക്ക് CA കൂടി ഒന്ന് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ ആകെ അത്ഭുതപ്പെട്ടു. ഇനി CA ചെയ്യാൻ പോവുക, CA ചെയ്യാൻ പോവാണ്. ആൾ CMA ഇൻ്റർ വെച്ചിട്ട് CAക്ക് രജിസ്റ്റർ ചെയ്തു. ഇപ്പോൾ കറൻ്റ്ലി ആൾ CA പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ കോൺടാക്റ്റ് ഒന്നുമില്ല, അതായത് ഫുൾ പഠിത്തം, അതായത് CA എങ്ങനെയെങ്കിലും എടുക്കണം എന്നുള്ള രീതി. അപ്പം ഇറ്റ്സ് ഓൾ അബൌട്ട് ആ ഒരു ഡെഡിക്കേഷൻ. അതായത് കുട്ടീനെ നോക്കുന്നുണ്ട്, CA പഠിക്കുന്നുണ്ട്, ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പം ഈ സ്വയം സാഹചര്യങ്ങളെ ഈ പറഞ്ഞ ഇപ്പം ഇത് മോശം സാഹചര്യത്തിൽ പോയുള്ള ഇത്ര മോശമാവാതെ തന്നെ ആൾക്കാർ സ്വയം എനിക്ക് പറ്റില്ല എന്നിരിക്കുന്ന ആൾക്കാരുണ്ട്. സോ അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. ഇഫ് യു ആർ ഡെഡിക്കേറ്റഡ്, എല്ലാവരും നമ്മളെ കൂടെ വെക്കും, പ്രകൃതി മൊത്തം നമ്മളെ കൂടെ ഉണ്ടാവും. സോ അതാണ് ഇതിൻ്റെ ക്ലാസിക് എക്സാമ്പിളാണത്. സോ ഡെഫിനറ്റ്ലി ആൾ CAയും പാസ്സാവും. ഡെഫിനറ്റ്ലി അതിലൊരു കോംപ്രമൈസും ഇല്ല, ആളെന്തായാലും പാസ്സാവും. നമ്മളിപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയാണെങ്കിലും കരിയർ ഗൈഡൻസ് ക്ലാസ്സിൽ പോകുമ്പോഴൊക്കെ CAനെ കുറിച്ച് ധാരാളം കേൾക്കുമ്പോഴും CMA ഒരു സെക്കൻഡറി ആയിട്ടാണ് ഈവൻ ഇപ്പോഴടക്കം കേൾക്കാറുള്ളത് കമ്പയർഡ് ടു CA. ഇപ്പോൾ CMA പഠിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയൊക്കെയാണ് സാർ? നേരത്തെ ഒരു ഇൻഡസ്ട്രിയൽ സെക്ടറൊക്കെ ഉള്ളിടത്തുള്ള കാര്യം പറഞ്ഞു, കോസ്റ്റ് ഓഡിറ്റിൻ്റെ കാര്യം. ഇത് ഗവൺമെൻറ് സെക്ടേഴ്സിൽ എത്ര, അത് CA ആണെങ്കിലും CMA ആണെങ്കിലും എത്രമാത്രം പ്രാധാന്യമുണ്ട്? അതുപോലെ തന്നെ വിദേശത്തേക്ക് പോവുകയാണെങ്കിൽ എസ്പെഷ്യലി മിഡിൽ ഈസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് CMAക്കൊക്കെ എത്രമാത്രം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്? ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ ഇൻ്റർ ക്വാളിഫൈ ചെയ്താൽ തന്നെ വി ഹാവ് ഓപ്പർച്യൂണിറ്റീസ്. അത്യാവശ്യം ഏണിംഗ് ആണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇൻ്റർ കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ജോബിന് കയറാം. ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ സ്കിൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ ക്വാളിഫൈഡ് ആണ് എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ CA ആണെങ്കിലും CMA ആണെങ്കിലും ഒറ്റയടിക്ക് ജോലി കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഹാർഡ്. അതിനാണ് ഈ ആർട്ടിക്കിൾഷിപ്പ് പീരീഡ്. അവിടെയാണ് നമ്മൾ സ്കിൽ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ CMAക്കുള്ളൊരു മെയിൻ പ്രശ്നം, CMA ഈ പറഞ്ഞ രീതിയിൽ ഈ എന്താ പറയുക മൊത്തം ഒന്ന് താഴാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ഡമ്മി ആർട്ടിക്കിൾഷിപ്പാണ്. അതായത് പല പിള്ളേരും ഈസിലി പാസ് ഔട്ട് ആവുന്നേ ചിന്തിക്കുള്ളൂ, ക്വാളിഫൈഡ് ആവണം. അതിൻ്റെ ഉള്ളിലുള്ള കാര്യം ചിന്തിക്കില്ല. മാൻഡേറ്ററി ആയിട്ട് ഇൻറ്റേൺഷിപ്പ് വെക്കുന്നത് എന്തിനാണ്? ഈ കോഴ്സിൻ്റെ ഒരു ഭാഗമാണ് ഇൻറ്റേൺഷിപ്പ്. അപ്പോൾ 15 month ട്രെയിനിങ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ CMA. അപ്പോൾ അത് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്താണ് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നത്. ഇത് എന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്യും. ഇത് സ്കിപ്പ് ചെയ്തിട്ട് എല്ലാവരും പഠിക്കാൻ വേണ്ടിയിട്ട്, അതായത് CMA ഫൈനൽ പഠിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു പോകും. അപ്പോൾ എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കില്ലില്ലാതെ ക്വാളിഫൈഡ് ആവുന്ന ഒരാളായി മാറും. അപ്പോൾ ഈ നമ്മൾ ഇൻ്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജോബിന് കയറിയാൽ തന്നെ നമുക്ക് എന്ത് കിട്ടില്ല, ഒരു സ്റ്റാർട്ടിങ് കിട്ടില്ല. കാരണം വി ഡിഡിൻറ്റ് നോ അബൌട്ട് ദി കമ്പനി, ഒന്നിനെ കുറിച്ചും അറിയില്ല. ഈവൻ CMA ക്വാളിഫൈഡ് ആയിട്ട് എക്സൽ പോലും അറിയാതെ ഇരുന്നിരുന്ന കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ സാഹചര്യം പബ്ലിക്കിൽ വരുമ്പോൾ എന്താ ഉണ്ടാവുക, എല്ലാവരും പറയുന്നത് CMAക്കാരനെ വേണ്ട, CAക്കാരനെ മാർക്കറ്റിൽ അങ്ങനെ ഒരു ടോക്ക് വരും. അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ CMAയുടെ വാല്യൂ കുറക്കുന്നത് ആരെന്നെയാണ്? അത് പഠിക്കുന്ന ആൾക്കാർ തന്നെയല്ലേ. ഒരിക്കലും ഇൻസ്റ്റിറ്റ്യൂട്ടല്ല, അല്ലെങ്കിൽ വേറെ പുറത്തുനിന്നുള്ള ആൾക്കാരല്ല. പഠിക്കുന്ന ആൾക്കാരെ പ്രോപ്പറായിട്ട് അതിന് എന്ത് കാണുന്നില്ല, അതിന് ട്രീറ്റ് ചെയ്യുന്നില്ല. CAക്ക് ഇത് പറ്റില്ല. കമ്പാരിറ്റീവ്ലി എന്നാലും CAയിൽ ഡമ്മി എടുക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷേ കമ്പാരിറ്റീവ്ലി CAയിൽ ഡമ്മി എടുക്കുന്നവരില്ല. എല്ലാവരും പ്രോപ്പർ ചാനലിൽ തന്നെ പോകും. 2 കൊല്ലം ആർട്ടിക്കിൾഷിപ്പ് കഴിഞ്ഞിട്ട് തന്നെയാണ് എല്ലാവരും എന്ത് ചെയ്യുന്നത്, ഫൈനലിന് അപ്പിയർ ചെയ്യുന്ന അധികം ആൾക്കാരും. സോ ഇതാണ് ഒരു പ്രശ്നം. CMAയിലെ എന്തുകൊണ്ട് CAൻ്റെ അത്രക്ക് എത്തുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നം. ഇനി ജോബ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ ഗവൺമെൻറ് സെക്ടേഴ്സിൽ ഞാനൊരു PSC എഴുതിയിട്ടുണ്ട്. ആക്ച്വലി എൻ്റെ ഇൻ്റർ കഴിഞ്ഞ പാട് ഞാനൊരു PSC എഴുതിയിട്ടുണ്ട്. അന്ന് PSCക്ക് വേണ്ട റിക്വയർമെൻറ്റ് ഇതായിരുന്നു. ഞാൻ CA ഇൻ്റർ പാസ്സായതായിരുന്നു. CA ഇൻ്റർ അല്ലെങ്കിൽ CMA ഇൻ്റർ അല്ലെങ്കിൽ BCom, ഇതിലേതെങ്കിലും മതി. അപ്പോൾ എനിക്കൊന്ന് CA ഇൻ്റർ ഉണ്ട്. അപ്പോൾ CA ഇൻ്റർ വെച്ചിട്ട് ഞാൻ എന്ത് സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിൻ്റെ, അതായത് GST ഓഫീസറിൻ്റെ ഒരു എക്സാം ആയിരുന്നു. ഞാൻ വെറുതെ പോയി രജിസ്റ്റർ ചെയ്തു. എന്താണെന്ന് അറിയണമല്ലോ, PSC എന്താണെന്ന് അറിയാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തു. എനിക്ക് ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അതായത് GSTയുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ ഓരോ ചോദ്യം ചോദിച്ചത് എന്താ വെച്ചാൽ ഇതിൻ്റെ ഉപജ്ഞാതാവ് ആര്, ഇതാരാ രചിച്ചത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതിൽ മാത്രമേ ഒന്നും കിട്ടിയില്ല. പക്ഷേ കുറേ ആൾക്കാർ എഴുതുന്നുണ്ട് എന്ന് റിയലൈസ് ചെയ്തു. ആ ഒരു സെൻറ്ററിൽ തന്നെ ഏകദേശം അത്യാവശ്യം നല്ല വലിയ സെൻറ്ററായിരുന്നു. അത്യാവശ്യം കണ്ടമാനം ആൾക്കാർ എഴുതുന്നുണ്ട്. ആൻഡ് ഓൺലി 4 അപ്ലിക്കൻ്റ് എന്താ മാത്രമേ ഉള്ളൂ, വേക്കൻസി എന്തോ ഉള്ളൂ. സോ അതിനത്ര ആൾക്കാർ എഴുതുന്നുണ്ട് തോന്നി. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഗവൺമെൻറ് സെക്ടേഴ്സിൽ. പക്ഷേ ഞാൻ കണ്ടിട്ട്, അതായത് ഇത് ഓപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ കുറവാണ്. പ്രൈവറ്റ് സെക്ടേഴ്സിൽ തന്നെയാണ് കുറേ ആൾക്കാർ എന്ത് ചെയ്യുക, പോവുക ഈ പറഞ്ഞ ഫീൽഡ് എടുത്തിട്ട്. പിന്നെ കുറേ CMA കഴിഞ്ഞ ആൾക്കാരും പാഷൻ നോക്കി പോകുന്നവരുണ്ട്. ഇപ്പം ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, CMA എടുത്തിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ കൂടുതൽ അതാ പറയട്ടെ, അതായത് നമുക്ക് ഇഷ്ടം നോക്കി പോവുക, റാദർ ദാൻ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് മാത്രം നോക്കി പോകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനില്ല, ലൈഫ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അങ്ങനെ ആയിപ്പോവും. ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്തിട്ടേ ഇല്ല. എൻ്റെ ആർട്ടിക്കിൾഷിപ്പ് എക്സ്പീരിയൻസ് മാത്രമാണ് എനിക്കുള്ളത്. പിന്നെ ഞാൻ ചെയ്തത് പ്രാക്ടീസ് ആയിരുന്നു.
ഓഫീസ് ഇടാ ചെയ്തത്. പിന്നെ ഞാൻ ചെയ്തത് എന്താ, ടീച്ചിങ്ങാണ്. അപ്പം എന്തുകൊണ്ട് പിന്നെ ടീച്ചിങ്ങിൽ തന്നെ മുന്നോട്ട് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടം ഇതാണ്. ഇറ്റ്സ് റാദർ ദാൻ ഏണിങ്. അതായത് ഇവൻ തോ ഞാൻ പൈസ ഇല്ലാതെയും എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാഷ് ഇല്ലാതെയും ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പം അതിനെ എന്നെ പൊക്കി പറയല്ല. കാരണം എനിക്ക് അങ്ങനെ നിങ്ങൾ ക്യാഷ് ഇല്ലാതെ എന്തെങ്കിലും ഒരു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യും, ഡെഫിനറ്റ്ലി ഇല്ല. ഒന്നാമത് ശമ്പളം കിട്ടണം. അപ്പം ഇപ്പോൾ ചില ആൾക്കാരുണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, കോർപ്പറേറ്റ് ആണ് ഇഷ്ടം, അതായത് എംപ്ലോയ്മെൻ്റ് ആണ് ഇഷ്ടം എന്നുള്ള രീതിയിൽ. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവന് എംപ്ലോയ്മെൻ്റ് ആൾ, അതായത് അവനക്ക് എംപ്ലോയ്മെൻറ്റ് ഭയങ്കര ഇഷ്ടം. അതായത് കറക്റ്റ് രാവിലെ ഓഫീസിൽ വരും, കറക്റ്റ് ജോലി ചെയ്യും. അപ്പോൾ ഞാൻ നല്ല പണിയില്ലേ, നല്ല പണിയുണ്ട്, നല്ല രസമാണ് പണിയെടുക്കാൻ. അവൻ അങ്ങനെ പറയുന്നത്, നല്ല രസമാണ് പണിയെടുക്കാൻ. അപ്പം ഇന്നലെയും കൂടി കണ്ടിട്ടുള്ള ആളെ. അപ്പോൾ ഞാൻ ചോദിച്ചു, നല്ല പണിയില്ലേ അവിടെ വൈകുന്നേരം വരെ? നല്ല പണിയുണ്ട്, പക്ഷേ നല്ല രസമാണ് പണിയെടുക്കാൻ. അപ്പോൾ അവനക്ക് ഇഷ്ടം എന്താ, എംപ്ലോയ്മെൻറ്റാണ്. അവൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഏരിയയിൽ ചൂസ് ചെയ്തിട്ട് അത് ചിലപ്പം കിട്ടാൻ പ്രയാസമായിരിക്കും. ഇപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് ഇഷ്ടമുള്ള ഏരിയ ചിലപ്പം കിട്ടിയെന്ന് വരില്ല. അപ്പം വെയിറ്റ് ചെയ്യുക, ഇഷ്ടമുള്ള ഏരിയ കിട്ടും. ഈവൻ എംപ്ലോയ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് ഇഷ്ടം പറഞ്ഞില്ല, ഒരുപാട് ഫീൽഡ് ഉണ്ട് ഇവിടെ. ഇൻഡയറക്റ്റ് ടാക്സ്, ഡയറക്റ്റ് ടാക്സ്, ഇൻ്റർനാഷണൽ ടാക്സേഷൻ, റിസ്ക് മാനേജ്മെൻറ്റ്, സി എ ആണെങ്കിലും CM ആണെങ്കിലും ഇഷ്ടമുള്ള ഫീൽഡ് ചൂസ് ചെയ്യാം. ഓഡിറ്റ് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഏത് ഫീൽഡാണോ വേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള ഫീൽഡ് ചൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിലോട്ട് പോവുക. അതാണ് ഏറ്റവും നല്ല വേ. ഇപ്പോൾ ഗൾഫിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം എൻ്റെ വേറെ സുഹൃത്തുണ്ട്, ആൾ ആക്ച്വലി CA ഇൻ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. CA ഇൻ്റർ കംപ്ലീറ്റ് ചെയ്തു. വീട്ടിലെ സാഹചര്യം എൽഡർ 1 ആയിരുന്നു. വീട്ടിലെ സാഹചര്യം കൊണ്ട് ഫൈനലി കംപ്ലീറ്റ് ചെയ്യാനുള്ള സാഹചര്യം കിട്ടിയില്ല. വീട്ടിൽ എൽഡർ 1 ആയിരുന്നു, വീടുണ്ടായിരുന്നില്ല, റെൻറ്റിനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കല്യാണ കാര്യങ്ങളൊക്കെ വരുമ്പം വീടില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഡീമെറിറ്റ് ആണല്ലോ. ശരിക്കും പറഞ്ഞാൽ അതൊരു മണ്ടത്തരാണ്. വാടകയ്ക്ക് വീട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന എന്തിനാ. പക്ഷേ കല്യാണത്തിലൊക്കെ വരുമ്പോൾ അത് നോക്കും, വീടില്ലാത്തവൻ എന്നൊക്കെ പറയില്ല. അപ്പം ഇവനാണെങ്കിൽ 2 മക്കളാണ്, 2 ആൺമക്കളാണ്. ഇവൻ്റെ അനിയനാണെങ്കിൽ ഓൾറെഡി ഒരു കുട്ടീനെ സെറ്റാക്കി കോളേജിൽ നിന്ന്. അപ്പം ആ വീട്ടിൽ നിന്ന് പ്രഷർ, അതായത് ഇവൻ അനിയനെ കല്യാണം കഴിക്കാൻ. അനിയന് ബിടെക് കഴിഞ്ഞ് ചെറിയൊരു ജോലി ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പം ഇവൻ മൂത്തോൻ നിൽക്കുമ്പോൾ എങ്ങനെ അനിയൻ കെട്ടുക, മൂത്തോൻ കെട്ടിയേ പറ്റൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവൻ എന്ത് ചെയ്തു, ഇനി ഏതായാലും വീടൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവൻ CA ഇൻ്റർ കഴിഞ്ഞ് ഇവൻ കൊമാൻഡ് നല്ലൊരു ജോലി കിട്ടി. ഇവിടെ ഇൻ്റർവ്യൂ ചെയ്തു, നല്ലൊരു ജോലി കിട്ടി. അവൻ എന്താ പറയുക, ആ സമയത്ത് ഞാൻ ഫൈനൽ പഠിച്ചുകൊണ്ടിരിക്കുക. ഇവൻ ഇൻ്റർ കഴിഞ്ഞ് ജോലിക്ക് പോയി, വീട് വെക്കുന്നത്, കല്യാണം കഴിക്കുന്നത്, ഭാര്യേനെ നേരെ ഗൾഫിൽ കൊണ്ടുവന്ന് ഞാനിങ്ങനെ നോക്കുന്നു. അപ്പം ആക്ച്വലി സ്പീക്കിംഗ് മീൻസ് അങ്ങനെ ജോലി ചെയ്യുന്നവരുണ്ട്. ഇൻ്റർ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ജോലി ചെയ്യാം. അങ്ങനെ കളിയാക്കി പറഞ്ഞതല്ല, ജോലി ചെയ്യാം, സാഹചര്യം അങ്ങനെ ഒക്കെ അല്ലെങ്കിൽ ചെയ്യാം. പക്ഷേ ഇപ്പോൾ ആൾ ഫൈനലിൽ അപ്പിയർ ചെയ്യാൻ തിരിച്ചു വരുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇനി പ്രയാസമാണ്. കാരണം എന്താ വെച്ചാൽ ആളെ അങ്ങനെ പോയി, ആ ഒരു റൂട്ടിലൂടെ പോയി. അപ്പം ഞാനെപ്പോഴും പറയലിതാ, നിങ്ങൾ ഇൻ്റർ കഴിഞ്ഞ് ജോലിക്ക് പോയിക്കോ, ബട്ട് എന്ത് മറക്കരുത്, ഫൈനൽ മറക്കരുത്. കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എന്ത് വെച്ചിട്ടാണ്, ഇൻ്റർ കഴിഞ്ഞ് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് ക്വാളിഫൈഡ് ആവാൻ വേണ്ടിയിട്ടാണ്. സോ അത് വിടരുത് എന്ന് ഞാൻ പറയും. അതന്നെ എവിടെയും പറയാമല്ലോ. അപ്പോൾ ഗൾഫിലൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എനിക്കും വന്നിട്ടുണ്ടായിരുന്നു ഓപ്പർച്യൂണിറ്റീസ്, പക്ഷേ ഞാൻ പോയില്ല. എനിക്ക് ടീച്ചിങ് ആണ് ഇഷ്ടം എന്നുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന്.